നമ്മോടൊപ്പം സംസാരിക്കാനായിട്ട് ശ്രീ ബലരാമ കൈമൾ അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. കൈമൾജിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 20 വർഷത്തോളമായി ഗവേഷണ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. മോളിക്കുലാർ ന്യൂറോബയോളജി ആൻഡ് സെൽ ബയോളജിയിൽ അദ്ദേഹത്തിന് PhD ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ബിഹേവിയറൽ ന്യൂറോ സയൻസ് ആൻഡ് ന്യൂറോ സർജറി ഈ വിഷയങ്ങളിൽ പോസ്റ്റ് ഡോക്ടറൽ റിസർച്ചും അദ്ദേഹം ചെയ്തു വരുന്നു. ഇപ്പോൾ ചെന്നൈ സവിത മെഡിക്കൽ കോളേജിൽ ബയോ കെമിസ്ട്രി വിഭാഗത്തിൽ പ്രൊഫസറായി സേവനമനുഷ്ഠിക്കുന്നു. ന്യൂറോ ബയോളജി, നാനോ ടെക്നോളജി, സർജറി എന്നീ മേഖലകളിൽ അദ്ദേഹം ഗവേഷണം തുടരുന്നുണ്ട്. അദ്ദേഹത്തിന് കീഴിൽ 6 പേർ PhD ചെയ്തു വരുന്നു. നിരവധി ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള അദ്ദേഹം 5 പേറ്റൻറ്റ് ആപ്ലിക്കേഷൻസും ഫയൽ ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെ എനിക്കൊരു ഗുരുസ്ഥാനീയൻ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ ആർക്കിടെക്ചറൽ ആൻഡ് സയൻറ്റിഫിക് ഹെറിറ്റേജ് ഓഫ് ഇന്ത്യ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് എൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു ചോദ്യം, ഭാരതം അതിൻ്റെ പ്രാചീന കാലങ്ങളിൽ വിദ്യാഭ്യാസത്തിനും ജീവിത സംസ്കാരത്തിനും ശാസ്ത്രീയമായ ഒരു സമീപനം ഉണ്ടായിരുന്നു. എന്താണ് കൈമൾജിയുടെ ഒരു അഭിപ്രായം ആ വിഷയത്തിൽ? എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് സുകന്യയ്ക്കൊരു നന്ദി പറയുന്നു. സുകന്യ ഹോസ്റ്റ് ചെയ്യുമ്പം ആളിനെ ആരും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആളിനെക്കുറിച്ച് 2 വാക്ക് ഞാനും പറയാം, എന്നിട്ട് ആൻസർ ചെയ്യാം. നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും സെലിബ്രിറ്റി ആയിട്ടുള്ള ട്രാൻസ്ജെൻഡറാണ് സുകന്യ കൃഷ്ണ. ഇന്നിവിടെ എൻ്റെ മോഡറേറ്ററായിട്ട് വന്നിരിക്കുന്ന ആള് നല്ലൊരു പ്രതിഭയാണ്, നല്ലൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്. ശരിക്കും പറഞ്ഞാൽ IT-യിൽ പല വിദഗ്ധർക്കുള്ളതിനേക്കാളും വിദ്യാഭ്യാസവും വിജ്ഞാനവും ഔപചാരികമായിട്ട് ആ വിഷയങ്ങളിൽ ഒരു ഡിഗ്രി ഇല്ലാത്ത സുകന്യയ്ക്കുണ്ടെന്ന് മാത്രമല്ല, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു IIT-യിൽ വിദ്യാർത്ഥിനിയാവുന്ന ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ആയിരിക്കും സുകന്യ കൃഷ്ണ. അതൊരു ചെറിയ കാര്യമല്ല. അത്തരം ഒരു വ്യക്തി ഇവിടെ എന്നെ ഹോസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ ഞാൻ അങ്ങേയറ്റം സന്തോഷവാനുമാണ്, എനിക്ക് അഭിമാനമുണ്ട്. അതും കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. സുകന്യയ്ക്ക് ഒരു കൊണ്ട് നന്ദി പറയുന്നു. അപ്പോൾ ചോദ്യം ഇതാണ്, ഭാരതത്തിന് അതിൻ്റെ പ്രാചീന കാലങ്ങളിൽ വിദ്യാഭ്യാസം, ജീവിത സംസ്കാരം എന്നിവയോട് ഒരു ശാസ്ത്രീയമായ സമീപനം ഉണ്ടായിരുന്നോ എന്നുള്ളതാണ്. ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഉത്തരം. ആ ഉത്തരം പറയുമ്പോൾ ഏതാനും വർഷങ്ങൾ മുമ്പ് നടന്നൊരു സംഭവം എനിക്ക് ഓർമ്മ വരുന്നു. 2005 ഒക്ടോബർ 15 കൊച്ചിയിൽ വെച്ച് സ്വദേശി ശാസ്ത്ര പ്രസ്ഥാനം നമ്മുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാമിൻ്റെ പിറന്നാൾ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചപ്പോൾ അതിൽ അധ്യക്ഷനായിരുന്ന അന്നത്തെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ PK അബ്ദുൽ അസീസ് ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞൊരു വാചകമുണ്ട്. ഭാരതത്തിൻ്റെ യഥാർത്ഥ മതം എന്ന് പറയുന്നത് ഹിന്ദുമതമോ ഇസ്ലാമോ ക്രിസ്ത്യാനി ഒന്നുമല്ല, പകരം വിദ്യ നേടാനുള്ള അഗാധമായ അഭിവാഞ്ചയാണ്, വിദ്യ നേടാനുള്ള ദാഹമാണ്, പഠിക്കണം എന്നുള്ള ഇന്ത്യക്കാരൻ്റെ ഉത്കർഷയാണ്. ഇതാണ് ഇന്ത്യയുടെ യഥാർത്ഥ മതം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്ക് 1000% അംഗീകരിക്കാവുന്നൊരു സത്യമാണിത്. ഇന്ത്യക്കാരൻ വിജ്ഞാന കുതുകിയാണ്, വിജ്ഞാനം വേണം എപ്പോഴും. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരൻ്റെ ഏറ്റവും വലിയ ഗുരു അത് ശിവൻ, ദക്ഷിണാമൂർത്തി സ്വരൂപത്തിൽ ശിവനെ ഗുരുവായിട്ട് ആരാധിക്കുന്ന നാടാണ് ഇന്ത്യ. ഒരു പരമഗുരുവിൽ നിന്ന് നമുക്ക് വിജ്ഞാനം ലഭിക്കുന്നു എന്ന ചിന്തയിൽ വിദ്യ തരുന്ന അധ്യാപകനെ ദൈവമായിട്ട് കാണുന്ന നാടാണ് ഇന്ത്യ. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ വിദ്യ നേടണം, പഠിപ്പുകൊണ്ട് മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. ഇതായിരുന്നു ഭാരതത്തിന് എത്രയോ നൂറ്റാണ്ടുകൾ, എത്രയോ ആയിരത്താണ്ടുകൾ മുന്നേ തന്നെയുള്ള നമ്മുടെ സംസ്കാരം. അപ്പോൾ വിദ്യ നേടുമ്പോൾ വെറുതെ നേടിയാൽ മതിയോ? ആ വിദ്യയ്ക്ക് എന്തൊക്കെ അർത്ഥങ്ങളുണ്ട്, എന്തൊക്കെ അർത്ഥതലങ്ങളുണ്ട്? ആ വിദ്യ ശാസ്ത്രീയമായിരിക്കണം. ഭാരതം ശാസ്ത്രീയമായിട്ട് തന്നെ വിദ്യ അഭ്യസിച്ച നാടാണ്. ഇതിനെ സംബന്ധിച്ച് നിരവധി വാഗ്വാദങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും പറയാം, നമ്മളൊന്ന് പുറകോട്ട് നോക്കുക. ഇൻഡസ് വാലി സിവിലൈസേഷൻ നമുക്ക് മിക്കവാറും പേർക്ക് അറിയാവുന്നൊരു കാര്യമാണ്. ലോകത്തെ ആദ്യമായി ശാസ്ത്രീയമായി ഡിസൈൻ ചെയ്യപ്പെട്ട നഗര സംസ്കാരം ഉദിച്ചത് ഒരുപക്ഷെ 5000-ലധികം വർഷം മുമ്പ് ഇൻഡസ് വാലിയിലായിരിക്കും. അത് യഥാർത്ഥത്തിൽ തുടങ്ങിയത് 7000 വർഷം മുമ്പാണ്. എങ്കിലും 5000 വർഷം മുമ്പാണ് ആ സംസ്കാരം അതിൻ്റെ പരമകോടിയിലെത്തിയത്. അവിടെ എത്തിയപ്പോൾ അവരെന്തൊക്കെയാണ് അതിനകത്ത് ഡിസൈൻ ചെയ്തത്?
ഒരു നഗരം എങ്ങനെ രൂപീകരിക്കപ്പെടണം, അവിടെ എങ്ങനെ വൃത്തിയാക്കി സൂക്ഷിക്കണം, എങ്ങനെയാണ് നഗരത്തിൽ ഡ്രെയിനേജസ് ഓടകളെല്ലാം സംവിധാനം ചെയ്യേണ്ടത്, 2ഉം 3ഉം നിലയുള്ള വീടുകൾ അവിടെയുണ്ട്. ആ വീടുകളുടെ മുകൾ നിലയിൽ ടോയ്ലറ്റ് ഉണ്ടായിരുന്നു. അവിടുന്ന് വേസ്റ്റ് പോകാൻ പ്രത്യേകം ലൈനുകളുണ്ട്. നഗരത്തിന് പുറത്തേക്ക് ആ വേസ്റ്റ് മുഴുവൻ കൊണ്ടുപോകാൻ സംവിധാനമുണ്ട്. നഗരത്തിനുള്ളിലേക്ക് വായു പ്രവേശിക്കുന്ന, അതായത് കാറ്റ് കയറി വരുന്ന മാർഗം പോലും നഗരത്തിലെ ചപ്പ് ചവറുകളെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. ഇതുപോലെ ഒരു പ്രത്യേകതരം ടൗൺ ഡിസൈനിങ് ആയിരുന്നു. അതേ കാലത്തുണ്ടായിരുന്ന ഈജിപ്ഷ്യൻ സംസ്കാരത്തിലോ മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിലോ വലിയ നഗരങ്ങളും വലിയ കെട്ടിടങ്ങളും ഉണ്ടായിരുന്നെങ്കിലും ഒരു നഗരത്തിൻ്റെ പ്ലാനിങ് എന്ന് പറയുന്നത് പൂർണ്ണമായും ഇന്നത്തെ നിലയ്ക്കുള്ള സ്റ്റാൻഡേർഡ്സിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥലം സിന്ധു നാഗരികതയാണ്. അതുകൊണ്ട് തന്നെ ഒരു പൂർണ്ണ നാഗരികതയായിരുന്നു. അവിടെ ഗ്രാനറികൾ ഉണ്ടായിരുന്നു. ആൾക്കാർക്ക് ക്ഷാമകാലങ്ങളിൽ ഭക്ഷണം കിട്ടാനുള്ള സംവിധാനം, അങ്ങനെ തുടങ്ങിയിട്ടെല്ലാം ഇൻഡസ് വാലിയെക്കുറിച്ച് പറയുമ്പോൾ അതിൽ ഭരിച്ചിരുന്ന രാജാക്കന്മാരെക്കുറിച്ച് ആർക്കും അറിയാൻ മേല. രാജാക്കന്മാർ ഭരിച്ചിരുന്നോ എന്നാർക്കും അറിയില്ല. അവരുടെ മതസംസ്കാരങ്ങൾ എങ്ങനെയായിരുന്നുള്ള പൂർണ്ണമായ വിവരങ്ങളും നമുക്കില്ല. പക്ഷേ നഗരം എങ്ങനെ ഡിസൈൻ ചെയ്തു, അതിൻ്റെ എൻജിനീയറിംഗ് എന്താണ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ അഗാധമായി പഠിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഗ്രാമജീവിതത്തിൽ നിന്ന് നഗരജീവിതത്തിലേക്ക് അവർ മാറി. ഈ മാറുന്ന സമയത്ത് ഏറ്റവും ശാസ്ത്രീയമായിട്ട് തന്നെ ഒരു നഗരം വിഭാവനം ചെയ്തു. അതിൻ്റെ ആദ്യത്തെ ഉദ്ദേശം ക്ലെൻലിനെസ് ആയിരുന്നു, വൃത്തി ഉണ്ടായിരിക്കണം. വൃത്തിയില്ലായ്മ കൊണ്ട് രോഗപീഠകൾ ഉണ്ടാവരുത്. ഇതൊരു ശാസ്ത്രീയതയാണ്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ചുമ്മാ ഇരുന്ന് കുറച്ച് പേർക്ക് ഒരു നഗരം ഉണ്ടാക്കാൻ പറ്റുമോ? ഒരിക്കലും സാധിക്കില്ല. അതിനുവേണ്ടി എത്രയോ അനുഭവ വിജ്ഞാനങ്ങൾ വേണം, അതിനുവേണ്ടി എത്രയോ തയ്യാറെടുപ്പുകൾ വേണം. അപ്പോൾ അങ്ങനെ നഗരം ഉണ്ടാക്കണമെങ്കിൽ അതുണ്ടാക്കിയവർ അതിനനുസൃതമായിട്ട് പഠിച്ച വിദ്യാലയങ്ങൾ അവിടെ ഉണ്ടായിരുന്നിരിക്കില്ലേ? നമ്മളൊരിക്കലും ചിന്തിച്ചിട്ടില്ല. അന്നത്തെ കാലത്ത് സ്കൂളുകൾ എന്തായിരുന്നു? ഗുരുകുലോദ്യാഭ്യാസമായിരിക്കും. ഒരു ഗുരുവിൻ്റെ അടുത്ത് മരച്ചോട്ടിൽ നിന്ന് പഠിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവരന്നുണ്ടാക്കിയ ആ വലിയ ബിൽഡിങ്സിനകത്തിരുന്ന് പഠിക്കുന്നതായിരിക്കും. പക്ഷെ അവർക്കതുണ്ടായിരുന്നു, ശാസ്ത്രീയ സമീപനം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാക്കിയത്. ഇൻഡസ് വാലിയേക്കാളും പഴയൊരു സംസ്കാരം നമ്മുടെ നാട്ടിലുണ്ട്, മെഹർഗഡ് സംസ്കാരം എന്ന് പറയും. അത് ഇന്നത്തെ പാകിസ്ഥാനിൽ, ഇന്നത്തെ സിന്ധു നദിയുടെ അങ്ങേക്കരയിലാണ്, ബലൂചിസ്ഥാനിലാണ് ഈ മെഹർഗഡ് ഉള്ളത്. മെഹർഗഡിൽ ഉണ്ടായിരുന്നത് ചെളി കൊണ്ട് നിർമ്മിച്ച വീടുകളാണ്, ഒറ്റനില വീടുകൾ. പാടങ്ങളുണ്ടായിരുന്നു, ബാർലി ആയിരുന്നു അവർ കൃഷി ചെയ്തിരുന്നത്. അവിടെ നിന്ന് ചെമ്പ് കിട്ടിയിട്ടുണ്ട്. അതായത് ഇന്ത്യ 10,000 വർഷങ്ങൾ മുമ്പ് ലോഹയുഗത്തിലേക്ക് കടന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ 10,000 വർഷം മുമ്പ് ലോഹ സംസ്കരണ വിദ്യ ഭാരതം കൈവരിച്ചിരുന്നു എന്നുള്ളതിന് പാകിസ്ഥാനിലെ മെഹർഗഡിൽ നിന്ന് കിട്ടിയ ദത്തങ്ങൾ നമുക്ക് ഉത്തരം തരുന്നുണ്ട്. ഇതെത്ര പ്രാചീനമാണ് എന്ന് ആലോചിക്കണം. ആ കാലഘട്ടത്തിൽ ഭാരതം മെറ്റലർജി സ്വായത്തമാക്കി. ശരി, എങ്ങനെയായിരിക്കും അവരൊരു പക്ഷേ ചെമ്പ് ഉണ്ടാക്കിയത്? മണ്ണിൽ നിന്ന് ചെമ്പ് വേർതിരിക്കുന്ന വിദ്യ അയിരെടുത്തിട്ട് ഇതാവാം, അല്ലെങ്കിൽ മണ്ണിരയെ സംസ്കരിച്ച് ചെമ്പ് വേർതിരിക്കാം. അങ്ങനെ ഒരു വിദ്യ സിദ്ധവൈദ്യത്തിലുണ്ട്. ഭാരതത്തിൻ്റെ വളരെ പ്രാചീനമായിട്ടുള്ള വൈദ്യശാസ്ത്ര മേഖലയാണ് സിദ്ധവൈദ്യം. അതിനകത്ത് ചെമ്പ് സംസ്കരിച്ചെടുക്കുന്ന ഇങ്ങനൊരു വിദ്യയെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വളരെ പണ്ട് തന്നെ നമ്മുടെ ആൾക്കാർ മെത്തേഡ്സ് ഉണ്ടാക്കിയിരുന്നു. ഇൻഡസ് വാലി വന്നപ്പോഴത്തേക്കും ചെമ്പ്, അതുപോലെ സ്വർണം, വെള്ളി, പിന്നെ ഈയം തുടങ്ങിയിട്ടുള്ള പലവിധ വസ്തുക്കൾ അവിടെ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് തൂക്കം, അതിൻ്റെ നിർണയമായിരുന്നു. ഏതാണ്ട് 1000-ലധികം വരുന്ന സൈന്ധവ നഗരങ്ങളിൽ, സൈന്ധവ നഗരങ്ങളായിട്ട് നമ്മൾ മിക്കവാറും പറയുക 2 എണ്ണമാണ്, മോഹൻജദാരോയും ഹാരപ്പായും. അത് മാത്രമല്ല, മൊത്തം 1000 സൈറ്റുകൾ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെയെല്ലാം വളരെ കൃത്യമായിട്ടുള്ള അളവ് തൂക്ക സമ്പ്രദായങ്ങളുണ്ടായിരുന്നു. അളവ് തൂക്കത്തിലുള്ള കട്ടകൾ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്, തുലാസുകൾ കിട്ടിയിട്ടുണ്ട്, ലോഹം കൊണ്ടുള്ള നിരവധി വസ്തുക്കളും നിർമ്മിതികളും കിട്ടിയിട്ടുണ്ട്. സ്വർണത്തിൻ്റെ ക്വാളിറ്റി അളക്കാനുള്ള വിദ്യകൾ അവർ നോക്കിയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം 10,000 വർഷം മുമ്പ് മെഹർഗഡ് സംസ്കാരത്തിൽ ഒരു ലോഹ സംസ്കരണ വിദ്യ ആരംഭിച്ചിട്ട് 5000 വർഷം മുമ്പുള്ള ഇൻഡസ് വാലി ആയപ്പോഴത്തേക്കും അതൊരു പരമകുടിയിലെത്തി. ഇതിനുശേഷം ചില ജിയോളജിക്കൽ ഇവൻസിൻ്റെ ഭാഗമായിട്ട്, അതായത് 12,500 വർഷം മുമ്പ് ഹിമയുഗം അവസാനിക്കാൻ തുടങ്ങി. കഴിഞ്ഞ 5000 വർഷം മുമ്പ് ഹിമയുഗം പൂർണ്ണമായി അവസാനിച്ചു. അതോടുകൂടിയിട്ട് സിന്ധു നദിയുടെ ഗതി മാറി. അന്നത്തെ കാലത്ത് ഹിമാലയത്തിൽ നിന്ന് ഹിമാനികൾ ഉരുകിയുണ്ടായ വലിയ കുത്തൊഴുക്കിൽ സിന്ധു നദിയുടെ ഗതി മാറി. അതിനെ വേണമെങ്കിൽ വൈൽഡ് നൈൽ എന്ന് പറയുന്ന പോലെ വൈൽഡ് ഇൻഡസ് എന്ന് വിളിക്കപ്പെടാവുന്ന ഒരു പ്രതിഭാസം സംഭവിച്ചു. അതോടുകൂടി സിന്ധു നാഗരികതയുടെ പ്രദേശങ്ങൾ കംപ്ലീറ്റ് ഉണങ്ങിപ്പോയി. ആ പ്രദേശത്ത് നിന്ന് ഗംഗാതടങ്ങളിലേക്കും ദക്ഷിണേന്ത്യയിലേക്കും ആൾക്കാർക്ക് കുടിയേറേണ്ടി വന്നു. അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, സിന്ധു നാഗരികത മരിക്കുകയല്ല ചെയ്തത്, പകരം
അതിൻ്റെ നിവാസികൾ അവരുടെ വിദ്യയും വിജ്ഞാനവുമായിട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് കുടിയേറുകയാണ് ചെയ്തത്. അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഇപ്പോൾ പറഞ്ഞ ഈ കെട്ടിട നിർമ്മാണം എന്ന് പറഞ്ഞ ഒന്നിലേക്ക് വരികയാണെങ്കിൽ, മെഹർഗഡ് സംസ്കാരത്തിൽ ഒറ്റ നിലയുള്ള ചെളിവീടുകളാണെങ്കിൽ ഇൻഡസ് വാലിയിൽ 2-3 നിലകളുള്ള മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്സ് എന്നുള്ളത് 1200 വർഷം മുമ്പ് നളന്ദ സർവകലാശാലയിൽ എത്തുമ്പോൾ 9 നിലകളുള്ള ബിൽഡിങ്സിലേക്ക് മാറുന്നു. നളന്ദ സർവകലാശാലയിൽ 10,000-കണക്കിന് പുസ്തകങ്ങൾ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു. ആ ലൈബ്രറിയുടെ പേര് ബുദ്ധമത ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടും. രത്നോദധി എന്നാണ് അതിൻ്റെ പേര്. രത്നങ്ങളുള്ള കടൽ, വിജ്ഞാനത്തിൻ്റെ രത്നങ്ങളായിട്ടുള്ള പുസ്തകങ്ങൾ സൂക്ഷിച്ച കടൽ എന്നാണ് ആ നളന്ദ സർവകലാശാലയിലെ 9 നിലയുള്ള ലൈബ്രറി ബിൽഡിങ്ങിനെ അന്നത്തെ ആൾക്കാർ വിളിച്ചത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, 10,000 വർഷം മുമ്പ് ഒറ്റ നില വീട്ടിൽ നിന്ന് പിന്നീട് 3 നില, പിന്നെ 9 നിലകളിലേക്ക് വന്നു. ഒരു ലൈബ്രറി ബിൽഡിങ്ങിന് അന്നത്തെ കാലത്ത് 9 നിലയുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമ്മൾ അത്ഭുതപ്പെടുമായിരിക്കും, അത്രയൊക്കെ ഉണ്ടാവുമെന്ന്. 1200 വർഷം മുമ്പാണ്, അല്ല 800 വർഷം മുമ്പാണ്, AD 1200-ലാണ് നളന്ദ സർവകലാശാല തകർക്കപ്പെടുന്നത്. അതിനും 200 വർഷം മുമ്പ് ഉണ്ടാക്കപ്പെട്ട തഞ്ചാവൂരെ ബൃഹദീശ്വര ക്ഷേത്രത്തിന് അതിൻ്റെ ശ്രീകോവിൽ അഥവാ വിമാനം എന്ന് പറയുന്നത് 10-ൽ കൂടുതൽ നിലകളുള്ളതാണ്. 9 നിലയല്ല, അത് കൂടുതലുണ്ട്. തമിഴ്നാട്ടിലെ നിരവധി ക്ഷേത്രങ്ങളിൽ 9 നിലയ്ക്ക് മുകളിലുള്ള ഗോപുരങ്ങൾ കാണാനാകും. അതായത് മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്സ് ഉണ്ടാക്കുന്ന ഒരു കല അന്ന് ഉത്തരേന്ത്യ മാത്രമല്ല ദക്ഷിണേന്ത്യയിൽ അതിൽ കൂടുതൽ വ്യാപകമായിരുന്നു. ശരിക്ക് ഒരുപക്ഷെ നളന്ദ സർവകലാശാല ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ദക്ഷിണേന്ത്യയിൽ ഉണ്ടാക്കി കാണും. അത് ഒരടിസ്ഥാന ഗ്രന്ഥവും കൂടി അതിനുണ്ട്. മയമതം എന്നു പേരുള്ള സംസ്കൃതത്തിൽ രചിക്കപ്പെട്ടൊരു പുസ്തകം എങ്ങനെയാണ് 7-9 നിലകളുള്ള ബിൽഡിങ്സ് ഉണ്ടാക്കുന്നത് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ ബിൽഡിങ്സ് ഉണ്ടാക്കിയത് നോക്കുകയാണെങ്കിൽ ഇന്ന് നിലനിൽക്കുന്ന കരിങ്കല്ല് കൊണ്ടുണ്ടാക്കിയ ആ വലിയ കെട്ടിടങ്ങൾ എത്രമാത്രം ശാസ്ത്രീയമായിട്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുക. ഒന്ന്, അത് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാത്ത തരത്തിൽ അതിൻ്റെ അടിത്തറ വേണം, അസ്ഥിവാരം വേണം. മുകളിലേക്ക് കെട്ടിപ്പോകുമ്പോൾ വലിയ കാറ്റുകൊണ്ടോ അല്ലെങ്കിൽ ഭൂചലനങ്ങൾ കൊണ്ടോ വീണു പോകാത്ത തരത്തിലുള്ള ഒരു എഞ്ചിനീയറിംഗ് വേണം. അതുകൊണ്ട് ഏതാണ്ട് പിരമിഡിന് സമാനമായിട്ടുള്ള വിധത്തിൽ താഴെ ബേസിന് ഏറ്റവും കൂടുതൽ വീതിയുണ്ട്, മുകളിലേക്ക് വരുന്നതോറും കുറഞ്ഞു കുറഞ്ഞു വരും. ഈ രീതിയിലുള്ളൊരു ബിൽഡിംഗ് ആയിട്ടാണ് അത് കെട്ടിപ്പൊക്കിയത്. ഇതിന് ഏതാണ്ട് സമാനമൊക്കെ ആയിരുന്നു ഇവിടെ നളന്ദ സർവകലാശാലയിലെ ലൈബ്രറി ബിൽഡിങ്ങും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അന്നത്തെ കാലഘട്ടം അത് ക്ഷേത്രങ്ങൾക്ക് വേണ്ടി മാത്രമല്ല വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയത്, വിജ്ഞാനം നൽകുന്ന സർവകലാശാലകൾക്ക് വേണ്ടിയിട്ടും നമ്മൾ അത്തരം വലിയ ബിൽഡിങ്സ് ഉണ്ടാക്കിയിരുന്നു. അവിടെ പുസ്തകങ്ങൾ സൂക്ഷിക്കപ്പെട്ടിരുന്നു. വിവിധ ദേശങ്ങളിൽ നിന്ന്, ചൈനയിൽ നിന്ന്, മംഗോളിയയിൽ നിന്ന്, ജപ്പാനിൽ നിന്ന്, കൊറിയയിൽ നിന്ന്, മറ്റ് ദക്ഷിണേഷ്യൻ രാഷ്ട്രങ്ങളിൽ നിന്ന് എല്ലാം വിദ്യാർത്ഥികൾ അവിടെ വന്ന് പഠിച്ചിരുന്നു. ആലോചിച്ച് നോക്കുക, അവിടെയൊക്കെ ഒരു നിലയുള്ള കൂടുതൽ ബിൽഡിങ് കാണാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ കൊറിയയിലൊക്കെ വർഷങ്ങൾ താമസിച്ചിട്ടുണ്ട്. അവിടുത്തെ കൊട്ടാരങ്ങൾക്കൊക്കെ 1 നിലയുള്ളൂ. കൊട്ടാരത്തിൻ്റെ പുറത്തുള്ള ഗോപുരങ്ങൾ ഉണ്ടാക്കുമ്പോൾ മാത്രം 2-3 നിലയുണ്ടാവും. അവരൊക്കെ എത്ര അത്ഭുതത്തോടെയായിരിക്കും ഭാരതത്തിൽ വന്നിട്ട് ഇത്തരം വലിയ ബിൽഡിങ്സ് കണ്ടിട്ടുണ്ടാവുക. ആ എഞ്ചിനീയറിംഗ് അന്ന് അവരും പഠിച്ചിട്ടുണ്ടാവണം. ഇത്തരത്തിൽ ഇന്ന് നമുക്ക് അചിന്ത്യമെന്ന് തോന്നുന്ന പലതും അന്ന് അവർ ചെയ്തിട്ടുണ്ട്. ഇനി ഈ നളന്ദ സർവകലാശാലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വേറൊന്നുകൂടെ ആലോചിക്കണം. അതിൻ്റെ പഴക്കം എന്ന് പറയുന്നത് എത്രയെന്ന് കൃത്യമായിട്ട് കണക്കാക്കിയിട്ടില്ല. എങ്കിലും ബ്രിട്ടീഷ് ലൈബ്രറി കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റിൽ, അവരുടെ വെബ്സൈറ്റിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ബുദ്ധൻ സന്ദർശിച്ച സ്ഥലമാണ് നളന്ദ. ബുദ്ധശിഷ്യനായിട്ടുള്ള ആളുടെ പേര് മറന്നുപോയി. ബുദ്ധൻ്റെ ഒരു പ്രധാന ശിഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ശാരീപുത്രൻ എന്നാണ് പേര്. സരിപുത്ത എന്ന് പാലി വിളിക്കുന്ന ശാരീപുത്രൻ്റെ ആലയമായിരുന്നു അല്ലെങ്കിൽ വിഹാരമായിരുന്നു നളന്ദ എന്നാണ് പരാമർശിക്കുന്നത്. അതായത് നളന്ദ സർവകലാശാലയുടെ സ്ഥാപകൻ എന്ന് വിളിക്കേണ്ടത് ബുദ്ധശിഷ്യനായിട്ടുള്ള ശാരീപുത്രനെയാണ്. അദ്ദേഹം ജീവിച്ചിരുന്നത് 2600 വർഷം മുമ്പ്. ഇനി ഒന്നാലോചിക്കുക, നളന്ദ ഇന്ന് നിലനിന്നിരുന്നെങ്കിൽ ലോകത്തിലെ ഏറ്റവും പഴയ സർവകലാശാലയായിട്ട് നമ്മുടെ മുന്നിൽ നളന്ദ ഉണ്ടായേനെ. ലോകത്തെ ഏറ്റവും പഴയ സർവകലാശാല ഇന്ത്യയിലുണ്ടായിരുന്നേനെ. വെറും 800 വർഷം മുമ്പ് തകർക്കപ്പെട്ടു. 800 വർഷം മുമ്പ് നളന്ദ തകർക്കുമ്പോൾ ഇന്ത്യയിലും അതുപോലെ തന്നെ യൂറോപ്പിലും നിരവധി സർവകലാശാലകൾ ഉണ്ടായിരുന്നു. യൂറോപ്പിലുള്ള പല സർവകലാശാല ഇന്നും നിലനിൽക്കുന്നുണ്ട്. വളരെ പഴയ സർവകലാശാലകളാണ്, പലതും തന്നെയുണ്ട്. 1000 വർഷം പഴക്കമുള്ള പലതുമുണ്ട്. ആ യൂറോപ്യൻ സർവകലാശാലകളെ പോലെ തന്നെ ഇതും ഈ നാട്ടിൽ ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷേ അത് ചില കാരണങ്ങളാൽ, ചില ശക്തികളുടെ ആക്രമണങ്ങൾ, വൈദേശിക ശക്തികളുടെ ആക്രമണങ്ങൾ
ടർക്കിഷ് സുൽത്താൻമാരുടെ ആക്രമണത്തിൽ. അത് തകർന്നുപോയി. തകർന്നില്ലായിരുന്നുവെങ്കിൽ ലോകം മുഴുവൻ പറഞ്ഞേനെ. മാത്തമാറ്റിക്സിന് ഏറ്റവും വലിയ സംഭാവന നൽകിയത് ഭാരതമാണല്ലോ. സീറോ കണ്ടുപിടിച്ചത് ഭാരതമാണ്. അതുപോലെ സർവകലാശാലകൾ കണ്ടെത്തിയത് ഭാരതമാണ് എന്ന് ഈ ലോകം പറയുമായിരുന്നു. ഇനിയൊന്ന് ആലോചിക്കുക, ആ സർവകലാശാല എന്തൊക്കെയാണ് പഠിപ്പിച്ചിരുന്നത്? ബുദ്ധിസ്റ്റുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് പറയാം ബുദ്ധമത തത്വങ്ങൾ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു, സംശയമില്ല, നമ്മളതിനെ എതിർക്കുന്നില്ല. പക്ഷേ അവിടെ പഠിപ്പിച്ചിരുന്നതിൽ മറ്റു പലതുമുണ്ട്. ചികിത്സയുണ്ട്, മെറ്റലർജി ഉണ്ട്, എഞ്ചിനീയറിംഗ് ഉണ്ട്, തുടങ്ങി നിരവധി സാധനങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അതായത് അന്നത്തെ ജീവിതത്തിന് ആവശ്യമുള്ള ശാസ്ത്രീയമായിട്ടുള്ളതെല്ലാം തന്നെ പഠിപ്പിച്ചിരുന്ന ഒരു സ്ഥലമാണ്. ഇങ്ങനെ പറയുമ്പോൾ നമ്മളിനി മെറ്റലർജിയെക്കുറിച്ച് ഒന്നും കൂടി പറയണം. ഇന്ത്യൻ മെറ്റലർജി ലോകം മുഴുവൻ പ്രശസ്തമായിരുന്നത് ഇന്ത്യയുടെ മെറ്റലർജിയാണ്, ലോഹശാസ്ത്രം. കാരണം അതില്ലാണ്ട് ജീവിതം സാധ്യമല്ല. കറിക്കരിയണമെങ്കിൽ, മരം വെട്ടണമെങ്കിൽ, ഒരു കത്തിയോ മഴുവോ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ലോഹങ്ങൾ അയിരിൽ നിന്ന് സംസ്കരിച്ച് ഒരു പ്രത്യേക കൂട്ടുള്ള ലോഹം ഉണ്ടാക്കണം. അതിന് ഉറപ്പ് വേണം. ഇങ്ങനെ ഉറപ്പേറിയ ഒരു ലോഹം കൊണ്ട് വേണം നമുക്ക് ആയുധങ്ങൾ ഉണ്ടാക്കാനായിട്ട്. യുദ്ധങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് ആയുധങ്ങൾ ആവശ്യമായിരുന്നു. ഇത്തരത്തിൽ ഏറ്റവും മികച്ച സ്റ്റീൽ ഉണ്ടാക്കിയിരുന്ന അക്കാലത്ത് ഇന്ത്യയിലാണ്. ആ സ്റ്റീലിൽ യൂറോപ്പിൽ ഏറ്റവും ഫേമസ് ആയിരുന്ന സ്റ്റീലാണ് ഡമാസ്കസ് സ്റ്റീൽ എന്ന് പറയുന്നത്. ഇറാഖിലെ ഡമാസ്കസിൽ നിന്ന് യൂറോപ്പിലേക്ക് പോയിരുന്ന ഉരുക്ക്, ഇതിനാണ് ഡമാസ്കസ് സ്റ്റീൽ എന്ന് പറയുന്നത്. അലക്സാണ്ടർ മധ്യപൂർവേഷ്യൻ രാജ്യങ്ങൾ ആക്രമിച്ചതിൻ്റെ ഒരു പ്രധാന കാരണം ഡമാസ്കസ് സ്റ്റീലിൻ്റെ രഹസ്യം മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു. ഏറ്റവും ഉറപ്പുള്ള തുരുമ്പിക്കാത്ത വാളുകൾ ഉണ്ടാക്കുന്ന ഡമാസ്കസ് സ്റ്റീൽ എന്നതിൻ്റെ ടെക്നോളജി എങ്ങനെയെന്ന് മനസ്സിലാക്കാമെന്ന്. ഡമാസ്കസ് ഒക്കെ കീഴടക്കിയപ്പോഴാണ് ആളിന് മനസ്സിലാവുന്നത് അവിടെ ടെക്നോളജി ഇല്ല, അത് വേറെടുന്നാണ് വരുന്നത്. ഡമാസ്കസ് സ്റ്റീലിനെ കുറിച്ചും അറിഞ്ഞപ്പോഴും അതുപോലെ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ വരുമാനം ഏറ്റവും കൂടുതൽ എവിടെ നിന്നാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഇന്ത്യയെക്കുറിച്ച് അലക്സാണ്ടർ കേൾക്കുന്നത്. കാരണം അന്നത്തെ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ റവന്യൂവിൻ്റെ 2/3 സിന്ധു നാഗരികതയുടെ ഭാഗത്തുനിന്നായിരുന്നു. സിന്ധു മേഖല ഇന്നത്തെ പാകിസ്ഥാനിൽ നിന്നായിരുന്നു, അത് പേർഷ്യയുടെ ഭാഗമായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ സമ്പത്ത് വരുന്നത് വളരെ കിഴക്കുള്ളൊരു പ്രത്യേക മേഖലയിൽ നിന്നാണെന്ന് അലക്സാണ്ടർ മനസ്സിലാക്കി. അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ ടെക്നോളജി അദ്ദേഹം കീഴടക്കിയ ഡമാസ്കസിലല്ല, അത് പുറത്തൊരു നാട്ടിൽ നിന്ന് വരുന്നതാണ്. അങ്ങനെ അദ്ദേഹം ഇന്ത്യ ആക്രമിച്ചു. പക്ഷേ എന്നിട്ട് ഡമാസ്കസ് സ്റ്റീലിൻ്റെ പ്രത്യേകത കണ്ടെത്താൻ അലക്സാണ്ടർക്ക് പറ്റിയില്ല. അതിനെന്താ കാരണം എന്ന് ചോദിച്ചാൽ ഡമാസ്കസിലേക്ക് സ്റ്റീൽ പോരുന്നത് കേരളത്തിൽ നിന്നായിരുന്നു. അദ്ദേഹം കേരളം എന്ന് കേട്ടില്ല, കേരളം ഒരിക്കലും കണ്ടെത്താനും പറ്റിയിട്ടില്ല. ഇന്ത്യൻ രാജാക്കന്മാരെ അതിജീവിച്ച് ദക്ഷിണേന്ത്യയിലേക്ക് വരാൻ ഒരിക്കലും അലക്സാണ്ടർക്ക് പറ്റിയില്ല, ഇടയിൽ വെച്ച് പരാജയപ്പെട്ടു. ഉത്തരേന്ത്യൻ ഗണരാജ്യങ്ങളെ പരാജയപ്പെടുത്താൻ ഒരിക്കലും അലക്സാണ്ടർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് കേരളത്തിൽ നിന്ന് വളരെ അകലെയാണ് നിൽക്കുന്നത്. പക്ഷെ കേരളത്തിൽ നിന്നായിരുന്നു, ദക്ഷിണേന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇരുമ്പുരുക്ക് വിദ്യകൾ സ്വായത്തമായിരുന്ന നാട് ദക്ഷിണേന്ത്യയാണ്. കേരളത്തിലെ പല സ്ഥലനാമങ്ങളും ആ ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ടതാണ്. ഉദാഹരണത്തിന് ഐരൂർ എന്നൊരു സ്ഥലമുണ്ട്, കൊല്ലം ജില്ലയിലാന്ന് തോന്നുന്നു. ഐരൂർ എന്ന് വെച്ചാൽ ഐരിൻ്റെ ഊരുന്ന് തന്നെയാണ് അർത്ഥം. ഇങ്ങനെ ഐര് ചേർത്തിട്ടുള്ള പല സ്ഥലങ്ങളും കേരളത്തിൽ കാണാം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഇരുമ്പുരുക്ക് വിദ്യകളുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏതാനും വർഷങ്ങൾ മുമ്പ് DC ബുക്സ് പ്രസിദ്ധീകരിച്ച കേരള ചരിത്രത്തിലെ നാട്ടുവഴികൾ എന്നുള്ള പുസ്തകത്തിൽ പ്രാചീനമായ കേരളത്തിൻ്റെ ഇരുമ്പ് സംസ്കരണ വിദ്യയെ ഏതാനും ഗവേഷകർ പഠിച്ച് പുനഃസൃഷ്ടിക്കാൻ ശ്രമിച്ചതിൻ്റെ ഒരു പ്രബന്ധം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മലയാളത്തിലുള്ള പ്രബന്ധമാണ്. ആ പ്രബന്ധപ്രകാരം അവർ പണ്ടത്തെ രീതിക്കുള്ള ഒരു ഉലയുണ്ടാക്കുകയും അതിനകത്ത് അയിര് നിക്ഷേപിക്കുകയും അതിൽ നിന്ന് തീർത്തും ശുദ്ധമായ ഇരുമ്പ് 1 കിലോയോളം ലഭിക്കുകയും ചെയ്തു. പക്ഷേ 300 കിലോ അയിരിട്ട് 1 കിലോ കിട്ടിയുള്ളൂ. കാരണം പ്രാചീന രീതിക്കുള്ള എക്സാക്റ്റ് സമ്പ്രദായം സൃഷ്ടിക്കാൻ പറ്റിയില്ല. പക്ഷേ ഈ സമ്പ്രദായം എന്നുവരെ നിലനിന്നിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 1945 വരെ ഈ പ്രാചീന രീതിയിൽ ഇരുമ്പുരുക്കി അയിരിൽ നിന്ന് ഇരുമ്പ് സംസ്കരിക്കുന്ന വിദ്യ കേരളത്തിലുണ്ടായിരുന്നു. അതിൻ്റെ തെളിവ് 2ാം ലോക മഹായുദ്ധമാണ്. 2ാം ലോക മഹായുദ്ധകാലത്ത് ലോകത്തിലെ ലോഹങ്ങൾ മുഴുവൻ യുദ്ധത്തിലേക്ക് ഉപയോഗിച്ചപ്പോൾ ബ്രിട്ടീഷുകാരുടെ കമ്പനികളിലുണ്ടാക്കുന്ന അയിരും അതിൽ നിന്ന് ഉൽപ്പന്നവും തികയാണ്ട് വന്നു. അങ്ങനെ അന്ന് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന മലബാറിൽ ബ്രിട്ടീഷുകാർ പഴയ മൂശാരിമാരെ കൊണ്ട് വീണ്ടും ഈ ഉലകൾ നിർമ്മിപ്പിച്ച് ഇരുമ്പയിര് സംസ്കരിച്ച് ഇരുമ്പുണ്ടാക്കി. എന്നിട്ട് അത് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയി ആയുധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഹിസ്റ്ററിയിൽ നമ്മൾ പഠിക്കേണ്ട ഒന്നാണ് ഇങ്ങനൊന്നും ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇതിൻ്റെ വലിയ കേന്ദ്രങ്ങളായിരുന്നു കേരളത്തിൽ പലയിടത്തും, പ്രത്യേകിച്ച് ഷൊർണൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ. പക്ഷേ നമുക്ക് തൊട്ട് അറിയാൻ പറ്റുന്നില്ല. ഇന്നത്തെ കാലത്ത് നമ്മുടെ മുന്നിൽ അജ്ഞാതമാണ്. DC ബുക്സൊക്കെ അതിൻ്റെ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഈ കാര്യങ്ങൾ അജ്ഞാതമാണ്. അപ്പം ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ ഇതെല്ലാം ശാസ്ത്രീയ ബോധത്തിൽ നിന്നാണ് ഉണ്ടായത്. ഇതിൻ്റെ പുറകിലെല്ലാം ഒരു കഥ പറയുന്നുണ്ടാവും.
പണ്ടത്തെ ഒരു ദൈവം എന്തെങ്കിലും നിന്നോ, അല്ലെങ്കിൽ പരമഗുരുവായ ശിവനിൽ നിന്ന് വിദ്യ കിട്ടിയെന്നോ ഒക്കെ പറഞ്ഞ് നമ്മുടെ ഒരു കഥയിൽ അത് ഉൾക്കൊള്ളിക്കുന്നുണ്ടാവും. അത്തരം കഥകളുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, വിദ്യ പരിപാവനമായിരിക്കണം, വിദ്യ ഒരിക്കലും ദുരുപയോഗം ചെയ്യാൻ പാടില്ല എന്നൊക്കെ കൊണ്ടാണ് നമ്മളിതിനെ ദൈവികമായിട്ടുള്ള കഥകളിലേക്ക് കൂട്ടിക്കിട്ടുന്നത്. അതൊരു തെറ്റൊന്നുമല്ല, അത് ശരി തന്നെയാണ്. കാരണം ഇന്ത്യ എങ്ങനെയാണ് ഇവിടുത്തെ വന്യജീവികളെയും ഇവിടുത്തെ പരിസ്ഥിതിയും സംരക്ഷിച്ചത് നമ്മൾ ഓർക്കുക. നമ്മൾ ഓരോ മൃഗവും ഓരോ പക്ഷിയും ഓരോ ദേവൻ്റെ വാഹനങ്ങളാണെന്ന് സങ്കല്പിച്ച് അതിനെ പരിപാവനമാണ്, ഇതിനെ കൊല്ലരുതെന്നാക്കി. അതോടുകൂടി പ്രകൃതി സംരക്ഷിക്കപ്പെട്ടു. നിങ്ങളൊന്ന് ആലോചിക്കണം, യൂറോപ്യൻസിനെ പോലെ ഇവിടുത്തെ 130 കോടി വരുന്ന ഇന്ത്യക്കാരിൽ ബഹുഭൂരിപക്ഷവും നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവരായിരുന്നെങ്കിൽ ഇന്ത്യയിലെ വന്യജീവി സമ്പത്തിൽ ഒന്നുപോലും ബാക്കിയുണ്ടാവില്ലായിരുന്നു. എല്ലാം വേട്ടയാടി പണ്ട് തീർക്കുമായിരുന്നു. ഓരോന്നിനെ നമ്മൾ പരിപാവനമാക്കി വിശ്വാസത്തിൽ കൂടെ കുറേ വെജിറ്റേറിയനിസം കൊണ്ടുവന്നുകൊണ്ടാണ് ഒരു പരിധിവരെ അതെല്ലാം നിലനിൽക്കുന്നത്. അമിതമായിട്ട് പ്രകൃതിയെ ചൂഷണം ചെയ്യാണ്ടിരുന്നതും വിശ്വാസങ്ങളും കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ്. ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. പണ്ട് കാവും കുളവും പരിരക്ഷിക്കണം എന്ന് പറഞ്ഞ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ടായിരുന്നു. എൻ്റെയൊക്കെ കൊച്ചുനാളിൽ ഞാനത് കണ്ടിട്ടുണ്ട്. യുറീക്ക പുസ്തകത്തിൽ 1980കളിൽ ഞാനിത് വായിച്ചിട്ടുണ്ട്. അവരത് ദൈവികമാണെന്നും പറയുന്നില്ല, പക്ഷേ ശാസ്ത്രീയമാണെന്ന് പറയുന്നുണ്ട്. കാവും കുളവും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എത്രയോ വർഷങ്ങൾ നടത്തിയൊരു ക്യാമ്പയിനാണ്. അതായത് മതത്തെ ശാസ്ത്രീയമായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്തത്, മതവിശ്വാസത്തെ. ജനങ്ങളോട് ശാസ്ത്രം പറഞ്ഞ് എല്ലാവർക്കും പിടികിട്ടിയതുമില്ല. അതുകൊണ്ട് അവരതിനകത്ത് കുറച്ച് മതം ചേർത്ത് അതിനെ അവതരിപ്പിച്ചു. അതോടുകൂടി ജനങ്ങൾ പേടിച്ചിട്ടൊരു കുഴപ്പമുണ്ടാക്കണ്ടായി. ഏറ്റവും നല്ല ഉദാഹരണമാണ് പെരുമ്പാവൂരുള്ള ഇരിങ്ങോൾക്കാവ്. കേരളത്തിലെ ഏറ്റവും വലിയ കാവാണ് ഇരിങ്ങോൾക്കാവ്. ഏതാണ്ട് 60 ഏക്കറോളം വനം. അത് നിലനിൽക്കാൻ കാരണം അവിടെയുള്ള ജനങ്ങളുടെ വിശ്വാസമാണ്. ആ വനത്തിൽ ഒടിഞ്ഞു വീഴുന്നൊരു ചുള്ളിക്കമ്പ് വീട്ടിൽ അടുപ്പ് കത്തിക്കാൻ വേണ്ടി കൊണ്ടുപോയാൽ ആ വീട് കത്തിപ്പോവും, തീ പിടിച്ചു പോകുന്നൊരു വിശ്വാസം ആ ചുറ്റുമുള്ള ആൾക്കാർക്കുണ്ട്. അതുകൊണ്ട് അവിടെ നിന്നുള്ള മരം അല്ല ഒരു ചുള്ളിക്കമ്പ് പോലും ഒരു മനുഷ്യൻ എടുക്കൂല. വിശ്വാസത്തിൻ്റെ പുറത്ത് സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ കാവുകളും കുളങ്ങളും ഇവിടുത്തെ പ്രകൃതിയും വനങ്ങളും ജീവികളും പക്ഷികളും എല്ലാം സംരക്ഷിക്കപ്പെട്ടൊരു വിദ്യ ഉണ്ടായിരുന്നു. അത് മനഃശാസ്ത്രത്തിൻ്റെ ഒരു കളിയാണ്. അതായത് മനുഷ്യ മനഃശാസ്ത്രത്തെ ഇങ്ങനെ ഉപയോഗിക്കാം എന്ന് പണ്ടുള്ളവർക്ക് മനസ്സിലായി, അവരങ്ങനെ ഉപയോഗിച്ചു. പക്ഷേ ഓരോന്നും കണ്ടുപിടിച്ചവർ അങ്ങേയറ്റത്തെ ശാസ്ത്രീയ ബോധത്തിൽ കൂടെ തന്നെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോയത്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇൻവെൻഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. ഉദാഹരണത്തിന് ഇന്ത്യയിലുള്ളത്രയും ശില്പങ്ങൾ, ദാരുശില്പങ്ങളാകട്ടെ ശിലാശില്പങ്ങളാകട്ടെ വേറൊരിടത്തും കാണാൻ സാധ്യതയില്ല. അതിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന ഭാവനകൾ വേറൊരിടത്തും കാണില്ല. എന്തിൻ്റെ ഉൽപ്പന്നമാണ് ഈ ശില്പവിദ്യ എന്ന് ചോദിച്ചാൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന നാടാണ് ഇന്ത്യ. ശില്പികളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം. അവർക്ക് ഇഷ്ടമുള്ള എത്രയോ രീതികളിൽ അവർ ശില്പങ്ങൾ ഉണ്ടാക്കി. അവർ ദേവതാ ശില്പങ്ങൾ മാത്രമല്ല, രതിശില്പങ്ങളും ഉണ്ടാക്കി. സൂചകങ്ങളായിട്ടുള്ള നിരവധി ശില്പങ്ങൾ ഉണ്ടാക്കി. ഈ ശില്പങ്ങളെല്ലാം ഓരോ കാലത്തിലും ഓരോ തരത്തിലുള്ള പ്രത്യേകതകൾ, സിമ്പലുകളുള്ളതാണ്. അതായത് ശില്പവിദ്യ ശരിക്കും പഠിച്ച ഒരാൾക്ക് ഏത് കാലഘട്ടത്തിൽ ഏത് രാജവംശത്തിൻ്റെ കാലത്തെയാണ് ശില്പം എന്ന് പറയാൻ പറ്റും. നമ്മൾ ദൂരെ നോക്കുമ്പോൾ എല്ലാ ശിലകളും ഒരുപോലിരിക്കും. പക്ഷെ അങ്ങനെയല്ല. അതിന് ശില്പവിദ്യ ശരിക്കും അതിനെക്കുറിച്ച് ഗവേഷണം ചെയ്തവർക്ക് പറയാൻ പറ്റും. ഇന്ന ശില്പം കണ്ട അത് ഇന്ന കാലഘട്ടത്തിലാണ്. കാരണം ഓരോ കാലഘട്ടത്തിനും അതിൻ്റേതായിട്ടുള്ള സൈൻ അതിലുണ്ട്. അതിൽ ഒരു മുദ്രയുണ്ട്, കാലത്തിൻ്റെ മുദ്രയുണ്ട് വളരെ കൃത്യമായിട്ട്. പക്ഷെ ഇതെങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ ശില്പികൾക്ക് കൊടുത്ത സ്വാതന്ത്ര്യത്തിൽ നിന്നാണ്. അവർക്ക് ധാരാളം സ്വാതന്ത്ര്യങ്ങൾ കൊടുത്തു. അതിലെന്തൊക്കെയുണ്ട്? അവർക്ക് അതിനകത്ത് എന്തൊക്കെ അവർക്ക് ഇഷ്ടമുള്ള പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാമോ അതിനുള്ള ഗവേഷണ സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെയാണ് പല പല പച്ചമരുന്ന് കൂട്ടുകൾ ഉപയോഗിച്ചിട്ട് ലോഹശില്പങ്ങൾ ഉണ്ടാക്കാമെന്നും ലോഹ സംസ്കരണം ചെയ്തെടുക്കാമെന്നും ശിലാശില്പങ്ങളെപ്പോലും കൊത്തിയെടുക്കാൻ പാകത്തിന് ചില ഇടങ്ങളിൽ മൃദുവാക്കാൻ പാകത്തിലുള്ള ചില മരുന്നുകൂട്ടുകൾ ഉപയോഗിക്കാമെന്നും ഉണ്ടാക്കിയ ശില്പങ്ങൾക്ക് മിഴിവ് വർദ്ധിപ്പിക്കാനായിട്ട് എള്ളു ഉപയോഗിച്ചിട്ടുള്ള ചില എണ്ണക്കൂട്ടുകൾ ഉണ്ടാക്കി അതിൽ തേച്ചു കൊടുക്കാമെന്നും അങ്ങനെ ശില്പങ്ങളുടെ മിഴിവ് കാലങ്ങളും നിലനിൽക്കുന്നു. ഇതെല്ലാം ഇവർ സ്വയം ചെയ്തെടുത്തതാണ്. അല്ലാതെ ഭരിക്കുന്ന രാജാവ് നീ ഇന്ന പോലെ ചെയ്തതാവും എന്ന് പറയല്ല. സാധാരണക്കാരൻ, ഒരു ക്രാഫ്റ്റ് മാൻ, ഒരു ആശാരി, ഒരു കലാകാരൻ, ഇവരൊന്നും സമൂഹത്തിൻ്റെ വരേണ്യവർഗത്തിൽപ്പെടുന്ന ആൾക്കാരായിരിക്കില്ല. അവർ സമൂഹത്തിൻ്റെ പുറം അതിരുകളിൽ ജീവിച്ചായിരിക്കും. പക്ഷെ അവർക്ക് കിട്ടിയ സ്വാതന്ത്ര്യം വലുതായിരുന്നു. ആ സ്വാതന്ത്ര്യം കൊണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ആദരിക്കപ്പെട്ട ആൾക്കാരായിട്ട് അവർ മാറി. അതുകൊണ്ട് ശില്പി സമൂഹത്തെ മൊത്തത്തിൽ അവരുടെ കുലപ്പേരായിട്ട് പറയുക ആചാര്യ എന്നാണ്. നമുക്കറിയാം ആചാര്യ എന്ന് വെച്ചാൽ ആചാര്യനാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ സർണയം ഉള്ളവർക്കാണ്, ആശാരിമാർക്കാണ്, മൂശാരിമാർക്കാണ്, തട്ടാന്മാർക്കാണ്, കൊല്ലന്മാർക്കാണ്. ഇവർക്കാണ് ആചാര്യ. ഈ ലോകത്ത് ശരിക്കും ഇന്ത്യയിൽ ആ ഒരു സർണയമുള്ള ഒറ്റ കൂട്ടരേ ഉള്ളൂ. അത് ശില്പി സമൂഹമാണ്, വേറെ ആർക്കുമല്ല. അപ്പം സവർണരിൽ സവർണരായിട്ട് കണക്കാക്കേണ്ട ഒരു സർണയം അവർക്കുള്ളത് ആചാര്യൻ. നമ്മൾ വേറെ ആരും ആചാര്യൻ എന്ന് വിളിക്കുന്നില്ല, ഒരു ജാതിപ്പേരായിട്ട്.
ആചാര്യനുണ്ടെങ്കിൽ ഒറ്റ കൂട്ടർക്ക് മാത്രമേ ഉള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അന്നത്തെ ശില്പി സമൂഹത്തെ നമ്മൾ ഏറ്റവും അധികം ആദരിച്ചിരുന്നു, അവരെ ആചാര്യന്മാരായിട്ട് കണ്ടിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഇത് ശരിക്കും ഇതുപോലെ തന്നെ വേറൊരു കൂട്ടർ, നമ്മൾ മുടി വെട്ടുന്നവർക്ക് മലയാളത്തിൽ പേരുണ്ട്, അമ്പട്ടൻ എന്ന് പറയും. മോഹൻലാലിൻ്റെ സിനിമ കാരണം അല്പം പരിഹാസ്യമായിട്ട് മാറിയൊരു പേരാണ്. പക്ഷെ സംസ്കൃതത്തിൽ അംബിഷു എന്ന ഇത് പദത്തിൽ നിന്നാണ് അമ്പട്ടൻ ഉണ്ടായത്. അംബിഷു എന്ന് വെച്ചാൽ വൈദ്യനാണ്. എങ്ങനത്തെ വൈദ്യൻ? ശസ്ത്രക്രിയയ്ക്ക് അധികാരം ഉണ്ടായിരുന്ന വൈദ്യൻ. ശസ്ത്രക്രിയ എന്നവരെ അങ്ങനെ വിളിച്ചിരുന്നത്, മൂസതുമാരും അംബിഷുമാരും. ഇതിൽ അംബിഷുവാണ് അമ്പട്ടനായത്. അതായത് ഇന്ന് മുടി വെട്ടിയിരുന്നവരുടെ മുൻകാല തലമുറകൾ വൈദ്യവൃത്തി ചെയ്തിരുന്നു, അവർ ഓപ്പറേഷൻ ചെയ്തിരുന്നു. ഇതതിൻ്റെ മീനിങ്. മൂസതുമാർക്ക് പലപ്പോഴും ആഢ്യത്വം കുറവെന്ന് പറയും. എന്തുകൊണ്ട്? ശസ്ത്രക്രിയ ചെയ്യുന്നവനായതിനാൽ ആഢ്യത്വം കുറവെന്നാണ് പ്രാചീനമായിട്ടുള്ള സംസ്കാരത്തിൽ പറയുന്നത്. അപ്പോൾ പറയേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ശസ്ത്രക്രിയ ഇതുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രേഖപ്പെടുത്തിയതനുസരിച്ച് 19-ാം നൂറ്റാണ്ട് വരെ ഇന്ത്യയിൽ സർജറി പ്രാക്ടീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം ശാസ്ത്രീയ സമീപനത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ്. എനിക്കിതിൽ ഒന്ന് രണ്ട് സംശയങ്ങൾ സാറ് തന്നെ മുമ്പ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ അറബിക് മെഡിസിൻസും കേരളവുമായിട്ടുണ്ടായിരുന്ന ബന്ധങ്ങളെക്കുറിച്ച് സാറ് മുൻപ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. മറ്റൊരു ചോദ്യം, ഇപ്പോൾ നമ്മൾ വാസ്തു കലയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ നമുക്ക് എല്ലോറയിൽ കൈലാസ ടെമ്പിൾ മുകളിൽ നിന്ന് താഴേക്ക് കാർവ് ചെയ്തിരിക്കുന്ന ഒരു പ്രക്രിയയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇന്നും ആ കാലത്ത് ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി എന്താണെന്ന് കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രാചീനകാല ഭാരതത്തിൽ നിലനിന്നിരുന്നു. അപ്പോൾ സാറിന് ഇതിനോടൊക്കെയുള്ള കാഴ്ചപ്പാട് എന്താണ്? സാറ് മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ നമ്മുടെ അറബിക് മെഡിസിൻസും കേരളവുമായിട്ടുണ്ടായിരുന്ന ബന്ധവും, അതുപോലെ തന്നെ ഹോസ്റ്റസ് മലബാറിക്കസ് എങ്ങനെ ഉണ്ടായി എന്നും ഒന്ന് വിശദീകരിക്കാമോ? അറബിക് മെഡിസിനും കേരളം തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും ഉത്തമമായ റെഫറൻസാണ് 1678 ഡച്ചുകാർ ഹോളണ്ടിൽ പ്രസിദ്ധീകരിച്ച കേരളത്തിലെ സസ്യങ്ങളെക്കുറിച്ചുള്ള പുസ്തകമായ ഹോർത്തൂസ് മലബാറിക്കസ്. അതുണ്ടായതിന് പുറകിലൊരു പശ്ചാത്തലമുണ്ട്, ഒരു കഥയുണ്ട്. ആ കഥ വിശദീകരിച്ചിരിക്കുന്നത് തിരുവനന്തപുരംകാരനായിട്ടുള്ള മലയൻകീഴ് രാധാകൃഷ്ണൻ മാതൃഭൂമിയിൽ എഴുതിയിട്ടുള്ള ലേഖനത്തിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. അതിന് പ്രകാരം ഡച്ച് ഗവർണറായിരുന്ന വാൻ റീഡ് ഡച്ചുകാർ അനുഭവിച്ച ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടിയാണ് ഹോർത്തൂസ് മലബാറിക്കസ് നിർമ്മിക്കുന്നത്. അതായത് ഒരു ട്രോപ്പിക്കൽ രാജ്യമായ ഇന്ത്യയിൽ ഡച്ചുകാർ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ധാരാളം ഇൻഫെക്ഷൻസിനെ നേരിടേണ്ടി വന്നു, പലവിധ രോഗപീഠകൾ. ഇതിലുള്ള മരുന്നുകൾ ഹോളണ്ടിൽ നിന്ന് എത്തിക്കണം എന്ന് വെച്ചാൽ എളുപ്പമല്ല. ഇവിടുന്ന് കപ്പൽ അവിടെ ചെന്ന് വിവരങ്ങൾ പറഞ്ഞ് മരുന്നൊക്കെ മേടിച്ച് ഇവിടെ എത്തുമ്പോഴത്തേക്കും 6 മാസം 1 കൊല്ലം എടുക്കും. അതുകൊണ്ട് ആൾട്ടർനേറ്റീവായിട്ട് എന്തെങ്കിലും മെഡിസിൻ കേരളത്തിൽ ലഭ്യമാണോ എന്നാണ് അന്നത്തെ ഡച്ചുകാർ ചിന്തിച്ചത്. ഇതിനുവേണ്ടി ഡച്ച് ഗവർണർ വാൻ റീഡ് ഒരു കമ്മീഷൻ ഉണ്ടാക്കി. ഈ കമ്മിറ്റി അന്വേഷിച്ചപ്പോൾ മനസ്സിലാവുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, യൂറോപ്പിൽ കിട്ടിയിരുന്ന അതേ മെഡിസിൻസ് തന്നെയാണ് കേരളത്തിലുള്ളത്, പച്ചമരുന്നുകൾ. കാരണം അന്നത്തെ അലോപ്പതി എന്ന് പറയുന്നത് അന്നത്തെ യൂറോപ്യൻ മെഡിസിൻ രൂപത്തിൽ നമ്മളിന്ന് പോലും കാണുന്ന ടാബ്ലറ്റുകൾ കമ്പനി ഉണ്ടാക്കുന്നതല്ല, പച്ചമരുന്നുകൾ തന്നെ അവർ ഉപയോഗിച്ചിരുന്നത്. ഈ പച്ചമരുന്നുകൾ അവർക്ക് സപ്ലൈ ചെയ്യുന്നത് അറബികളാണ്. അതായത് യൂറോപ്പിൽ വളരുന്ന മരുന്നുകളല്ല അതൊന്നും, അതെല്ലാം അറബികൾ കൊടുക്കുമായിരുന്നു. ഇതുകൊണ്ട് അറബിക് മെഡിസിൻസ് എന്നുള്ള പേരിലാണ് ഈ മരുന്നുകൾ യൂറോപ്പിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷേ കേരളത്തിലെ മരുന്നുകൾ പരിശോധിച്ചപ്പോഴാണ് ഡച്ചുകാർക്ക് കാര്യം പിടികിട്ടുന്നത്, അറബികൾ പറ്റിക്കുമായിരുന്നു. കേരളത്തിൽ നിന്നുള്ള പച്ചമരുന്നുകളെ അറബിയിൽ കൊണ്ടുപോയി അവിടുന്ന് യൂറോപ്പിൽ ഇരട്ടി വിലയ്ക്ക് വിറ്റ് അറബിക് മെഡിസിൻ എന്നുള്ള പേരിൽ അവർ ധനം സമ്പാദിക്കുമായിരുന്നു. അതോടുകൂടി എന്തൊക്കെയാണ് കേരളത്തിലെ പച്ചമരുന്നുകൾ എന്നറിയാൻ വേണ്ടിയിട്ട് വാൻ റീഡ് ഇവിടെ ഒരു അന്വേഷണം നടത്തി. ആ സസ്യങ്ങളെ മുഴുവൻ അന്നത്തെ വിജ്ഞാനീയമനുസരിച്ച് ശാസ്ത്രീയമായിട്ട് ഓരോന്നിനെയും പഠിച്ച് ഒരു പുസ്തകമാക്കി. അതായത് ആ ചെടികളുടെയും അതിൽ നിന്നുണ്ടാക്കുന്നതായിട്ടുള്ള മരുന്നുകളുടെ വിവരണങ്ങളും ചെടികളുടെ അതിൻ്റെ പൂവിൻ്റെയും കായിൻ്റെ എല്ലാം ചിത്രവും വരച്ച് ഒരു പുസ്തകം. ഏതാണ്ട് 800ഓളം അതോ 800-ലധികമോ മറ്റോ പച്ചമരുന്നുകൾ അദ്ദേഹം ലിസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് ഹോർത്തൂസ് മലബാറിക്കസ് ജനിക്കുന്നത് തന്നെ. അപ്പം അറേബ്യൻ മെഡിസിൻസ് എന്ന് പറഞ്ഞ് യൂറോപ്പിൽ കിട്ടിയിരുന്നത് വാസ്തവത്തിൽ ഇന്ത്യൻ മെഡിസിൻസ് ആയിരുന്നു. കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ കേരളീയമായിട്ടുള്ള ആയുർവേദത്തിൽ ഉപയോഗിച്ചിരുന്നത്. ഇനി മറ്റൊരു ഉദാഹരണം പറയാം. നമ്മൾ എഴുതുന്ന 1, 2, 3 എന്ന് ഇംഗ്ലീഷിൽ എഴുതുന്നത്, ഇംഗ്ലീഷിലല്ല അക്കത്തിൽ എഴുതുന്നത്,
ഇതിനെ അറബിക് ന്യൂമറൽസ് അറിയണത്. പക്ഷെ അതിന് ഇൻഡോ അറബിക് ന്യൂമറൽസ് ഒരു പേരുണ്ട്. ഈ മരുന്നുകൾ പോയ പോലെ തന്നെ നമ്മുടെ നാടായ കേരളത്തിൽ നിന്ന് കച്ചവടക്കാരായ അറബികൾ വഴി അറേബ്യയിലെത്തിയിട്ട് അറേബ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് പോയതാണ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ മാത്തമാറ്റിക്സും ആയുർവേദവും യൂറോപ്പിൽ ചെന്നതിൻ്റെ കഥ. പക്ഷെ അവരറിഞ്ഞില്ല അത് ഇന്ത്യയിൽ നിന്നാണെന്നുള്ളത്. ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇതിൻ്റെ കൂട്ടത്തിൽ മറ്റൊന്ന് പറയാനുണ്ട്. ആദ്യം ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം കൂടെ ആയിട്ട് വേണം അത് പറയാനായിട്ട്. ഞാനൊരു ഗവേഷകനാണ്. ശാസ്ത്രീയമായ രീതിയിൽ ഇന്നത്തെ ഗവേഷണ ചിട്ടകളനുസരിച്ച് ഗവേഷണം ചെയ്തു. അതായത് എംപിരിക്കലായിട്ടുള്ളത്, അനുഭവജ്ഞാനത്തിനെ അടിസ്ഥാനമാക്കിയുള്ള ഗവേഷണം. ഈ അനുഭവജ്ഞാനത്തിനെ അടിസ്ഥാനമാക്കി ഗവേഷണം ചെയ്യണം എന്ന സങ്കല്പം യൂറോപ്പിൽ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് റോജർ ബേക്കൺ എന്നൊരു സായിപ്പാണ്. അദ്ദേഹം 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വൈജ്ഞാനികനായിരുന്നു. റോജർ ബേക്കൺ അക്കാലത്ത് നിർമ്മിച്ച സങ്കല്പം അദ്ദേഹത്തിന് കിട്ടിയത് വാസ്തവത്തിൽ അറബികളിൽ നിന്നാണ്. 2 സൂഫി പുസ്തകങ്ങളിൽ നിന്നാണ്. അൽ ഹാസനൊക്കെ എഴുതിയ സൂഫി പുസ്തകങ്ങൾ. സൂഫി പുസ്തകങ്ങളിൽ നിന്നാണ് പരീക്ഷിച്ചറിയുക എന്നുള്ള വിദ്യ അദ്ദേഹം മനസ്സിലാക്കുന്നത്. അതായത് 2 തരം സങ്കല്പമുണ്ട്. പരീക്ഷിക്കാണ്ട് വിശ്വസിക്കുക എന്നൊരു സങ്കല്പം, പരീക്ഷിച്ച് മാത്രം വിശ്വസിക്കുക എന്നുള്ള വേറെ സങ്കല്പം. അപ്പോൾ പരീക്ഷിച്ച് തന്നെ വേണം അറിയാൻ എന്നുള്ളത് സൂഫികളുടെ കയ്യിൽ നിന്നാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. ഈ സൂഫികളുടെ ഈ വിദ്യ എന്ന് പറയുന്നത് 3 ദേശങ്ങളുടെ വിജ്ഞാന സംഗമമാണ്. സൂഫിസം എന്ന് പറഞ്ഞാൽ അറേബ്യ, ഗ്രീസ് ആൻഡ് ഇന്ത്യ, 3 നാടുകളിൽ നിന്നുള്ള വിജ്ഞാനങ്ങൾ സംഗമിച്ചാണ് സൂഫി തത്വശാസ്ത്രങ്ങൾ ഉണ്ടാകുന്നത്. അക്കാലത്ത് ഈ സൂഫികൾ ആരാണെന്ന് ചോദിച്ചാൽ മുസ്ലിങ്ങളിലെ താന്ത്രിക സമൂഹമാണ് സൂഫികൾ. തന്ത്രാന്ന് വെച്ചാൽ ടെക്നോളജി എന്നാണ്. അതായത് ടെക്നോളജിയെ പരിപോഷിപ്പിക്കുന്നൊരു സമൂഹം ഉണ്ടായിരുന്നു. ബേസിക്കലി അത് മനസ്സിൻ്റെ ടെക്നോളജി എന്നാണ് പറയുക, സാങ്കേതികത. അന്നത്തെ കാലത്ത് സൂഫികൾ ചെയ്തിരുന്നതായിട്ട് പറയുന്ന ഒരു പ്രധാന കാര്യം, അവർ സാധാരണ വസ്തുക്കളിൽ നിന്ന് സ്വർണ്ണം ഉണ്ടാക്കരുന്നതായിരുന്നു പറയും. അവർ ഇതിൻ്റെ സ്വർണ്ണ നിർമ്മാണ വിദ്യയെ ആൽക്കമി എന്നറിയപ്പെട്ടു. ഈ ആൽക്കമി പരിണമിച്ചാണ് കെമിസ്ട്രി ആയിട്ട് മാറിയത്. അതായത് അവർ നിരവധി കെമിക്കലുകൾ വെച്ച് നിരവധി പരീക്ഷണങ്ങൾ നടത്തുന്ന ആൾക്കാരായിരുന്നു. ഇതേ സമ്പ്രദായം ഇന്ത്യയിലുണ്ടായിരുന്നു, ഇന്ത്യൻ താന്ത്രിക്സ്. അത്തരം താന്ത്രിക സമ്പ്രദായത്തിൽ നിന്നാണ് ഇന്ത്യയിൽ ലോഹ സംസ്കരണ വിദ്യകളുണ്ടായത്. ഇതേ സമ്പ്രദായം ബുദ്ധമതത്തിലുണ്ട്. ധ്യാനബുദ്ധം എന്നറിയപ്പെടുന്ന സെൻ അതിൻ്റെയാണ്. ഇതേ സമ്പ്രദായം ജൂതമതത്തിലുണ്ട്. അതിനെ ഹസിഡ് എന്നാണ് വിളിക്കുക. അങ്ങനെ ഓരോ മേഖലയിലും ലോകത്തിൻ്റെ ഓരോ ഭാഗത്തും അതിപ്രാചീനമായിട്ട് ശാസ്ത്രീയമായിട്ട് കാര്യങ്ങളെ സമീപിക്കണം. അതിൽ ദൈവത്തെക്കുറിച്ച് അവർ ചിന്തിച്ചെന്ന് വരും, ഇല്ല എന്ന് വരും. പക്ഷേ ശാസ്ത്രീയമായിട്ട് വിദ്യകൾ അവതരിപ്പിക്കപ്പെടണം എന്ന ആഗ്രഹമുള്ള ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു. അപ്പം യൂറോപ്പിലേക്ക് അനുഭവജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠനം നടത്തണമെന്നും അങ്ങനെ ആണ് വിദ്യകൾ ആവിഷ്കരിക്കപ്പെടണമെന്നുള്ള ചിന്ത വരുന്നത് സൂഫികളിൽ നിന്നും. സൂഫികൾ എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ വിജ്ഞാനിയും കൂടെ ഷെയർ ചെയ്യപ്പെട്ട ആൾക്കാരുമാണ്. നളന്ദ സർവകലാശാലയൊക്കെ ശരിക്കു പറഞ്ഞാൽ എന്താണോ റോജർ ബേക്കൺ മനസ്സിലാക്കിയത് അത് പ്രവർത്തിച്ചിരുന്ന ഇടങ്ങളാണ്. അതായത് ഇന്നുണ്ടായിരുന്ന ശാസ്ത്രീയ സമീപനമായിരുന്നു അന്നത്തെ ചില ആൾക്കാരിലും ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് യൂറോപ്പിന് മനസ്സിലായത് ഏറ്റവും അവസാനമാണ്. വാസ്തവത്തിൽ ഇന്ത്യക്കാർ അറബികളും മനസ്സിലാക്കിയതിനും അവസാനമാണ് യൂറോപ്പിന് മനസ്സിലായത്. പക്ഷേ യൂറോപ്പ് ഇതിനെ നല്ല രീതിയിൽ ഉപയോഗിച്ചു. റോജർ ബേക്കൺ ആയിരുന്നു ചൈനയിൽ നിന്നുള്ള വെടിമരുന്നിൻ്റെ കൂട്ട് യൂറോപ്പിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. അദ്ദേഹം വളരെ വിജ്ഞാനിയായിട്ടൊരു മനുഷ്യനായിരുന്നു. അത് യൂറോപ്യൻസ് നന്നായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് അവർക്ക് സാമ്രാജ്യങ്ങൾ പുറത്തുണ്ടാക്കാൻ പറ്റിയത്. അതേസമയം ഇന്ത്യ അറേബ്യ അതിനെ ആ രീതി ഉപയോഗിച്ചില്ല. ഒരു വിനാശങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ പല വിദ്യ ഉപയോഗിച്ചില്ല, സംരക്ഷിക്കുന്ന രീതിയിലാണ് ഉപയോഗിച്ചത്. പക്ഷേ യൂറോപ്യൻസ് ഏറ്റവും അവസാനം അവർക്ക് കിട്ടിയെങ്കിലും അവരതിനെ ലോകം കീഴടക്കാൻ വേണ്ടിയാണ് ഉപയോഗിച്ചത് അക്കാലത്ത്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ശാസ്ത്രത്തെ ദുരുപയോഗം ചെയ്യാത്തൊരു സമൂഹമായിരുന്നു ഇന്ത്യക്കാർ, മാത്രമല്ല അറബികളും അതുപോലെ തന്നെയായിരുന്നു. പക്ഷേ ഇന്ത്യയിൽ നിന്ന് ഇത്തരം സാധനങ്ങൾ ലോകം മൊത്തം പ്രചരിച്ചിട്ടുണ്ട്. കാരണം നളന്ദ ഉണ്ടായിരുന്ന കാലത്ത് ഒരു നളന്ദ മാത്രമല്ല, അന്നത്തെ കാലത്ത് വിക്രമശില തുടങ്ങിയിട്ടുള്ള നിരവധി സർവകലാശാലകൾ വേറെ ഉണ്ടായിരുന്നു. ഇവയെല്ലാം കേരളത്തിലടക്കം ഉണ്ടായിരുന്നു. പറയാതെ വയ്യ. നമ്മളിരിക്കുന്ന ഈ തിരുവനന്തപുരം എന്ന് പറയുന്നത് പഴയ കാന്തളൂർ ശാല അതിൻ്റെ ഇടമാണല്ലോ. ഇവിടെയൊക്കെ മഹാവിജ്ഞാനങ്ങൾ പഠിക്കപ്പെട്ട ഇടമുണ്ടായിരുന്നു. ചോളന്മാരുടെ ആക്രമണത്തിലാണ് ആ വിദ്യാകേന്ദ്രം തകർന്നു പോയതെന്ന് പറയുന്നുണ്ട്. ഇതുപോലെ പല ശാലകളും കേരളത്തിലുണ്ടായിരുന്നു, വിജ്ഞാനങ്ങൾ പഠിപ്പിച്ചിരുന്നത്. ഏതോ ഒരു കാലഘട്ടത്തിൽ റോയൽ പേട്രണേജ് ഒക്കെ ഇല്ലാണ്ടാവുകയും അതൊക്കെ പഠിപ്പിച്ചിരുന്ന ആചാര്യന്മാരെ നഷ്ടപ്പെടുകയും ചെയ്ത ഒരു കാലഘട്ടമാണ് ശരിക്കും പറഞ്ഞാൽ ഇത്തരം വിദ്യകൾ പലതും ഇല്ലാണ്ടായിപ്പോയത്. എങ്കിലും ആയുർവേദവും ലോഹ സംസ്കരണ വിദ്യകളും ആയുർവേദത്തിലുള്ള സർജറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കൊരു 19-20 നൂറ്റാണ്ട് വരെ കഷ്ടി സർവൈവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മറ്റു പലതും പോയി, നമുക്ക് അറിയില്ല ഏതൊക്കെയാണ് ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷേ ഒത്തിരി കാര്യങ്ങൾ തലമുറകളിൽ കൂടി ഒരു കുടുംബം
അതേ കുടുംബത്തെ ആൾക്കാരെ ശിഷ്യന്മാരാക്കി പഠിപ്പിച്ച് പലതും നിലനിന്ന് പോന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു പ്രാചീനകാല ഭാരതത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു, ഒരു മിഡീവൽ കാലഘട്ടത്തെക്കുറിച്ചും നമ്മൾ സംസാരിച്ചു. ഒരു ഗവേഷകൻ എന്ന നിലയിൽ ആധുനിക കാലഘട്ടത്തിൽ ഭാരതത്തിൻ്റെ ഗവേഷണങ്ങളെ, അതിപ്പോൾ മെഡിക്കൽ ഫീൽഡിലാണെങ്കിലും അതല്ല ടെക്നോളജി ഫീൽഡിലാണെങ്കിലും താങ്കൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്, ഒരു ആധുനിക കാലഘട്ടത്തിലെ ഗവേഷണങ്ങളെ? അതീവ തീവ്രമായ പാരമ്പര്യത്തിൽ നിന്ന് ഏറ്റവും ആധുനികതയിലേക്ക് യാതൊരു പ്രശ്നവും കൂടാതെ ചുവടുവെച്ച സംസ്കാരമുള്ള രാജ്യമാണ് ഇന്ത്യ. അതിൻ്റെ ഉദാഹരണമാണ് ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക മുന്നേറ്റം. പ്രാചീനമായിട്ടുള്ള ശാസ്ത്രവിദ്യകൾ ഇന്ത്യക്ക് ഒരു കാലഘട്ടത്തിൽ നിന്നുപോയോ നഷ്ടപ്പെടുകയോ ചെയ്തു. പക്ഷേ 1600-കളിൽ ഡച്ചുകാർ ആദ്യത്തെ യൂറോപ്യൻ ആതുരാലയം കേരളത്തിൽ സ്ഥാപിച്ചു. കൊച്ചിക്കടുത്ത് എവിടെയാണ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കേരളത്തിൻ്റെ ആധുനിക വൈദ്യത്തിലേക്കുള്ള ചുവടുവെപ്പ് എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലാണ്, രാജഭരണ കാലഘട്ടത്തിലാണ്. ഡച്ചുകാർ സ്കൂൾ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നീട് ഇംഗ്ലീഷുകാർ വന്നു. അവർ കൊണ്ടുവന്ന വിദ്യകളെയോ വൈദ്യശാസ്ത്രത്തെയോ അംഗീകരിക്കാൻ നമുക്ക് മടിയുണ്ടായില്ല. സ്വാംശീകരണമായിരുന്നു നമ്മുടെ മുഖമുദ്ര. നമ്മുടെ കയ്യിൽ നല്ലതുണ്ടായിരുന്നപ്പോൾ നമ്മൾ അത് ലോകവുമായിട്ട് ഷെയർ ചെയ്തു. നമുക്ക് നല്ലത് പുറത്തുണ്ടെന്ന് കണ്ടപ്പോൾ നമ്മളതിനെ സ്വീകരിക്കുകയും ചെയ്തു. നമ്മളതിനെ തള്ളിപ്പറഞ്ഞില്ല. അങ്ങനെ യൂറോപ്പിലും പിന്നീട് അമേരിക്കയിലും വളർന്നു വന്ന ശാസ്ത്ര സാങ്കേതിക സമ്പ്രദായങ്ങളെ യൂറോപ്യൻ വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയാണ് ചെയ്തത്. നമ്മളതിനെ റിജക്റ്റ് ചെയ്തില്ല, ഒരിക്കലും തള്ളിക്കളഞ്ഞിട്ടില്ല. ഇതൊരു പരിധിവരെ ആൾക്കാർക്കൊരു ചോദ്യം ഉണ്ടാവും, നമ്മൾ യൂറോപ്യൻ അധിനിവേശത്തിന് കീഴിലായിരുന്നു കൊണ്ടല്ലേ സംഭവിച്ചതെന്ന്. അല്ല എന്ന് കാണിക്കാൻ മറ്റൊരു ഏഷ്യൻ രാജ്യം നമ്മുടെ മുന്നിലുണ്ട്, അത് ജപ്പാനാണ്. 1945 വരെ ലോകത്തൊരു ശക്തിക്കും കീഴടക്കാൻ പറ്റാതിരുന്ന രാജ്യമാണ് ജപ്പാൻ. 1945-ൽ അമേരിക്ക ആറ്റം ബോംബ് ഇട്ടുകൊണ്ട് മാത്രം ഒരു യുദ്ധം നിർത്താൻ വേണ്ടി അവർ കീഴടങ്ങി. അവരാരുടെ മുന്നേ അന്നേരം തലകുനിച്ചിട്ടില്ല, ഒരു ആറ്റം ബോംബ് ഇട്ടുകൊണ്ട് മാത്രമാണ്. പക്ഷേ ജപ്പാൻ ആ സമയത്ത് തന്നെ ടെക്നോളജിയിൽ വളരെയധികം മുന്നേറിയിരുന്നു. 1850-കളിൽ ജപ്പാനിൽ മെയ്ജി ചക്രവർത്തി കൊണ്ടുവന്ന മെയ്ജി റിസ്റ്റോറേഷൻ ആണ് ജപ്പാൻ്റെ ശാസ്ത്ര സാങ്കേതിക മുന്നേറ്റത്തിൻ്റെ അടിത്തറ. ഓർക്കണം, ഏത് കാലഘട്ടത്തിൽ? 1850-കളിൽ. ഇതേ 1850-കളിലാണ് ഇന്ത്യയിൽ ഒരു പക്ഷേ ആദ്യത്തെ പബ്ലിക് ലൈബ്രറി സ്ഥാപിക്കപ്പെട്ടത്. സ്ഥലം തിരുവനന്തപുരം. സ്ഥാപിച്ച ആൾ സ്വാതി തിരുനാൾ തമ്പുരാൻ. നമ്മൾ മറക്കാൻ പാടില്ല. അപ്പം ഇന്ത്യയും ജപ്പാനും ആ കാലഘട്ടത്തിലെ രാജാക്കന്മാർ ചിന്തിച്ചത് ഒരേപോലെയല്ലേ? രാജഭരണകാലത്ത് തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാമുകളിലൊന്നും ഇന്ത്യ സ്ഥാപിക്കപ്പെട്ടത്, മൈസൂറിൽ. വിശ്വേശ്വരയ്യ അദ്ദേഹം ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളാണ്. അപ്പോൾ ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ കീഴിലിരുന്നായിട്ടായാലും അല്ലെങ്കിലും ഏഷ്യൻ രാജ്യങ്ങൾ പാശ്ചാത്യമായ വിജ്ഞാനിയെ സ്വീകരിക്കാൻ മടി കാണിച്ചിട്ടില്ല. അത് ഈ നാടിൻ്റെ സംസ്കാരമാണ്. നല്ല വിദ്യയുണ്ട്, നമ്മൾ സ്വീകരിക്കും എന്നുള്ളതാണ്. ഇത് വളരെ തുറന്ന ശാസ്ത്രീയമായ ഒരു മനസ്സിൻ്റെ പ്രതീകമാണ്. ഇങ്ങനെയാണ് ചിന്തിക്കുന്നുള്ളത്, ഇങ്ങനെ സ്വീകരിക്കുന്നുള്ളത്. നമ്മളങ്ങനെ സ്വീകരിച്ചു. അതിൻ്റെ ഫലം ഒന്നുണ്ടായി. ശാസ്ത്രത്തെ ഉൾക്കൊള്ളാൻ നമ്മൾ ഒട്ടും പുറകിലല്ല എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് പിന്നെ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണല്ലോ CV രാമന് നോബൽ പ്രൈസ് കിട്ടിയത്. നോബൽ പ്രൈസ് കിട്ടിയവരെക്കാളും മഹാന്മാരായിട്ട് കേരളത്തിൽ പോലും 3 മലയാളികളെങ്കിലും നോബൽ പ്രൈസ് കിട്ടാണ്ട് പോയ ആൾക്കാരുണ്ട്. ഒന്ന്, 2 തവണ നോബൽ പ്രൈസിന് നോമിനേറ്റ് ചെയ്യപ്പെട്ടും കിട്ടാണ്ട് പോയ ഡോക്ടർ ECG സുദർശനൻ, എണ്ണയ്ക്കൽ ചാണ്ടി ജോർജ് സുദർശൻ എന്ന് പറയുന്ന കോട്ടയംകാരൻ. 2, ബയോഫിസിക്സിൽ ലോകത്തിലെ ഏറ്റവും മഹാന്മാരായ ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായ ഡോക്ടർ GN രാമേന്ദ്രൻ, കൊച്ചി സ്വദേശിയാണ്. 3, അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിച്ചിരുന്ന ചേർത്തലക്കാരനായിട്ടുള്ള ഗോപിനാഥൻ കർത്ത. ഈ 3 പേർക്ക് നോബൽ പ്രൈസ് കിട്ടേണ്ടതായിരുന്നു. പല കാരണങ്ങൾ കൊണ്ട് കിട്ടിയില്ല. GN രാമേന്ദ്രനൊക്കെ നോബൽ പ്രൈസ് കിട്ടാതിരിക്കാൻ മാത്രം പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു. 3 മലയാളികൾക്ക് നോബൽ പ്രൈസ് കിട്ടേണ്ടായിരുന്നു. ആലോചിക്കുമ്പോൾ ഇന്ത്യ ഏത് തരത്തിൽ ആധുനികമായ ശാസ്ത്രത്തെ സ്വാംശീകരിച്ചു, നമ്മളതിനെ ഏറ്റെടുത്തു, നമ്മളതിനെ തള്ളി പറഞ്ഞിട്ടില്ല, നമ്മളതിൻ്റെ മാക്സിമത്തിലേക്ക് പോയത്. ഒന്ന് ഓർത്ത് നോക്കൂ. ഏറ്റവും ഓർത്തഡോക്സ് ആയിട്ടുള്ള സമൂഹമാണ് ബ്രാഹ്മണർ, പ്രത്യേകിച്ച് തമിഴ് ബ്രാഹ്മണർ. ഒട്ടും തന്നെ അവരുടെ പാരമ്പര്യങ്ങളെ വിട്ടുകളയുന്നില്ല.
തമിഴ് ബ്രാഹ്മണരിൽ നിന്ന് 3 പേർക്ക് ഇന്ത്യൻ നോബൽ പ്രൈസ് സയൻസ് കിട്ടിയിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, സയൻസിലാണ്, ഓർക്കണം. CV രാമൻ, സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖർ, വെങ്കട്ടരാമൻ രാമകൃഷ്ണൻ. വെങ്കട്ടരാമൻ രാമകൃഷ്ണൻ കിട്ടിയത് വെറും 12 കൊല്ലം മുമ്പാണ്, 2009. ഏറ്റവും ആധുനികമായിട്ടുള്ള ഒരു സമ്പ്രദായം, ക്രിസ്റ്റലോഗ്രഫി ഉപയോഗിച്ചിട്ട് RNA-യുടെ ഘടന അല്ലെങ്കിൽ റൈബോസോമിൻ്റെ ഘടന അനാവരണം ചെയ്തു. ഇതിനകത്താണ് ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഏറ്റവും ഓർത്തഡോക്സ് ആയിട്ടുള്ള സമൂഹം എങ്ങനെ ഇങ്ങനെ മാറി? അതാണ് ഇന്ത്യ. നമ്മുടെ ഓർത്തഡോക്സിസം ഒന്നും നമ്മുടെ ശാസ്ത്രം നമ്മളെങ്ങനെ സ്വീകരിക്കുന്നോ, നമ്മളെങ്ങനെ വിജ്ഞാനം നേടുന്നോ, നമ്മളെങ്ങനെ പഠിക്കണമെന്നോ ഇതൊരു തടസ്സമല്ല. അത് നമ്മുടെ സംസ്കാരമാണ്, അത് വിദ്യ നേടാനുള്ള നമ്മുടെ സംസ്കാരമാണ്. അതിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങിക്കുന്ന ഇന്ത്യക്കാരൻ്റെ പേരെന്ന് പറയാമോ? അല്ല, നോ, സിഖുകാരനാണ്. എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ പേര് ജഗ്ജീത് സിംഗോ അങ്ങനെ എന്തോ ആണ്. എലോൺ മസ്കിൻ്റെ ശമ്പളത്തിന് ഈക്വൽ ആയിട്ട് ശമ്പളം മേടിക്കുന്ന കാർ ബാറ്ററികൾ ഉണ്ടാക്കുന്ന കമ്പനിയുടെ തലപ്പത്തോളം ഇന്ത്യക്കാരുണ്ട്. വെറും 2 മാസം 3 മാസം മുമ്പ് അദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്തകൾ വെളി വന്നത്. അതെങ്ങനെ ഇങ്ങനെയായി മാറി? ആലോചിക്കണം. 17,000 കോടിയോ ഇത്രയും കണ്ടൊരു ശമ്പളം തോന്നുന്നു. ഈ തലത്തിലേക്ക് ഇന്ത്യക്കാർ മാറിയിട്ടുണ്ട്. നമ്മൾ കാണണം ഇതെങ്ങനെ സംഭവിക്കുന്നു. നമ്മൾ ശാസ്ത്രത്തെ ഏറ്റെടുത്തു കഴിഞ്ഞു, നമ്മൾ നമ്മുടേതാക്കി ഏറ്റെടുത്തു കഴിഞ്ഞു. ശാസ്ത്രവും സാങ്കേതികതയെല്ലാം ഇന്ത്യക്കാരൻ്റെ ആയിട്ട് നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞു. അവിടെയും ഒരു ചോദ്യം ചോദിച്ചോട്ടെ, സോറി ടു ഇൻറപ്റ്റ്. ഇപ്പോൾ ആധുനിക കാല ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ 2 മേഖലകളിലാണ് നമുക്കൊരു ബൂം പ്രതീക്ഷിച്ചിരുന്നത്. ഒന്ന് ഒരു IT മേഖലയിൽ അത് സംഭവിച്ചു. ലോകത്തിൻ്റെ തന്നെ ഫാർമ എന്ന് വിളിക്കപ്പെടുന്ന ഇന്ത്യയിൽ ഒരു ബയോടെക്നോളജി ബൂമും പ്രവചിക്കപ്പെട്ടിരുന്നു. പക്ഷേ അത് ഇതുവരെ നടന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അത്തരം ഒരു ദിശയിലേക്ക് നമ്മളുടെ ചുവടുവെപ്പുകൾ വളരെ പരിമിതം മാത്രമാണ് ഇപ്പോഴും. അതേസമയം നമ്മൾക്ക് മാസ് പ്രൊഡക്ഷൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നുള്ള രീതിയിൽ പുതിയ മരുന്നുകൾ കണ്ടെത്തുന്നതിലും, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ജനറ്റിക് ഡിസീസസ്, ഇന്നും ആയിരക്കണക്കിന് ജനറ്റിക് ഡിസീസസ് ഭാരതത്തിൽ കണ്ടുപിടിക്കപ്പെടാതെ തുടരുന്നുണ്ട്, അല്ലെങ്കിൽ മരുന്നുകളില്ലാതെ തുടരുന്നുണ്ട്. അത്തരം മേഖലകളിലേക്ക് ഒരു റിസർച്ച് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ അത് ഒരു മരുന്ന് ഡെവലപ്പ് ചെയ്യുന്നതിലേക്കൊന്നും നമ്മളുടെ ചുവടുവെപ്പുകൾ ഉണ്ടാവുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരേ സമയം കൽപ്പിക്കപ്പെട്ടിരുന്ന 2 ഭൂമികളിൽ ഒന്ന് മാത്രം നമ്മൾക്ക് കയ്യെത്തിപ്പിടിക്കാൻ പറ്റിയപ്പോൾ മറ്റേത് നമുക്ക് വളരെ അപ്രാപ്യമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നത്? സാറിൻ്റെ ഒരു അഭിപ്രായം? 2000 ആണ്ടിൽ, ആ വർഷമാണ് ഞാൻ PhD ആരംഭിക്കുന്നത്. ആ സമയത്തുള്ള അന്നത്തെ വിദ്യാഭ്യാസം നമ്മൾ നേടേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ IT ആൻഡ് BT എന്ന് പൊതുവിൽ പറയുമായിരുന്നു. ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ബയോടെക്നോളജി, ഇത് രണ്ടുമാണ് ഭാവിയിൽ ബൂം ചെയ്യാൻ പോകുന്നത് എന്നൊരു പൊതുസങ്കല്പം ഉണ്ടായിരുന്നു. ഇതിൽ അചിന്ത്യമായ തരത്തിൽ IT ഡെവലപ്പായി, വൻതോതിൽ കയറിപ്പോയി. ബയോടെക്നോളജി അല്ലെങ്കിൽ ഫാർമ മേഖല അങ്ങനെ കയറിയില്ല. ഇതിന് കാരണം സാഹചര്യപരമാണ്. അതിന് വളരെയധികം റീസൺ ഉണ്ട്. IT മേഖല, നിങ്ങൾക്ക് ഒരാൾക്ക് വേണ്ടുന്ന ബുദ്ധിയും വേണ്ടുന്ന വിജ്ഞാനവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരൊറ്റ കമ്പ്യൂട്ടർ മാത്രം മതി കോടിക്കണക്കിന് രൂപയ്ക്ക് സെല്ല് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട്. നിങ്ങളുടെ ഭാവന ഉണ്ടായിരുന്നാൽ മതി. ഭാവന അങ്ങേയറ്റം വൈൽഡായിരിക്കാം, കാട് കയറിയ ഭാവനയായിരിക്കാം. പക്ഷേ സോഫ്റ്റ്വെയർ കൂടെ അതിനെ യാഥാർത്ഥ്യമാക്കിയാൽ നിങ്ങൾക്ക് പലതും ചെയ്യാൻ പറ്റും. ആദ്യമായിട്ട് ഒരു മെയിൽ സിസ്റ്റം പ്രോപ്പറായിട്ട് കണ്ടുപിടിച്ചതിൽ ഒരു ഇന്ത്യക്കാരനുണ്ട്. അദ്ദേഹം പിന്നീട് വിൽക്കുകയാണ് ചെയ്തത്. 300 കോടി രൂപയ്ക്കോ മറ്റോ അന്നത് വിറ്റു. ഏത് മെയിലാണത്? ഹോട്ട്മെയിൽ. അതെ, അതൊരു വലിയ ചേഞ്ചായിരുന്നു. അതായത് ലോകത്തെ മാറ്റി ചിന്തിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ടേക്കിംഗ് ഓവർ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഹോട്ട്മെയിലിൻ്റെ ടേക്കിംഗ് ഓവർ ആയിരിക്കും. അതോടുകൂടി നിരവധി ഇന്ത്യക്കാർക്കൊരു മാർഗ്ഗദർശനമായി. യു മേക്ക് എ പ്രൊഡക്റ്റ് ആൻഡ് സെൽ ഇറ്റ് ഫോർ എ ബിഗ് എമൗണ്ട്. പിന്നെ നിരവധി ഇന്ത്യക്കാരങ്ങ് ചെയ്തെടുത്തു. IT പ്രത്യേകതയാണ്, നിങ്ങൾക്ക് റിസോഴ്സ് കുറച്ച് മതി. ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ, ഏതാനും കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ. പിന്നീട് എന്തായി? ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് സംസ്കാരം തുടങ്ങിയത് തിരുവനന്തപുരത്താണ്, നമ്മുടെ ടെക്നോ പാർക്കിൽ. അവിടെ ടെക്നോളജി ബിസിനസ് ഇൻക്യുബേഷൻ TBI എന്നൊരു പ്രസ്ഥാനം തുടങ്ങി. ഏതാണ്ട് 500-ലധികം സ്റ്റാർട്ടപ്പുകൾ അവിടെ നിന്ന് സക്സസ് ആയിട്ട്
അവിടെ നിന്ന് മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ എളുപ്പമാണ് ഐ ടിയിൽ. ഐ ടി കാരണം എന്താണെന്ന് വെച്ചാൽ മൂലധനം കുറച്ച് മതി. ഇന്ന് ഒരു വർഷം ഒരു 50,000 രൂപ മറ്റോ ഫീസ് അടയ്ക്കുന്ന ഒരു എൻജിനീയറിംഗ് വിദ്യാർത്ഥി, അയാളുടെ അടുത്തേക്കുന്ന ഡിഗ്രിയും അയാളുടെ ഭാവനയും അയാളുടെ പഠനവും ഇത് മൂന്നും ചേർത്ത് അനേകായിരം കോടികളുടെ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ പറ്റും. ഈ സാഹചര്യമല്ല ബയോടെക്നോളജി ഉള്ളത്. നല്ലൊരു ബയോടെക്നോളജി ലാബ് ഉണ്ടാക്കണമെങ്കിൽ 50 ലക്ഷം രൂപ തൊട്ട് 1 കോടി രൂപ വരെ മിനിമം മുടക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഭാവനകളുണ്ടെങ്കിലും അത്ര എളുപ്പമല്ല. എത്ര ഭാവനയുണ്ടെങ്കിലും അതിന് നിങ്ങൾ കടന്നു പോകേണ്ട കുറച്ച് കടമ്പകളുണ്ട്. നിങ്ങളൊരു ഗവേഷകനാവണം, നിങ്ങൾക്ക് ആ ഗവേഷണം ചെയ്യാൻ പറ്റിയ നല്ല ലാബ് വേണം, ആ ലാബിൽ തന്നെ ചെയ്യണം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ കൂടി കടന്നു പോയാലേ ഒരുപക്ഷെ നിങ്ങൾക്ക് ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റുള്ളൂ. അതുമാത്രമല്ല, അവിടെ മിസ്റ്റേക്സ് വന്നാൽ നിങ്ങൾ ഇട്ടിട്ട് പോയിന്ന് വരും. ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഡോളി എന്നൊരു ആടിനെ ക്ലോൺ ചെയ്തെടുത്ത സംഭവം ഓർമ്മയുണ്ടാവും 10-20 കൊല്ലം മുമ്പ് അല്ലേ? ആദ്യമായിട്ട് ക്ലോണിങ് വിജയിച്ചത് ഒരു ആടിലായിരുന്നു. ഡോളി എന്നതിന് പേരിട്ടത്. 280 തവണ പരീക്ഷിച്ച ശേഷമാണ് ഡോളിയുടെ ഭ്രൂണം വിഭജിക്കാൻ തുടങ്ങിയത്. 1-2 അല്ല, 280 തവണ. 280ാമത്തെ തവണയെങ്കിലും അത് വിജയിക്കുന്ന ഒരു ഉറച്ച ആത്മവിശ്വാസം ആ ഗവേഷകർക്ക് ഉണ്ടായിരുന്നുണ്ടോ സംഭവിച്ചത്? ഒരു 10 തവണ ശ്രമിച്ച് നമ്മളൊക്കെ ചിലപ്പോൾ ഇട്ടിട്ട് പോയി വരും. പക്ഷേ 280 തവണ നോക്കിയതിന് ശേഷമാണ്. അതായത് എല്ലാ ഗവേഷണത്തിനും പുറകിൽ കുറേ കാണാപ്പുറങ്ങളുണ്ട്, കുറച്ച് ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ശ്രമത്തിൻ്റെയൊക്കെ. അതിനൊപ്പം ആ പേസിൽ നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത് കൈവിട്ടു പോകും. ഇതൊരു പ്രശ്നമാണ്. സോഫ്റ്റ്വെയറിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് എളുപ്പമാണ്. ഇനിയിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കൂടെ വരുമ്പോൾ നിങ്ങളുടെ തലയിലിട്ട് നിങ്ങൾ എക്സർസൈസ് ചെയ്യേണ്ട സാധനം ഒരുപക്ഷെ സോഫ്റ്റ്വെയർ സ്വന്തമായിട്ട് ചെയ്തോളും. ഒരു സോഫ്റ്റ്വെയറിനെ വേറെ സോഫ്റ്റ്വെയർ വേണേൽ കറക്റ്റ് ചെയ്തോളും. നാളെ എങ്ങനെ സംഭവിക്കുമായിരിക്കും? പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണമെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിന് പറഞ്ഞാൽ ഉണ്ടാക്കുമായിരിക്കും. ഇതൊക്കെ ചെയ്യാം. ഇനി അത് പറ്റിയില്ല എങ്കിൽ പോലും സോഫ്റ്റ്വെയറിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട് ഒത്തിരി മാറ്റി മാറ്റി നോക്കാനായിട്ട്. നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റിന് ചേഞ്ച് അന്നേരം തന്നെ കാണാം. ഇതുപോലെയല്ല കോശങ്ങളും കെമിക്കൽസും ഉപയോഗിച്ചിട്ടുള്ള ഗവേഷണങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ അതിന് ഇനിയൊരു മാറ്റം ഉണ്ടാവും. ഒന്ന്, ഒരു 50 വർഷം മുമ്പാണെങ്കിൽ ഇന്നുള്ള 90% സാങ്കേതികതകളും അന്നില്ല. ഒരു 30 വർഷം മുമ്പാണെങ്കിൽ ഇന്നുള്ള കമ്പ്യൂട്ടർ മോഡലിംഗ് സംവിധാനം അന്നില്ല. പുതിയ കാലഘട്ടത്തിൻ്റെ മെഡിക്കൽ ഗവേഷണം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സാങ്കേതികതയുടെയും ഇലക്ട്രോണിക് സാങ്കേതികതയുടെയും കൂടെ ചേർന്നുള്ള ഉൽപ്പന്നമാണ്. ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ജീൻ സീക്വൻസിങ് തുടങ്ങി. ലോകം മുഴുവൻ ജീൻ സീക്വൻസ് നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ആധികാരിക പഠനങ്ങൾ നടന്നിരിക്കുന്നത് 2000 ആണ്ടിന് ശേഷമാണ്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഒന്ന്, സീക്വൻസർ മെഷീൻ കണ്ടുപിടിക്കപ്പെട്ടു. അത് കണ്ടുപിടിക്കാണ്ട് സാധ്യമല്ലായിരുന്നു. സാങ്കേഴ്സ് സീക്വൻസിങ് ആണ് ആദ്യമായിട്ട് വന്നത്. ഇതിന് ശേഷം ഈ സീക്വൻസിങ്, അതായത് ലക്ഷക്കണക്കിന് ഡേറ്റയാണ് വരുന്നത്. ഇതിനെ അനലൈസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു പേപ്പർ എഴുതിയിട്ട് പറ്റില്ല. കിലോമീറ്ററോളം നീളം പേപ്പർ എഴുതി പോകേണ്ടി വരും, നടക്കില്ല. അപ്പോൾ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ അതിന് വേണം. ഇതിന് വേണ്ടിയിട്ട് മാത്തമാറ്റിക്കൽ മോഡലിംഗ് കമ്പ്യൂട്ടർ അപ്ലൈ ചെയ്യണം. അപ്പോൾ ജീൻ സീക്വൻസർ മെഷീൻ, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആൻഡ് മാത്തമാറ്റിക്കൽ മോഡലിംഗ്, ഇത് മൂന്നും ചേർന്നത് ഈ 21ാം നൂറ്റാണ്ടിലായിരുന്നു. അപ്പോഴാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ജീൻ സീക്വൻസിങ് അതിൻ്റെ അനാലിസിസ് സാധ്യമായത്. അപ്പോഴും ഓർത്ത് നോക്കണം, ഇത്രയും കാലം വേണ്ടി വന്നു, അതിന് ഇത്രയും മെഷീൻ വേണ്ടി വരും. ഇപ്പോൾ എനിക്ക് തന്നെ ജീൻ സീക്വൻസിങ് ഞാനൊരു പഠനം നടത്തണമെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ മെഷീൻ 1.5 കോടി രൂപ വരെ ഉണ്ട്. എളുപ്പമല്ല മേടിക്കുകയെന്ന് വെച്ചാൽ 1 കോടിക്ക് അടുത്തെങ്കിലും മുടക്കണം. അത് മുടക്കിയേക്കുന്ന ലാബ് എനിക്ക് ട്രെയിനിങ് തരണം, അല്ലെങ്കിൽ എൻ്റെ ലാബിൽ അത് വാങ്ങണം. ഇങ്ങനെയൊക്കെയാണെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ പ്രശ്നം ശരിക്കും പറഞ്ഞാൽ പണത്തിൻ്റെ അഭാവമാണ്, മുടക്കേണ്ട മുതലിൻ്റെ അഭാവമാണ്. ഐ ടിയിൽ അത്രയും മുതൽ മുടക്കണ്ട. എല്ലായിടത്തും മുതൽ മുടക്കിയേ പറ്റുള്ളൂ. പക്ഷേ ഐ ടിയിൽ മുടക്കേണ്ട എമൗണ്ട് കുറവാണ്. ബയോടെക്നോളജിയിൽ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിൽ ഇപ്പോഴത്തെ എനിക്ക് അങ്ങനെയല്ല. എന്നാൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടൊരു പുതിയ വിപ്ലവം ഇനി വരാനിരിക്കുകയാണ്. അത് മോളിക്കുലർ ഡോക്കിങ്ങിൻ്റെ മേഖലയിലാണ്. അതായത് നിങ്ങളുടെ ശരീരത്തിൽ കുഴപ്പമുണ്ടാക്കുന്ന ഒരു പ്രോട്ടീൻ ഉണ്ടെന്നിരിക്കട്ടെ. ഈ പ്രോട്ടീനെ ബ്ലോക്ക് ചെയ്താൽ നിങ്ങളുടെ അസുഖം മാറുമെങ്കിൽ ആ പ്രോട്ടീൻ്റെ ഘടന കമ്പ്യൂട്ടറിൽ കൊടുത്തിട്ട് അതിനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു മോളിക്യൂളിനെ, ഒരു തന്മാത്രയെ നിങ്ങൾക്ക് തന്നെ കമ്പ്യൂട്ടറിൽ സൃഷ്ടിക്കാം. അതിനുള്ള സോഫ്റ്റ്വെയറുകൾ ഇപ്പോൾ ആയി കഴിഞ്ഞു. ഇതിന് ഡോക്കിംഗ് സോഫ്റ്റ്വെയർസ് എന്ന് പറയും. ഈ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ട് നാളെ ഈ ബയോ സയൻസിൽ റിസർച്ച് ചെയ്യുന്ന ശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരും വളരെ ഈസി ആയിട്ട് പുതിയ മരുന്നുകൾ സൃഷ്ടിക്കും. അതിന് പുതിയ ഭൂമിൻ്റെ കാലം വരാൻ പോവുക. വാസ്തവത്തിൽ അവിടെ ഐ ടി ആണ് BTയെ സപ്പോർട്ട് ചെയ്യുന്നത്. അതില്ലാന്ന് പറയാൻ പറ്റത്തില്ല. ഇൻഫർമേഷൻ ടെക്നോളജി ബയോടെക്നോളജിയെ സഹായിക്കാൻ പോവുകയാണ്, സഹായിച്ചു തുടങ്ങി.
പുതിയ കാല PhDകൾ, പുതിയ കാല ഗവേഷണങ്ങളെല്ലാം അത്തരം മേഖലകളിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു കാലം ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കാലം പറ്റാണ്ടിരുന്നതെന്ന് വെച്ചാൽ, ഒന്ന്, അതിനുള്ള സാങ്കേതികതകളുടെ കുറവ് നമുക്കുണ്ടായിരുന്നു. രണ്ട്, ആ സാങ്കേതികതയ്ക്ക് ഒത്തിരി പണം മുടക്കാനുണ്ട്. പക്ഷേ നിങ്ങൾക്കൊരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ തന്നെ പുതിയ മരുന്ന് കണ്ടുപിടിക്കാമെന്നുള്ള പുതുയുഗം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്, കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട്. ഇല്ല, അതിലും മുന്നേ. ഇതിനെ ബയോ ഇൻഫോർമാറ്റിക്സ് എന്നാണ് പറയുക. അപ്പോൾ BT+BI ബയോ ഇൻഫോർമാറ്റിക്സ് ചേർന്നിട്ടാണ് അത് BT+IT തന്നെയാണ് ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്നത്. ഇങ്ങനൊരു കാലമാണ് മുന്നിൽ വരുന്നത്. അതിനി മുന്നോട്ട് കയറും. അതില്ലാത്ത കാലത്ത് പണമില്ലാത്ത ഗവേഷകൻ നിസ്സഹായനാണ്. അവിടെ സർക്കാർ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, സർക്കാരിനുള്ള സാഹചര്യം കൂടുതൽ ഒരുക്കുക എന്നുള്ളതായിരുന്നു വേണ്ടിയിരുന്നത്. അതൊരു പക്ഷേ മുൻകാലങ്ങളിലെ പോളിസികൾ വന്നിട്ടില്ല. അല്ലെങ്കിൽ സർക്കാർ അതിന് വേണ്ടിയിട്ട് പ്രൈവറ്റ് മേഖലയിലെ കമ്പനികളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം, നിങ്ങൾ മുടക്കൂ എന്ന് പറഞ്ഞു. എന്തായാലും ഇന്ത്യയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജി ഇപ്പോൾ ആ രീതിക്കാണ് ചിന്തിക്കുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആ രീതിക്കാണ് ചിന്തിക്കുന്നത്. അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങി. നിരവധി പുതിയ സംരംഭകർ ബയോടെക്നോളജി മേഖലയിൽ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതൊരു വലിയൊരു കാര്യമാണ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കിൽ നമ്മൾ ആർക്കിടെക്ചറൽ ആൻഡ് സയൻറ്റിഫിക് ഹെറിറ്റേജ് ഓഫ് ഇന്ത്യ എന്നുള്ള വിഷയത്തിൽ ഒരു പ്രാചീനമായിട്ടുണ്ടായിരുന്ന കാഴ്ചപ്പാടുകളും അല്ലെങ്കിൽ ടെക്നോളജികളും ഓൾമോസ്റ്റ് റീസെൻ്റ്ലി ഇവോൾവ് ആയിട്ടുള്ള ടെക്നോളജികളും നമ്മൾ സംസാരിച്ചു. ഇപ്പം IT-യെക്കുറിച്ചും സാറ് പറഞ്ഞു, BT-യെക്കുറിച്ചും പറയുണ്ടായി. അപ്പോൾ ഒരു IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ ഇന്നോളം ലോകത്ത് കണ്ടിട്ടില്ലാത്തൊരു പ്രതിഭാസം കഴിഞ്ഞ വർഷം കണ്ടിരുന്നു. അതായത് ഒരു വർഷം 50 യൂണിക്കോണുകൾ ഒരു രാജ്യത്തു നിന്ന് ആദ്യമായി ഉണ്ടായി. അത് ഭാരതത്തിൽ നിന്നാണ്. അതുപോലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും യങ്ങസ്റ്റ് നേഷനായി ഭാരതം മാറിയിട്ടുണ്ട്. അതായത് ഭാരതത്തിൻ്റെ പോപ്പുലേഷൻ ലോകത്തിലെ തന്നെ ഏറ്റവും യങ്ങസ്റ്റ് ആണ്. ഈ സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കുകയും നമ്മൾക്ക് IT-യിൽ ഒരുപാട് കാര്യങ്ങൾ പുതുതായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയും സ്റ്റാർട്ടപ്പുകളെ കൂടുതൽ സ്വീകാര്യതയോടെ ലോകം കാണുകയും ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഗ്രോത്തിനുള്ള ഓപ്ഷൻസ് ഒരുപാട് അനന്തമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ സാറിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മളിപ്പോൾ ഒരു ഹെറിറ്റേജിനെ കുറിച്ചും കറൻറ്റ് സിറ്റുവേഷനെ കുറിച്ചും പറഞ്ഞതുപോലെ തന്നെ എന്തായിരിക്കും അതിൻ്റെ ഒരു ഭാവി? ഇപ്പം നമ്മൾ 2 കാലഘട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതും കൂടി പറഞ്ഞില്ലെങ്കിൽ അതിനൊരു അപൂർണതയായിരിക്കും എന്ന് തോന്നുന്നു. ഭാരതം അതിൻ്റെ സുവർണ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഗുപ്ത കാലഘട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ സുവർണ കാലഘട്ടം എന്ന് പറയും. ഞാൻ പറഞ്ഞു ഇനിയാണ് സുവർണ കാലഘട്ടം വരാൻ പോകുന്നത്. അത് സുകന്യ സൂചിപ്പിച്ച പോയിന്റ് തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനം. ലോകത്ത് ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സ് ഉള്ള രാജ്യമാണ് ഇന്ത്യ. ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ. അത്ര വലിയൊരു സമ്പത്ത് ലോകത്ത് വേറെടുത്തില്ല. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ചൈന വൃദ്ധന്മാരുടെ രാജ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ചൈന വർഷങ്ങൾക്ക് മുമ്പുണ്ടാക്കിയ ഒറ്റക്കുട്ടി നയം എന്ന് പറയുന്നത് ചൈനയ്ക്ക് തിരിച്ചടിക്കാൻ പോകുന്നു. ഒരു വീട്ടിൽ 2 പേരൻസിന് ഒരു കുഞ്ഞ്, ആ കുഞ്ഞിന് 2 പേരൻസിനെ സംരക്ഷിക്കേണ്ടി വരും. അപ്പം സ്വന്തം ഉപജീവനം, അവൻ വഴിയുള്ള രാഷ്ട്ര നിർമ്മാണം, ഇതുകൂടാതെ പേരൻസിൻ്റെ ചുമതല ഒറ്റ ആളിൽ വരും. അതും പോരാഞ്ഞിട്ട് അവരുടെ രാഷ്ട്രത്തിൻ്റെ ജനസംഖ്യ പകുതിയിലേക്ക് ചുരുങ്ങും. അതുമാത്രമല്ല, ചെറുപ്പക്കാരുടെ എണ്ണത്തിൻ്റെ ഇരട്ടിയായിരിക്കും ഒരു പ്രത്യേക ഘട്ടത്തിൽ ചൈനയിൽ വൃദ്ധരുടെ സംഖ്യ എന്ന് പറയുന്നത്. ഇന്ത്യ അങ്ങനെയല്ല. ധാരാളം യങ്സ്റ്റേഴ്സ് ഉണ്ട്. പുതുതലമുറ വളർന്നു വരുന്നുണ്ട്. ഈ പുതുതലമുറ ഈ പുതിയ കാലഘട്ടത്തിൻ്റെ ശാസ്ത്രത്തിൻ്റെയും സാങ്കേതികതയുടെയും കമ്പ്യൂട്ടർ സയൻസിൻ്റെയും എല്ലാം ഒരു പുതിയ കാലഘട്ടത്തിൽ പുതിയ ഉദാഹരണങ്ങൾ, പുതിയ മോഡൽ കണ്ടുകൊണ്ടാണ് വളർന്നു വരുന്നത്. അവരിത് ഏറ്റെടുക്കുകയാണ്. നമുക്ക് ആകെയുള്ള പരാധീനത ഇന്ത്യയിലെ ഓരോ ഗ്രാമത്തിലും കുഞ്ഞിന് വേണ്ടുന്ന യഥാർത്ഥ വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് മാത്രമാണ്. നിരവധി അവികസിതമായിട്ടുള്ള ഗ്രാമങ്ങൾ ഇന്ത്യയിലുണ്ട്. പക്ഷെ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ എല്ലാ ഗ്രാമത്തിലും കറണ്ട് എത്തിച്ചു കഴിഞ്ഞു, ഇലക്ട്രിസിറ്റി എത്തിച്ചു. അതൊരു വലിയ തുടക്കമാണ്. ഇന്ന് എല്ലാ ഗ്രാമങ്ങളിലും സ്മാർട്ട് ഫോണുകളുണ്ട്. ഓൺലൈനായിട്ടുള്ള എഡ്യൂക്കേഷൻ, അതിന് വേണ്ടിയിട്ട് ചാനലുണ്ടായിട്ടുണ്ട്. ഒരു സ്കൂളില്ലെങ്കിൽ പോലും നാളെ ഒരു കുട്ടിക്ക് പഠിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതിനുള്ള സാഹചര്യം ഉണ്ടായി വരികയാണ്. അപ്പോൾ ഇന്ത്യയുടെ യങ്സ്റ്റേഴ്സിന് ഏറ്റവും അനുഗുണമായിട്ടുള്ള പുതിയൊരു കാലഘട്ടം, അതിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ അവിടെ നിന്നുകൊണ്ട് ഇന്ത്യ ഇനി സ്വായത്തമാകാൻ പോകുന്നത് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ, പ്രധാനമായിട്ട് എല്ലാവരെയും ഫാസിനേറ്റ് ചെയ്യുന്നത്, ആകർഷിക്കുന്നത് മിക്കവാറും IT മേഖല തന്നെയായിരിക്കും. അതിന് പല മെച്ചങ്ങളുണ്ട്. എളുപ്പമാണ്, ചിലവ് കുറവാണ്, നിങ്ങളുടെ ഭാവനകളെ നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് ആക്കാൻ എളുപ്പമാണ്. ഈ ഒരു തലത്തിലേക്ക് മാറും. മലയാളികൾ വിദ്യാഭ്യാസം മുന്നിലാണെങ്കിലും വാസ്തവത്തിൽ സോഫ്റ്റ്വെയറിൽ ഏറ്റവും മികച്ച എഞ്ചിനീയേഴ്സ് ഉള്ളത് ആന്ധ്രയിൽ നിന്നായിരിക്കും.
നമുക്ക് സ്വാഭാവികമായിട്ട് കാണാവുന്ന ഏരിയ, തമിഴ്നാട്ടിൽ നോക്കിയിട്ടുണ്ട്. പക്ഷേ ആന്ധ്രയാണ് ഏറ്റവും കൂടുതൽ. ഇത് വടക്കേ ഇന്ത്യയുടെ ഉൾഗ്രാമങ്ങളും കൂടി ദക്ഷിണേന്ത്യയെ പോലെ കൂടുതൽ വിദ്യാഭ്യാസം അതിലേക്ക് പോവുകയാണെങ്കിൽ വലിയൊരു ഭൂമിയിലേക്കായിരിക്കും ഇന്ത്യ പോണത്. അതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഗവൺമെൻറ് അത്തരം നയത്തിലേക്ക് പോകുന്നുണ്ട്. ഇനി നിരവധി മേഖലകളിൽ നമുക്ക് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താനുണ്ട്. ഇതിനു വേണ്ടിയിട്ട് ഭാവനകളെ തുറന്നിടാൻ അനുവദിക്കുക ഇന്ത്യക്കാരന്. അത്തരം നയങ്ങളുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ പല ഗവൺമെൻറ് പ്രോജക്റ്റുകളിലും പുതിയ പദ്ധതികൾ പ്രൊജക്റ്റ് ഇൻവൈറ്റ് ചെയ്യുന്നത് പുതിയ പുതിയ കാര്യങ്ങൾ നടപ്പാവാനാണ്. അതിൽ തന്നെ പണ്ടത്തെ പോലെ ഒരു അടിസ്ഥാന ഗവേഷണമല്ല, മറിച്ച് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഗവേഷണത്തിന് കൂടുതൽ ധനസഹായം കൊടുക്കുന്ന രീതിയിലേക്ക് ഇന്ത്യൻ ശാസ്ത്ര സാങ്കേതികയുടെ തോട്ട് പ്രോസസ്സ് മാറിയിട്ടുണ്ട്. ഭരണകർത്താക്കളുടെ പോളിസി മാറിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ധാരാളം പുതിയ പുതിയ സാധനങ്ങൾ ഉണ്ടാവും. ഇപ്പം എന്നോടൊരു ഉദാഹരണം ചോദിക്കണം, ആർക്കിടെക്ചറിൽ എന്തായിരിക്കണം ഇനി അടുത്തായിട്ട് വേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു സിമ്പിൾ സംഭവം. ഇതൊക്കെ ഈ ബിൽഡിംഗ് എല്ലാം കോൺക്രീറ്റ് ആയിരിക്കും. 100 വർഷമായിട്ട് ഒരു മാറ്റമില്ലാത്ത ടെക്നോളജിയായി കോൺക്രീറ്റ് ഉപയോഗിക്കുക എന്നുള്ളത്. നമുക്കതിൻ്റെ ആൾട്ടർനേറ്റീവ് ഉണ്ടോ എന്നൊരു ചോദ്യം വേണ്ടി വരുന്നു. ലോകത്തെ ഏറ്റവും മികച്ച ആർക്കിടെക്ചറൽ ടെക്നോളജിയാണ് കോൺക്രീറ്റിൻ്റെ. അത് ഒന്നോടെ ലോകത്തിൻ്റെ മുഖമുദ്ര മാറിപ്പോയി. പക്ഷേ ആർക്കിടെക്ചറൽ സയൻറ്റിസ്റ്റുകൾക്ക് ഒരു ചോദ്യമുണ്ട്. അവർക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. കുറച്ചുകൂടെ മികച്ച ഒന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ആ ഒരു ചോദ്യം, ഇതുപോലത്തെ ചോദ്യങ്ങൾ നമ്മുടെ കുട്ടികളുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കാനുണ്ട്. അവർ ഉത്തരങ്ങൾ പറയട്ടെ. അവർ നിരവധി ഉത്തരങ്ങളുമായിട്ട് മുന്നിൽ വരട്ടെ. മികച്ച പല ഉത്തരം ഉണ്ടാവും. ഒരു പ്രോഡക്റ്റില്ല, പല പ്രോഡക്റ്റും കിട്ടുമായിരിക്കും. ആ സമയത്ത് മെച്ചപ്പെട്ട പലതും കിട്ടുമായിരിക്കും. എന്തിലും കിട്ടും. ഇത് ഓരോ മാറ്റവും വന്നുകൊണ്ടിരിക്കുക. ഇതുപോലെ തന്നെയാണ് അടുത്തതായിട്ട് ബൂമിംഗ് ആയിട്ട് കയറി വരുന്ന ഏതാനും ഏരിയകൾ എന്ന് പറയുന്നത്. ഒന്ന്, ഇലക്ട്രിക് കാറുകളുടെ നിർമ്മാണം. നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്ക് ഭാവിയിൽ എന്ത് പഠിക്കണം എന്ന് ചോദിച്ചാൽ ഇലക്ട്രിക് കാറുകളും അതിൻ്റെ ബാറ്ററി, അതിൻ്റെ പുതിയ ടെക്നോളജി, ഇതുമായിട്ട് ബന്ധപ്പെട്ട നിരവധി പഠനങ്ങൾക്കും നിരവധി ബിസിനസ്സുകൾക്കും സാധ്യത തുറന്നിരിക്കുകയാണ്. ഇന്നലെ വരെ നമ്മൾ ചിന്തിക്കാത്ത ഒന്ന്. പെട്രോളിയം യുഗം അവസാനിക്കാൻ പോകുന്നു. ചെറിയ ചില മേഖലകളിൽ അത് ആവശ്യം വരുള്ളൂ. വലിയ മേഖല ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരുന്നത് ഇനി ഇലക്ട്രിക്കലായിരിക്കും. അതുപോലെ ഡേറ്റാ സയൻസ്. ഡേറ്റാ സയൻസിനെ കുറിച്ച് ഇന്നും നമ്മുടെ മലയാളികൾ പോലും പിടികിട്ടിയിട്ടില്ല. അനന്ത സാധ്യതകൾ അവിടെയുണ്ട്. ഓരോ ഡേറ്റാ സയൻറ്റിസ്റ്റും ഇപ്പോൾ പോലും ലക്ഷങ്ങളാണ് ശമ്പളം, പ്രതിമാസ ശമ്പളം. ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇതുപോലെ മറ്റൊന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഡേറ്റയും തമ്മിൽ അങ്ങേയറ്റത്തെ ബന്ധമുണ്ട്. ലോകത്തെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂണിവേഴ്സിറ്റി ഗൾഫിൽ ആരംഭിച്ചു കഴിഞ്ഞു. UAE അബുദാബിയാണ് ആരംഭിച്ചത്. അതായത് പെട്രോ ഡോളറിൻ്റെ കാലം കഴിയുന്നുവെന്ന് മനസ്സിലാക്കിയിട്ട് ഗൾഫ് രാജ്യങ്ങൾ പുതിയ വിദ്യാഭ്യാസ നയത്തിലേക്ക് പ്രവേശിച്ചതിൻ്റെ സൂചനയാണത്. ഒരു കാലം മാറി അവരത് ഐഡൻറ്റിഫൈ ചെയ്തു. അതുകൊണ്ട് അവരാദ്യം ചെയ്തത്, ഒരുപക്ഷെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂണിവേഴ്സിറ്റി ചിന്തിക്കുന്നതിന് മുമ്പേ, അമേരിക്ക ചിന്തിക്കുന്നതിന് മുമ്പേ അവരെ ഉണ്ടാക്കി. മറ്റെല്ലാ ലോക യൂണിവേഴ്സിറ്റികളിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അവരുടെ ഒരു പൊതു കരിക്കുലത്തിൻ്റെ ഭാഗം മാത്രമാണ്. പക്ഷേ സ്പെസിഫിക്കലി ഒരു യൂണിവേഴ്സിറ്റി തന്നെ അവർ സ്ഥാപിച്ചു കഴിഞ്ഞു. അവിടെയും ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, അവർ പെട്രോളിയം യുഗത്തിൻ്റെ അവസാനം മനസ്സിലാക്കിക്കൊണ്ട് AI കടക്കുന്നു. അതിന് ഇടയിൽ ഒരു അറ്റംപ്റ്റ് അവർ ടൂറിസത്തിലും നടത്തിയിട്ടില്ലേ? ടൂറിസം. അപ്പോൾ അവരിത് വളരെ മുമ്പേ മനസ്സിലാക്കിയിട്ട് അവർ കൃത്യമായിട്ടുള്ള ഒരു ദിശാബോധത്തിൽ മുന്നോട്ട് പോകുന്നു എന്നൊരു അഭിപ്രായമുണ്ടോ? ഇല്ല, ഗൾഫ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് UAE കൃത്യമായ ദിശാബോധത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അതിലൊന്ന്, UAE കഴിഞ്ഞ 20 വർഷമായിട്ട് നിരവധി സ്പെഷ്യൽ ഇക്കണോമിക് സോൺ സ്ഥാപിക്കപ്പെട്ടിരുന്നു. ഒത്തിരി ഇന്ത്യക്കാർ, എൻ്റെ സുഹൃത്തുക്കളടക്കം അവിടെ വർക്ക് ചെയ്യുന്നവരുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള പ്രൊഡക്റ്റ് പലപ്പോഴും പാകിസ്ഥാനിൽ പോവില്ല. പക്ഷേ ദുബായിലെ സ്പെഷ്യൽ ഇക്കണോമിക് സോണിൽ പോയിട്ട് അവിടുത്തെ ഒരു കമ്പനിയുടെ മുദ്ര അടിച്ച് പാകിസ്ഥാനിൽ പോകും. ഇന്ത്യൻ പ്രൊഡക്റ്റ് പാകിസ്ഥാനിൽ ചെല്ലും. ഇത് നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ദുബൈക്ക് വളരെ ലാഭകരമായിട്ടൊരു ബിസിനസ്സാണ്. അവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരതിൽ തുടങ്ങി. ആദ്യം കച്ചവടം, അതിനുശേഷം ദുബൈയുടെ നിരവധി പൗരന്മാർ, ഇവർ പലരും പഠിച്ചതൊക്കെ അമേരിക്കയിലും ഇംഗ്ലണ്ടിലെയും പേരുകേട്ട യൂണിവേഴ്സിറ്റികളിലാണ്. ഇപ്പോൾ അവർ ചെയ്യുന്നത്, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഇത്തരം യൂണിവേഴ്സിറ്റികൾ ട്രെയിനിങ് കൊടുത്തിട്ട് ഈ സാങ്കേതികത എങ്ങനെ സർക്കാർ സർവീസുകളിൽ ഉപയോഗിക്കാം, പ്രത്യേകിച്ച് ഡാറ്റാ സയൻസും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും. അവർ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പാകത്തിന് മുന്നോട്ട് പോകുന്നുണ്ട്. പൊതുജനങ്ങൾക്ക്, സർക്കാർ ഉദ്യോഗസ്ഥർക്ക്, ഓരോരുത്തർക്കായിട്ട്. എന്നിട്ട് മാക്സിമം ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ടോപ്പിക്കിലേക്ക് തിരികെ വരികയാണെങ്കിൽ, ആർക്കിയോളജിക്കൽ ആൻഡ് ഒരു
ആർക്കിടെക്ചറൽ ആൻഡ് സയൻറ്റിഫിക് ഹെറിറ്റേജിനെ കുറിച്ച് പറയുമ്പോൾ അത് ആ ടോപ്പിക്കിൽ നിന്നുകൊണ്ട് ഇപ്പോൾ സാറ് ഇത് പറഞ്ഞിരുന്നു, ഇപ്പം നമ്മൾ ഓൾട്ടർനേറ്റീവ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ശ്രമങ്ങൾ നടത്താത്തത് കൊണ്ടാണ് ഓൾട്ടർനേറ്റീവ്സ് ഇവിടെ ഉണ്ടാവാത്തത്, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ്സിനൊരു ഒരു സാഹചര്യം ഒരുക്കി കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും. ആ ഒരു കാര്യത്തിൽ നമുക്ക് നമ്മുടെ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്ന പോലെ നമുക്ക് അതിൻ്റെ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? അതായത് ഇപ്പോൾ ആർക്കിയോളജിക്കൽ ആൻഡ് സയൻറ്റിഫിക് ഹെറിറ്റേജ് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഹെറിറ്റേജിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. ഈ ഒരു പർട്ടിക്കുലർ വിഷയത്തിൽ അതിൻ്റെ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് പറഞ്ഞു. നമ്മളിപ്പം കുറച്ചുകൂടി ടെക്നോളജിക്കിലേക്ക് പോയില്ലേ, നമുക്ക് തിരിച്ച് നമ്മളുടെ ടോപ്പിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ആർക്കിയോളജിക്കൽ ആൻഡ് സയൻറ്റിഫിക് എന്നുള്ള ഒരു ഫ്യൂച്ചർ എന്തായിരിക്കും സാറിൻ്റെ ഒരു കാഴ്ചപ്പാട്? ഇന്ത്യയുടെ ആർക്കിടെക്ചറൽ ഫ്യൂച്ചർ എന്ന് പറയുന്നത് കാലങ്ങളോളമുള്ള ഒരു അനുസ്യൂതിയായിട്ട് 10,000 വർഷം മുമ്പ് മെഹർഗഡിൽ തുടങ്ങിയത് ഈ കഴിഞ്ഞ നൂറ്റാണ്ട് വരെ ഇന്ത്യ നിലനിർത്തിയിട്ടുണ്ട്. അതിൻ്റെ പുറകെ യൂറോപ്പിൽ നിന്നുള്ള ഡിസൈൻസും ടെക്നോളജിയും വന്നു. കോൺക്രീറ്റ് പോലുള്ളതൊക്കെ അങ്ങനെയാണ്. നമ്മൾ ഇനി ഒരുപക്ഷെ ആ മാറ്റത്തിൽ കൂടിയായിരിക്കും പോകുന്നത്. എന്നാൽ അതേസമയം പ്രാചീനമായിട്ടുള്ള പല ടെക്നോളജികളിലും ധാരാളം ഗവേഷണങ്ങൾ ബാക്കിയുണ്ട്. എന്ന് പറഞ്ഞാൽ പണ്ടത്തെ സിമെൻറ്റിൻ ടെക്നോളജീസ് ഏതൊക്കെയാണ്, അതിനെക്കുറിച്ച് വ്യക്തമായ പഠനങ്ങൾ നമ്മൾ നടത്തിയിട്ടില്ല. ചെറിയൊരു എക്സാമ്പിൾ, തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുഖ്യവിഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്ന കടുശർക്കര യോഗം, ഈ കടുശർക്കര യോഗത്തിൻ്റെ കെമിസ്ട്രി എന്താണ്? കടുശർക്കര യോഗം ഉണ്ടാക്കാൻ അറിയാവുന്ന ആൾക്കാർ ഇന്നുമുണ്ട്. അഷ്ടബന്ധം ഉറപ്പിക്കുന്നത്, വളരെ വർഷങ്ങളോളം ശില ഉറച്ചിരിക്കുന്നത് കാണാം. ശിലാപീഠത്തിൽ പഞ്ചലോഹം അല്ലെങ്കിൽ ശിലയായിട്ടുള്ള ബിംബം ഉറച്ചിരിക്കുന്നത് അഷ്ടബന്ധത്തിലാണല്ലോ. ഇതിൻ്റെയൊക്കെ കെമിസ്ട്രി എങ്ങനെയാണ്? വാസ്തവം പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തിയാൽ അതിൻ്റെ സാങ്കേതികതയെക്കുറിച്ച് കൂടുതൽ അറിയുന്നത് മാത്രമല്ല, ചിലപ്പോൾ പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനും പറ്റിയെന്ന് വരും. പ്രാചീനമായിട്ടുള്ള ഏത് സാങ്കേതികതയിലും ഇന്നത്തെ രീതിക്കുള്ള പഠനങ്ങൾ നടത്താനുള്ള സാധ്യത ബാക്കിയുണ്ട്. അത് നടത്തണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ആയുർവേദത്തിൽ ഇത് നടക്കുന്നുണ്ട്, സിദ്ധവൈദ്യത്തിലും. അതിൻ്റെ ഒരു പ്രധാന തുടക്കക്കാരൻ ഡോക്ടർ MS വല്യത്താനാണ്. തിരുവനന്തപുരത്ത് ശ്രീത്ര മെഡിക്കൽ സെൻ്ററിൻ്റെ ഡയറക്ടറായിരുന്ന സാക്ഷാൽ MS വല്യത്താൻ. അദ്ദേഹമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ആർട്ടിഫിഷ്യൽ ഹാർട്ട് വാൽവ് ഉണ്ടാക്കിയത്. ഇദ്ദേഹം പിന്നീട് അദ്ദേഹത്തെ ആകർഷിച്ചത് ആയുർവേദമായിരുന്നു. അദ്ദേഹം ആയുർവേദ ഗ്രന്ഥങ്ങൾ പഠിക്കുകയും അതിനകത്ത് തന്നെ 3 പുസ്തകങ്ങൾ എഴുതുകയും ചെയ്തു. അഷ്ടാംഗഹൃദയത്തിന് അദ്ദേഹം വ്യാഖ്യാനം എഴുതി. അദ്ദേഹം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഉന്നത സ്ഥാനത്ത് ഇപ്പോഴും ഉണ്ട്. ആയുർബയോളജി എന്ന മേഖലയിലാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചേക്കുന്നത്. ആയുർബയോളജി മേഖലയിൽ വരുന്ന പ്രൊജക്റ്റുകൾ ഫണ്ട് ചെയ്യുന്നതിൽ, അതിൻ്റെ തീരുമാനം എടുക്കുന്നതിൽ വളരെ പ്രധാനിയായിട്ടൊരു വ്യക്തിയാണ്. അപ്പം ആ മേഖലയിൽ ആയുർവേദത്തിൽ എങ്ങനെയാണ് പുതിയ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ പറ്റുക, ഇല്ല പഴയ പ്രൊഡക്ട്സിനെ എങ്ങനെയാണ് ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ അപഗ്രഥിക്കുക, ഇത്തരം കാര്യങ്ങളാണ് ഈ ആയുർബയോളജി വരുന്നത്. മറ്റൊന്നും കൂടിയുണ്ട്, നമ്മുടെ ജീൻ സീക്വൻസിങ്, ഇതും അതുപോലെ തന്നെ ആയുർവേദവും പ്രത്യേകിച്ച് ത്രിദോഷങ്ങളും ജനിതവുമായിട്ടുള്ള ബന്ധം, ഇത്തരം കാര്യങ്ങളിലൊക്കെയുള്ള പഠനങ്ങൾ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പഠിച്ചാൽ അതിൽ നിന്ന് പല കാര്യങ്ങളും കിട്ടിയേക്കും. എന്തൊക്കെയാണെന്ന് ഒറ്റയടിക്ക് നമുക്ക് പറയാൻ പറ്റില്ല, ഓരോന്നിലും പഠിച്ചു ചെല്ലുമ്പോഴേ അറിയാവുള്ളൂ. ഇപ്പം മുമ്പ് പറഞ്ഞു ജീൻ സീക്വൻസിങ്ങിൻ്റെ പറഞ്ഞപ്പോൾ എനിക്ക് പറയണം തോന്നുന്നൊരു കാര്യമുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ ഗവൺമെൻറ് ഇന്ത്യയിലെ ഓരോ സമുദായങ്ങളുടെയും കമ്മ്യൂണിറ്റീസിൻ്റെ വേർതിരിച്ച് സീക്വൻസിങ് നടത്താൻ പോകുന്നുണ്ട്. അതിൻ്റെ പ്രൊജക്റ്റ് നേരത്തെ സ്റ്റാർട്ടായിരുന്നു. ഇതിൻ്റെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചാൽ, നിരവധി ജനിതക രോഗങ്ങൾ ഇന്ത്യൻ കമ്മ്യൂണിറ്റീസിലുണ്ട്. 4000-ഓളം ഐഡൻറ്റിഫൈ ചെയ്യപ്പെടാത്ത ജനിതക രോഗങ്ങൾ ഉണ്ടായിരിക്കാം എന്നാണ് പറയുന്നത്. ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ട ഒന്നാണ് സിക്കിൾ സെൽ അനീമിയ. ഐഡൻറ്റിഫൈ ചെയ്യപ്പെടാത്തതുകൊണ്ട് ഇതിനെക്കുറിച്ച് പഠനം നടത്തിയ ഡേവിഡ് റീഷ് എഴുതിയൊരു പുസ്തകത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ചില ഇന്ത്യക്കാർക്ക് ഓപ്പറേഷൻ സമയത്ത് അനസ്തേഷ്യ കൊടുക്കേണ്ടി വന്നാൽ അവർക്ക് പാരാലിസിസ് വരും. ഒരു വലിയ പ്രശ്നമാണ് അത്. ഇത് മുഖ്യ പ്രമേയമായിട്ടൊരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മോഹൻലാലിൻ്റെ നിർണയം എന്നോ മറ്റോ പേരിലൊരു സിനിമയുണ്ട്. അതിനകത്തൊരു സ്പോർട്സ്മാനെ അനസ്തേഷ്യ കൊടുത്ത് പുള്ളി പാരാലൈസ്ഡ് ആവുന്നു, ആശുപത്രി നഷ്ടപരിഹാരം കൊടുക്കുന്നില്ല, ഇത് മെഡിക്കൽ നെഗ്ലിജൻസ് ആണ് എന്ന് പറഞ്ഞ് ഒരു ഡോക്ടർ അതിനെതിരെ യുദ്ധം ചെയ്യുന്നു. പക്ഷേ ഡേവിഡ് റീഷിൻ്റെ പുസ്തകം വായിച്ചാൽ, അതായത് ജീൻ സീക്വൻസിങ്ങിൻ്റെ തലതൊട്ടപ്പനാണ് അദ്ദേഹം. അദ്ദേഹം പറയുന്നത് അത് ചില കമ്മ്യൂണിറ്റീസിലുള്ള ഒരു ജനിതക പ്രശ്നം കൊണ്ടാണ് സംഭവിക്കുന്നത്. ഇന്ത്യയിൽ അതുള്ളത് വൈശ്യ കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാർക്കാണ്. അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മുമ്പുണ്ടായിരുന്നൊരു കോൺസെപ്റ്റ് അത് മാറി, മെഡിക്കൽ നെഗ്ലിജൻസ് അല്ല, പകരം ഇറ്റ്സ് എ ജെനറ്റിക് പ്രോബ്ലം. അപ്പം നമ്മുടെ ഇന്നത്തെ പ്രശ്നങ്ങളിൽ എന്തൊക്കെയാണ് ജനിതക പ്രശ്നങ്ങൾ, ഇത് നമ്മൾ മനസ്സിലാക്കണ്ടേ.
ഇത് മനസ്സിലാക്കിയാൽ ഇന്നത്തെ ഏതൊക്കെയോ രോഗങ്ങൾ ചികിത്സിക്കേണ്ട ഏതൊക്കെയോ സിദ്ധാന്തങ്ങൾ മാറിപ്പോവും, കോൺസെപ്റ്റുകൾ മാറിപ്പോവും, മെത്തഡോളജി മാറിപ്പോവും, മരുന്നുകൾ മാറും, സമീപനം മാറും. ഒരു ശരിയായ സമീപനത്തിലേക്ക് വരേണ്ടത് ആവശ്യമാണ്. ഒരു സംശയം, സോറി ടു ഇൻറ്ററപ്റ്റ്. ഇപ്പം നമ്മൾ സാറിപ്പോൾ സിക്കിൾ സെൽ അനീമിയെക്കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. അത് ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിലാണ്, ഇതോടെ കഴിഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഈ സിക്കിൾ സെൽ അനീമിയ ഒരു ജനറ്റിക് ഡിസോർഡറായി വരാനുണ്ടായ ഒരു സാഹചര്യം, ആക്ച്വലി അത് ഒരു പ്രിവെൻറ്റീവ് മെത്തേഡായിട്ട് ഡെവലപ്പായ ഒരു ജീനായിരുന്നല്ലോ. അത് എങ്ങനെയാണ് പിന്നീട് ഒരു പ്രോബ്ലമായി മാറിയത്? അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് സംസാരിക്കാമോ? സിക്കിൾ സെൽ അനീമിയ മനുഷ്യരിൽ ഒരു മ്യൂട്ടേഷൻ വഴി ഉണ്ടാകുന്നതാണ്. ഒരു സിംഗിൾ പോയിൻ്റ് മ്യൂട്ടേഷൻ, ഒരൊറ്റ അമിനോ ആസിഡ് ഉണ്ടാകുന്ന മ്യൂട്ടേഷൻ. ഇത് വാസ്തവത്തിൽ നമ്മളെ ഒരു രോഗത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ശരീരം സൃഷ്ടിച്ച ഒരു പ്രതിരോധമായിരുന്നു. അതായത് മലമ്പനിയിൽ നിന്ന് രക്ഷിക്കാനായിട്ട്. മലേറിയ ഉള്ള മേഖലകളിൽ ജീവിച്ച ആദിവാസികളിലാണ് ഈ ജീൻ്റെ ആദ്യത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഇത് ഏതാണ്ട് 50,000 വർഷത്തോളം ആ രോഗത്തിന് പഴക്കമുണ്ടാവാം. അങ്ങനെ ഈ മലേറിയക്കെതിരെ ഈ ജീൻ എന്ന് പറയുമ്പോൾ ഒരു ജീനിൻ്റെ 2 അല്ലിയിലുള്ളതിൽ ഒരെണ്ണത്തിലായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഇങ്ങനത്തെ അല്ലിയിലുള്ള 2 വ്യക്തികൾ, ഒരാണും പെണ്ണും തമ്മിൽ വിവാഹം ചെയ്താൽ അല്ലെങ്കിൽ ഇണ ചേർന്നാൽ ഉണ്ടാകുന്ന സന്തതിയിൽ ഈ 2 അല്ലിയിൽ ഒരുമിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് മലേറിയ തടുക്കുന്ന ഒരു പ്രതിരോധം എന്നുള്ളത് മാറിയിട്ട് മാരകമായ സിക്കിൾ സെൽ അനീമിയായിട്ട് മാറും. അതുള്ള ആൾക്കാർക്ക് വളരെ ചെറുപ്പത്തിലെയോ പിൽക്കാലത്തോ എളുപ്പം മരണം സംഭവിക്കാം. വലിയൊരു പ്രശ്നമാണ്. കേരളത്തിൽ അട്ടപ്പാടി, വയനാട് തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ ആദിവാസികൾ ഇതുണ്ട്. വയനാട്ടിൽ ഉള്ള മെഡിക്കൽ റിപ്പോർട്ട് അനുസരിച്ച് ആദിവാസി സമൂഹത്തിന് വെളിയിലുള്ള ആൾക്കാരിലും സിക്കിൾ സെൽ അനീമിയ കാണാൻ, ഒറീസയിലുള്ള ആൾക്കാർക്കുണ്ട് ആദിവാസി സമൂഹങ്ങളിൽ. ചുരുക്കത്തിൽ ഇതുണ്ടായിരിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, രോഗമല്ലാണ്ടിരുന്നത് പ്രതിരോധം എന്ന് പറഞ്ഞ് വന്നതാണെങ്കിൽ ഒരേ പ്രതിരോധമുള്ള 2 വ്യക്തികൾ തമ്മിൽ വിവാഹം ചെയ്യുമ്പോൾ രോഗമായിട്ട് മാറി. അവിടെ ഒരു ഇന്ത്യൻ സംസ്കാരത്തിലുണ്ടായൊരു ചെറിയ കുഴപ്പത്തിൻ്റെ ഭാഗമാണ്. അതായത് ഇന്ത്യയിലെ ജാതികൾ എന്ന് പറയുന്നത്, ജാതീയതയുടെ ഒരു കുഴപ്പമെന്ന് വേണം പറയാം. ജാതിയുടെ ഒരു പ്രത്യേകത, ജാതിയായിട്ട് നിർവചിക്കപ്പെടുന്നത് ഒരു കമ്മ്യൂണിറ്റിക്കകത്തുള്ള ഇൻബ്രീഡിംഗ് ആണ്. ആ കമ്മ്യൂണിറ്റിയിലെ മെമ്പേഴ്സ് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം ചെയ്യും. അപ്പോൾ വളരെ ആൾക്കാർ എണ്ണക്കുറവുള്ള കമ്മ്യൂണിറ്റികളാണെങ്കിൽ അവർക്ക് തമ്മിൽ വിവാഹം ചെയ്യാൻ കുറച്ച് വ്യക്തികൾ ഉണ്ടാവുള്ളൂ. അവർക്കൊന്നും അറിയില്ല ഇങ്ങനത്തെ ഒരു ജീൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഈ ജീൻ്റെ മ്യൂട്ടേഷൻ്റെ സാന്നിധ്യമുള്ള 2 വ്യക്തികൾ തമ്മിൽ വിവാഹം ചെയ്യാൻ എളുപ്പമാണ്, രോഗം ഉണ്ടാവാൻ എളുപ്പമാണ്. ആദിവാസി സമൂഹങ്ങളിൽ നിങ്ങൾക്കറിയാലോ, എണ്ണം വളരെ കുറവായിരിക്കും. ചില ആദിവാസി സമൂഹങ്ങളിൽ വല്ല 200-300 ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ. ഇത്തരം രോഗം ഉണ്ടെങ്കിൽ ആ രോഗത്തിൻ്റെ ആ ജീനിൻ്റെ മ്യൂട്ടേഷൻ്റെ ആവൃത്തി അവർ വർദ്ധിക്കുകയും അങ്ങനെ ഈ രോഗമായിട്ട് പരിണമിക്കുകയും ചെയ്യും. അതിനുള്ള ഏറ്റവും നല്ല പ്രതിവിധി എന്ന് പറയുന്നത് ആ കമ്മ്യൂണിറ്റിയുടെ വെളിയിൽ നിന്ന് വിവാഹം ചെയ്യുക എന്നുള്ളതാണ്. അതൊന്ന്. അല്ലെങ്കിൽ ജീൻ സീക്വൻസിങ്ങോ അതിൻ്റെ പഠനങ്ങളോ നടത്തിയിട്ട് ചെറുപ്പത്തിൽ തന്നെ അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുക, ഇന്നയാൾക്ക് ഇന്ന അല്ലിയിലുണ്ട്, അതില്ലാത്ത ഒരാളെ അതേ സമൂഹത്തിൽ വിവാഹം ചെയ്താലും മതി, അത് മാറ്റാൻ പറ്റും. അടുത്ത തലമുറ ഉണ്ടാവില്ല. അങ്ങനെയാണ്, ഇങ്ങനെ ഉണ്ടായ ഒന്നാണ്. പക്ഷേ ജാതി വ്യവസ്ഥ വന്നപ്പോൾ എണ്ണം കുറവുള്ള കമ്മ്യൂണിറ്റീസിൽ ജനിതകരോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലായി. ഇത് തന്നെയാണ് രക്തബന്ധ വിവാഹം നടക്കുമ്പോഴും സംഭവിക്കുക. വാസ്തവത്തിൽ ഇത്തരം മ്യൂട്ടേഷൻസ് ഒരുമിച്ച് കൂടി ജനിതക പ്രശ്നം ഉണ്ടാകാൻ സാധ്യത കൂടുതലുണ്ട്. പക്ഷേ ഇത് ഇന്ത്യയുടെ മാത്രം പ്രത്യേകത അല്ല. ഈ ജാതീയമായ ഇൻബ്രീഡിംഗ് എന്ന് പറയുന്നത് ലോകത്തെല്ലാ സമൂഹങ്ങളിലും ഉണ്ട്. അറേബ്യൻ ഗോത്രങ്ങളുണ്ട്, അഫ്ഗാൻ ഗോത്രങ്ങളുണ്ട്, യൂറോപ്പിലുണ്ട്. അങ്ങനെ ജാതീയമായ ഇല്ല സാമുദായികമായ ഇൻബ്രീഡിംഗ് വഴി ഏറ്റവും കൂടുതൽ ജനിതകരോഗമുള്ളത് വാസ്തവത്തിൽ ജൂതന്മാരിലാണ്. ലോകത്തെ ഏറ്റവും മോശമായ ജനിതകമുള്ളത് അവർക്കാണ്, പറയാതെ വയ്യ. ജൂത സമൂഹത്തിലാണ് ഏറ്റവും കൂടുതൽ മാരകമായ 2-3 ജനിതകരോഗങ്ങളുള്ള ആൾക്കാർ. അവർ വളരെ ധാരാളം പേരുണ്ട്. ഇതിനെക്കുറിച്ചും ഡേവിഡ് റൈഷ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. കാരണം പ്രശ്നം ഇതാണ്, അവർക്ക് വിവാഹം കഴിക്കാൻ അവരുടെ സമൂഹത്തിന് അധികം ആൾക്കാരില്ല. അപ്പോൾ ആ ഇൻബ്രീഡിങ് കുഴപ്പമുണ്ടാക്കും. ഇതാണ് അത്. ആ സമൂഹത്തിന് വെളിയിൽ നിന്ന് വിവാഹം കഴിക്കാമെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പരിഹരിക്കാവുന്നൊരു വിഷയം മാത്രമേ ഉള്ളൂ. പക്ഷെ അത്ര എളുപ്പമല്ല. കാരണം ദർ ആർ ലോട്ട് ഓഫ് സോഷ്യൽ ടാബൂസ്, അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്. ഒരുപാട് ചർച്ചകൾക്ക് വഴിയൊരുക്കുന്ന ഒരു ടോപ്പിക്കാണത്. നമുക്ക് എന്തായാലും ഇത്രയും നേരം നമ്മളെ കേട്ടിരുന്ന ഓഡിയൻസിന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ സാറിനോട് ചോദിക്കാവുന്നതാണ്. അതോടുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം, ബിക്കോസ് സമയം അതിക്രമിച്ചിരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ
ചോദിക്കാവുന്നതാണ്. മൈക്കൊന്ന് കൊടുക്കാമോ? ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ സർ. എൻ്റെ പേര് മനോജ് കുമാർ. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ഫോർ എ ഗ്രേറ്റ് സെഷൻ. എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ഈ ഇടയ്ക്ക് ഞാനൊരു ബുക്ക് വായിച്ചായിരുന്നു. അപ്പോൾ അതിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊരു നമ്മുടെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് 3D ടെക്നോളജി യൂസ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വ്യക്തമായിട്ടൊരു അറിവ് എനിക്കില്ല. അപ്പോൾ സാറിന് എന്തെങ്കിലും ഒരു ഐഡിയ ഷെയർ ചെയ്യുന്ന ഉപകാരമായിരുന്നു. നല്ലൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ എന്നെ കൊണ്ടായ ബുദ്ധിമുട്ടാണ് എന്നാണ്. പക്ഷേ അതിന് നമുക്കൊരു പരിഹാരമുണ്ട്. അക്കാര്യത്തിൽ എന്നേക്കാളും മിടുക്കുള്ള ഒരാൾ ഇവിടെ ഹോസ്റ്റായിട്ടിരിപ്പുണ്ട്. ഞാൻ ഈ ചോദ്യം അങ്ങോട്ട് പാസ് ചെയ്യുന്നു. താങ്ക് യു സർ. ഓക്കെ, സമയപരിമിതി കൊണ്ട് വളരെ ചുരുക്കി ഞാൻ പറയാം. ഇപ്പോൾ AI എന്ന് പറയുമ്പോൾ അത് ഒരു ഇൻഡിപെൻഡൻറ്റ് മേഖലയല്ല. അത് ആക്ച്വലി പല മേഖലകളുടെ ഒരു ബ്ലെൻഡാണ്. മെഷീൻ ലേണിംഗ്, ഡാറ്റാ സയൻസ്, അതുപോലെ തന്നെ ഡാറ്റ ട്രെയിനിങ്, ഇതെല്ലാം ചേർന്ന് വരുന്നൊരു മേഖലയാണ്. ഇതിനൊപ്പം തന്നെ VR, വിർച്വൽ റിയാലിറ്റി, അതുപോലെ AR, ഓഗ്മെൻറ്റഡ് റിയാലിറ്റി, ഇതെല്ലാം കൂടി സംയോജിപ്പിച്ചുകൊണ്ട് ഇപ്പം നമുക്കറിയാം ഗൂഗിൾ ഗ്ലാസ് പോലുള്ള പ്രോജക്റ്റുകൾ മുൻപ് ഉണ്ടായിരുന്നു. ഇപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ ഹോളോ ലെൻസും അതുപോലെ തന്നെ ഫേസ്ബുക്ക് മെറ്റയുടെ ഓക്കുലസും ഒക്കെ ഉണ്ട്. ഇത്തരം ഡിവൈസുകൾ നമ്മുടെ മുമ്പിൽ തുറന്നിടുന്ന ഒരു അനന്ത സാധ്യതയുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആർക്കിടെക്ചറൽ ഫീൽഡിനെ കുറിച്ച് ചോദിച്ചുകൊണ്ട് തന്നെ പറയാം. ഈ മൈക്രോസോഫ്റ്റ് ഹോളോ ലെൻസ് എന്ന് പറയുന്ന പ്രോജക്റ്റിൻ്റെ പരസ്യം തന്നെ അതാണ്. അതായത് ഒരു ആർക്കിടെക്റ്റായിട്ടുള്ളൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഒരു പ്ലോട്ടിൽ വന്നിട്ട് ഈ ഗ്ലാസ് വെക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ പ്ലാൻ 3D രൂപത്തിൽ വരികയാണ്. അദ്ദേഹത്തിന് അത് ചുറ്റും നടന്നു കാണാൻ പറ്റുന്നു. അതായത് ഇങ്ങനെ ഒരു പ്ലാൻ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ എവിടെയാണ് എന്താണ് പ്ലേസ് ആവാൻ പോകുന്നതെന്ന് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി വഴി അദ്ദേഹത്തിന് മനസ്സിലാവും. ഇത്തരത്തിൽ അനന്തമായിട്ടുള്ള സാധ്യതകളെ ബ്ലെൻഡ് ചെയ്യാൻ നമുക്ക് ഇന്ന് സാധിക്കും. അതായത് AR ആയാലും VR ആണെങ്കിലും AI ആണെങ്കിലും ML ആണെങ്കിലും അതുപോലെ തന്നെ ഡേറ്റാ സയൻസും ഡേറ്റ ട്രെയിനിങ്ങും ആണെങ്കിലും. ഇപ്പം നമുക്കറിയാം, നമ്മൾ പല ചോദ്യങ്ങളും ഇപ്പം ഗൂഗിളിനോട് ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ അലക്സയോട് ചോദിക്കുമ്പോഴോ നമ്മുടെ ചോദ്യം എന്താണെന്ന് മനസ്സിലാക്കി അതിന് ഉത്തരം തരാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഏതൊക്കെ രീതിയിൽ തിരിച്ചും മറിച്ചും ചോദിച്ചാലും അതൊരു ഉത്തരം കറക്റ്റായിട്ട് പറയാൻ അറിയാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡേറ്റയെ പല പല സ്കീമകളും ഡേറ്റ ടൈപ്പുകളുമായിട്ട് ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഒരു വ്യക്തിയെ സംബന്ധിക്കുന്ന ഒരു സ്കീമ എന്ന് പറയുമ്പോൾ ഒരു പേഴ്സൺ സ്കീമ, ഒരു സ്ഥലത്തെ സംബന്ധിക്കുന്നതാവുമ്പോൾ ഒരു പ്ലേസ്, ഒരു ഇവൻറ്റ്, അതുപോലെ തന്നെ ഒരു മൂവി, എന്തും നമുക്കിന്ന് ഡേറ്റാ സെറ്റായിട്ട് ട്രെയിനിങ്ങിന് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സാധ്യതകൾ ആർക്കിടെക്ചറിലും ഉപയോഗിച്ചിട്ടാണ് അവർ ഇത്തരം സോഫ്റ്റ്വെയറുകൾ അല്ലെങ്കിൽ വിർച്വൽ റിയാലിറ്റി അല്ലെങ്കിൽ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി പ്രോഗ്രാംസ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ സാധ്യതകൾ നമ്മൾ ചിന്തിക്കുന്നതാണ് അതിൻ്റെ സാധ്യത. നമുക്ക് എത്രത്തോളം ചിന്തിക്കാൻ പറ്റുന്നോ അത്രത്തോളം അനന്തമാണ് അതിൻ്റെ സാധ്യത. ഇപ്പം നമ്മൾ ഇന്ന് ഒരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കത് പ്രോഗ്രാമിലൂടെ കൊണ്ടുവരാൻ പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. അതാണ് അവർ അതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഗെയിമിങ്ങിലും ഒക്കെ ഇപ്പം യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പം സാറ് നേരത്തെ പറഞ്ഞ പോലെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ സോഫ്റ്റ്വെയർ തന്നെ അടുത്ത സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നു എന്ന് പറയുന്ന പോലെ ഇപ്പം ഡേറ്റ നമ്മൾ ട്രെയിൻ ചെയ്യിക്കുന്ന ഡേറ്റാ സെറ്റുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഡേറ്റയുടെ ആക്യുറസി, ഔട്ട്പുട്ടിൻ്റെ ആക്യുറസി കൂടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സിമ്പിളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദിസ് പേഴ്സൺ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ നമ്മൾ ഓരോ തവണ കയറുമ്പോഴും ഓരോ മനുഷ്യരുടെ ഫോട്ടോ കാണിക്കും. പക്ഷേ അങ്ങനെ ഒരു മനുഷ്യർ ലോകത്തിലില്ല. നമ്മൾ പറയുന്ന പാരാമീറ്റേഴ്സ് വെച്ചിട്ട് ഒരു മനുഷ്യൻ്റെ രൂപം ഉണ്ടാക്കാനും 3D മോഡൽ ചെയ്യാനും അതിന് ഇന്ന് സോഫ്റ്റ്വെയറുകൾക്ക് സാധിക്കുന്നു. ഒരു കാലത്ത് മുടി വരയ്ക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ ഇന്ന് സോഫ്റ്റ്വെയറുകൾ വളരെ ആക്യുറേറ്റ് ആയിട്ട് മുടി വരെ റെൻഡർ ചെയ്യുന്ന ലെവലിലേക്ക് വന്നു. ഇത് ഒരിക്കലും നമ്മൾ പ്രോഗ്രാം ചെയ്തോ വരച്ചോ ഉണ്ടാക്കിയതല്ല, സോഫ്റ്റ്വെയർ തനിയെ പഠിച്ചതാണ്. ഇതുപോലെ എന്ത് നമ്മൾ പഠിപ്പിക്കുന്നോ, നല്ലത് പഠിപ്പിക്കുകയാണെങ്കിൽ സോഫ്റ്റ്വെയർ നല്ല ഔട്ട്പുട്ട് തരും, മോശം പഠിപ്പിക്കുകയാണെങ്കിൽ അതിന് മോശം ഔട്ട്പുട്ട് ആയിരിക്കും. നമ്മളൊരു എന്തിനൻ സിനിമയിൽ കാണുന്ന പോലെ ഒരു റെഡ് ചിപ്പ് എന്ന് പറയുന്ന ചിപ്പ് നമ്മൾ വികസിപ്പിക്കാതെ ഒരു ബ്ലൂ ചിപ്പിൽ നമ്മൾ നല്ലത് ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഔട്ട്പുട്ടുകൾ കിട്ടും. അത് ആർക്കിടെക്ചറിലാണെങ്കിലും
ഏത് ഫീൽഡിലാണെങ്കിലും, ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ജീൻ സീക്വൻസിലും അതിൻ്റെ സാധ്യതകൾ ഇപ്പോൾ പലരും പരിശോധിച്ച് വരുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പ്ലോർ ചെയ്ത് വരുന്നുണ്ട്. നമുക്ക് നല്ലതിന് വേണ്ടി പ്രതീക്ഷിക്കാം. ഹോപ്പ് എൻ്റെ ഉത്തരം. ഓക്കെ, താങ്ക് യു. മറ്റെന്തെങ്കിലും ചോദ്യങ്ങൾ? എയെ പറ്റി കുറച്ച് ലളിതമായിട്ടൊരു കാര്യം പറയുമ്പോൾ കാര്യം മനസ്സിലാവും. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെഡിക്കൽ മേഖല നന്നായിട്ട് അപ്ലൈ ചെയ്താൽ പണി പോണ മുഴുവൻ ഡോക്ടർമാർക്കായിരിക്കും. കാരണം രോഗിയുടെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ചികിത്സ എങ്ങനെ വേണമെന്നും മരുന്ന് നിശ്ചയിക്കാനും മാത്രമല്ല, വേണമെങ്കിൽ റോബോട്ടിക് സർജറിയും ചെയ്ത് കിട്ടും. അത്രയ്ക്കധികം ആപ്ലിക്കേഷൻ. ഇതാണ് വരാൻ പോണ ഒരു വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ ആ രീതിക്കുള്ളതായിരിക്കും. മനസ്സിലായി? അപ്പോൾ ഡോക്ടേഴ്സ് സോഫ്റ്റ്വെയർ പഠിക്കുക എന്നുള്ളൊരു ഭാഗത്ത് വരും, അവരതിൻ്റെ ആപ്ലിക്കേഷൻ നടത്തുന്നുള്ള മറ്റൊന്ന് വരും. സോഫ്റ്റ്വെയറായിട്ടുള്ള ഡോക്ടർമാരുടെ ഒരു കാലമായിരിക്കാം നാളെ വരുന്നത്, അല്ലെങ്കിൽ പണിയില്ലാത്ത ഡോക്ടേഴ്സിൻ്റെ ആയിരിക്കും. ആക്ച്വലി അത് ഒരു കമ്പനി ഇന്ത്യയിൽ പ്രാവർത്തികമാക്കിയിരുന്നു, പ്രാക്ടോ എന്ന് പറയുന്ന ഒരു കമ്പനി, അതായത് ഓൺലൈൻ കൺസൾട്ടേഷൻ. പക്ഷേ അത് എത്തിക്കലല്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് പിൻവലിക്കേണ്ടി വരുന്നൊരവസ്ഥയാണ് ഉണ്ടായത്. പക്ഷേ ആ ഒരു ലെവലിലേക്കൊക്കെ നമ്മൾ അഡ്വാൻസ് ചെയ്തു എന്നുള്ളത് തന്നെ ഒരു സ്ഥലത്ത് വളരെ സന്തോഷം തരുന്നതും അറ്റ് ദ സെയിം ടൈം അപ്പുറത്ത് വളരെ ഭീതിപ്പെടുത്തുന്നതുമാണ്. അപ്പം ആ ഒരു ഏരിയയിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല, സമയപരിമിതിയുണ്ട്. മറ്റെന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ചോദ്യങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തിയാൽ നന്നായിരുന്നു. ബാക്കിൽ മാഡം കൈ കാണിച്ച് ചോദിക്കാനാണോ? അല്ല അല്ല. ഓക്കെ ഓക്കെ, മറ്റ് ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാമായിരുന്നു. ചോദ്യങ്ങൾ ചോദിക്കാനാവാത്തതും ബോറായിരുന്നോ? അത്രയ്ക്ക് മോശമായിരുന്നു സെഷൻ എന്നൊരു സംശയം. അതോ കൂടുതൽ നന്നായി പോയോ? അതെ, ബാക്കിൽ ഒരു മൈക്കൊന്ന് പാസ് ചെയ്യാമോ? എൻ്റെ പേര് അനിത. സാർ ഇപ്പോൾ ഈ ഗ്രീൻ സിമെൻറ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ, കടുക് ശർക്കര യോഗത്തെക്കുറിച്ചും. അപ്പോൾ ആസ് എൻ ആർക്കിടെക്ട് സാർ ഇങ്ങനത്തെ ഓൾട്ടർനേറ്റീവ്സ് എന്തെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? ഞാനിത് ഈ കടുശർക്കര യോഗത്തെക്കുറിച്ച് കുറേ പഠിച്ചിട്ടുണ്ട്, ഡോക്ടർ ശശിഭൂഷൺ സാറുമായിട്ടും സംസാരിച്ചിട്ടുണ്ട്. കെമിസ്ട്രിയാണ് എൻ്റെ വിഷയം, അതുകൊണ്ടാണ് ഈ താല്പര്യം. അപ്പോൾ ഇതിൽ കൂടുതൽ ഞാൻ ഒന്ന് റിസർച്ച് ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ പലരും ഡിസ്കറേജ് ചെയ്യുകയാണ്, ബിക്കോസ് ഇതിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ള ഒരു ആർഗ്യുമെൻ്റാണ് തരുന്നത്. അപ്പോൾ ആസ് എൻ ആർക്കിടെക്ട് സാർ ഇതുപോലുള്ള ഓൾട്ടർനേറ്റീവ്സ് ട്രൈ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ സാറിൻ്റെ എക്സ്പീരിയൻസ് എന്താണ്? അതിൻ്റെ ആദ്യത്തെ ഉത്തരം ഞാൻ ആർക്കിടെക്റ്റ് അല്ല എന്നുള്ളതാണ്. ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു. സോറി, ഞാൻ ഇൻട്രൊഡക്ഷൻ കേട്ടില്ല. ഇറ്റ്സ് ഓക്കെ. ഞാൻ മെഡിക്കൽ മേഖലയാണ് ഗവേഷണം ചെയ്തത്. ബയോകെമിസ്ട്രിയാണ് സബ്ജക്റ്റ്. കൂടുതലും ന്യൂറോ സയൻസ് അല്ലെങ്കിൽ ന്യൂറോബയോളജി തുടങ്ങിയിട്ടുള്ള മേഖലകളിലാണ്. പിന്നെ ഭാരതത്തിൻ്റെ വിജ്ഞാനത്തെപ്പറ്റി നമുക്ക് എപ്പോഴും തന്നെ ആസ് എ ഹിന്ദു ആൻഡ് പൊളിറ്റിക്കലി വളരെയധികം കൗതുകമുള്ള വ്യക്തിയാണ് ഞാൻ. സ്വാഭാവികമായിട്ടും നമ്മുടെ കൊച്ചുനാൾ തൊട്ട് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നതും പഠിക്കാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യമാണ്. ഇന്ത്യയുടെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അത് റീസൺ ഒന്ന്. രണ്ട്, എൻ്റെ കുടുംബത്തിൻ്റെ ഒരു പാരമ്പര്യത്തിൽ വാസ്തുവിദ്യ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പലതരം ഇത്തരം കൂട്ടുകളെക്കുറിച്ച് എനിക്ക് അറിയാവുന്നത്. അത് ഞാൻ ഉപയോഗിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല, പകരം എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഞാൻ പലതും കേട്ട് പഠിച്ചിട്ടുണ്ട്. ഇത്തരം കടിശർക്കര യോഗങ്ങളും അതുപോലുള്ളതും അതിൻ്റെയൊക്കെ കൂട്ടുകൾ അറിയാവുന്ന ആൾക്കാർ ഇന്നും എൻ്റെ കുടുംബത്തുണ്ട്. പാരമ്പര്യമായിട്ട് ഇത്തരം വിദ്യകൾ ചെയ്യുന്ന പല ആൾക്കാരും ഉണ്ട്. ഈവൻ അടുത്ത കാലത്ത് പോലും കണ്ണൂർ ഒരു ക്ഷേത്രം, അത് നമ്മുടെ പ്രശസ്തമായ ഷൂട്ടിംഗ് നടക്കുന്ന ഷൊർണൂരെ മനയുണ്ടല്ലോ, അതുണ്ടാക്കിയ ശൈലിയിലുണ്ടാക്കിയ അമ്പലത്തെപ്പറ്റി, അതായത് 2 കല്ലുകൾ ചേർത്ത് വയ്ക്കാൻ സിമൻറ്റ് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത്, ആ ടൈപ്പുള്ള സമ്പ്രദായങ്ങളെപ്പറ്റി ഇന്ന് ലൈവാണ്, അതെല്ലാം ഉണ്ട്. ഇതിനെക്കുറിച്ച് ആരെങ്കിലും അന്വേഷിച്ച് പോയിട്ട് വാസ്തവത്തിലൊരു മിനിമം ഒരു പ്രബന്ധമെങ്കിലും പ്രസിദ്ധീകരിക്കേണ്ടതാണ്. അതായത്
ഇന്ത്യൻ വാസ്തുവിദ്യയിൽ ഉപയോഗിക്കപ്പെടുന്ന അറിയപ്പെടാത്ത സാങ്കേതികതകൾ. അപ്പോൾ ഞാൻ ഒരിടയ്ക്ക് പറഞ്ഞു, DC ബുക്സ് ഇറക്കിയൊരു പുസ്തകത്തിൽ പഴയ ഇരുമ്പയിര് നിർമ്മിക്കുന്ന സമ്പ്രദായത്തെപ്പറ്റി ചിലരെ ഇറങ്ങി കണ്ടുപിടിച്ച് മലയാളത്തിൽ പ്രബന്ധം ഉണ്ടാക്കി. ഇത്തരൊരു ഉത്സാഹം വാസ്തവത്തിൽ ചരിത്രം പഠിക്കുന്ന ആൾക്കാരിൽ നിന്ന് ആവശ്യമാണ്. അതൊരു കൂട്ടർ. മെക്കാനിക്കൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് ആവശ്യമാണ്. ഷിപ്പ് ടെക്നോളജി പഠിക്കുന്നവരിൽ നിന്ന് ആവശ്യമാണ്. എൻ്റെ അറിവിൽ കൊച്ചി യൂണിവേഴ്സിറ്റിയിലെ ഷിപ്പ് ടെക്നോളജിയിൽ ഒരേ ഒരാൾ മാത്രമേ ബേപ്പൂര് പോയി മാപ്പിള ഖലാസികളുടെ അടുത്തുനിന്ന് പണ്ടത്തെ കപ്പൽ നിർമ്മിക്കുന്ന വിദ്യ ഒരു പ്രൊജക്റ്റായിട്ട് ചെയ്തിട്ടുള്ളൂ. ചെയ്തൊരു പയ്യനെ എനിക്ക് അറിയാം, അതുകൊണ്ടാണ് പറയണേ. ഒരേ ഒരാൾ മാത്രം, വേറെ ആരും അങ്ങനെ പോയിട്ടില്ല. പക്ഷെ ഇങ്ങനെ പോകേണ്ടതുണ്ട്. അത് ചരിത്രം പഠിക്കുന്നവർക്കാണ് കൂടുതൽ എളുപ്പം. കാരണം ഇപ്പോൾ എഞ്ചിനീയറിങ്ങിലാണെങ്കിൽ ഒരുപക്ഷെ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ പ്രൊഫസേഴ്സോ സമ്മതിച്ചില്ല എന്ന് വരും ഇങ്ങനത്തെ പഴയതിൻ്റെ പുറകെ പോകാനായിട്ട്. ചരിത്രത്തിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അത്തരം ഓപ്ഷൻ കാരണമാണ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് കാലിഫോർണിയ സർവകലാശാലയിൽ നിന്ന് ഒരു സായിപ്പ് വന്ന് പാഞ്ഞാളിൽ അതിരാത്രത്തിന് സോമയാഗം നടത്താൻ അദ്ദേഹം ഫണ്ട് ചെയ്തതും അങ്ങനെ വർഷങ്ങളോളം നടക്കാതിരുന്ന ഒരു യാഗ സംസ്കാരം പുനർജനിച്ചത് അങ്ങനെയാണ്. അത് ഇൻഡോളജിയൊക്കെ പഠിക്കാൻ വന്ന ഒരാളിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ചരിത്രം പഠിക്കുന്നവർക്ക് പലതും പുനരുജ്ജീവിപ്പിക്കാൻ പറ്റും. ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ അത്തരം ടോപ്പിക്ക് തിരഞ്ഞെടുക്കുക, അതിൻ്റെ പുറകെ പോവുക എന്നുള്ളതാണ്. ഇനി ഹിസ്റ്ററി പ്രൊഫസേഴ്സ് ആണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമുണ്ട്. ഒരു ഗൈഡിൻ്റെ കീഴിൽ ചെയ്യേണ്ട ആവശ്യമില്ല. സ്വയം ആ ടോപ്പിക് തിരഞ്ഞെടുത്തിട്ട് അതിനകത്ത് പുസ്തകങ്ങൾ ഇറക്കുകയോ പ്രബന്ധങ്ങൾ ഇറക്കുകയോ എന്ത് ചെയ്യാം. ആദ്യം ആവശ്യം അതാണ്. അങ്ങനത്തെ ഒരു സമൂഹം സൃഷ്ടിക്കപ്പെടണം. പിന്നെ ഇത്തരം വിജ്ഞാനങ്ങളുള്ള നിരവധി കുടുംബങ്ങളുണ്ട്. ഇവരുടെ ഒന്നും ലിസ്റ്റില്ല. മിക്കവാറും ആശാരി സമൂഹത്തിൽപ്പെട്ട ആൾക്കാരുടെ കയ്യിലായിരിക്കും. അവരെ കണ്ടുപിടിക്കുക, അവരെ ലിസ്റ്റ് ചെയ്യുക, അവരുടെ വിവരങ്ങൾ വെബ്സൈറ്റിൽ കൊടുക്കുക, അവർക്ക് എന്തൊക്കെ വിജ്ഞാനങ്ങൾ അറിയാൻ പറ്റുമെന്നുള്ളത് പറയുക. താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ അടുത്ത് പോയി പഠിക്കാൻ പറ്റുമെങ്കിൽ, അവരുടെ അനുമതി ഉണ്ടെങ്കിൽ അക്കാര്യം കൊടുക്കുക. ഇങ്ങനെയൊക്കെയാണ് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുക. അൾട്ടിമേറ്റ്ലി ഇതെല്ലാം മോഡേൺ സയൻസ് അനുസരിച്ച് എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ പ്രവർത്തനം. നമ്മളൊരു കടുശർക്കരയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലെ തന്മാത്രകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു അല്ലേ, അതിൻ്റെ കെമിസ്ട്രി എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യണം. അങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കുമ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കെമിസ്ട്രി സഹകരിച്ചെന്ന് വരും. അങ്ങനെ ആക്കിയെടുക്കാൻ പറ്റണം. അങ്ങനെ വരുമ്പോൾ ഒരു ഹിസ്റ്ററി വിദ്യാർത്ഥിനിക്കോ പ്രൊഫസർക്കോ കെമിസ്ട്രിയിലും കൂടെ ചേർത്താണ് റിസർച്ച് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾക്ക് പലതും കണക്ട് ചെയ്യാൻ പറ്റും. ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ട് പലതും ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു സമീപനം നമ്മൾ സ്വീകരിക്കാത്തതുകൊണ്ടാണ്. അതേസമയം സ്വീകരിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ മിക്ക ബയോളജി സയൻറ്റിസ്റ്റുകളും ഈവൻ മെഡിക്കൽ സയൻറ്റിസ്റ്റുകളും അവർ ഏതെങ്കിലും ഘട്ടത്തിൽ ആയുർവേദമോ സിദ്ധവൈദ്യമോ ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് റിസർച്ച് ചെയ്യുന്നുണ്ട്. കുറവുള്ളത് യുനാനിയിലാണ്. യുനാനിയിൽ ധാരാളം കെമിസ്ട്രി ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ മരുന്നും അതിനകത്താണ്. 1,20,000 മരുന്നുകൾ യുനാനിയിൽ തന്നെയുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാനാണ് നിരവധിയുണ്ട്, ആരും ചെയ്യുന്നില്ല. എന്നാൽ ആയുർവേദത്തിൻ്റെ ശ്രദ്ധയിലും കുറച്ചും കൂടി നടക്കുന്നുണ്ട്. ആയുർവേദത്തിലാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അങ്ങനത്തെ സമീപനം ആയുർവേദത്തിലാകാമെങ്കിൽ എന്തിന് മറ്റുള്ളതിലേക്ക് പോകാതെ ലിമിറ്റ് ചെയ്തിരിക്കുന്നു? ഈ ചോദ്യം ചോദിക്കാനുള്ളത്. പക്ഷെ അതിന് വേണ്ടി വരുന്നത് ഒരുപക്ഷെ നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ്, ഹിസ്റ്ററിയിൽ നിന്ന് വരുന്നവർ. വന്നതിനകത്തേക്ക് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പം മറ്റു പലർക്കും പ്രചോദനമാകും. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, മൈക്കൊന്ന് പാസ് ചെയ്യാമോ? ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് തന്നെ ഉള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അല്ലെ 3Dയുടെ ഒരു പ്രസക്തി ചോദിച്ചു. നമ്മുടെ സ്ക്രീനിൻ്റെ തൊട്ട് പുറകിൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഭീമയുടെ ആഡ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഭീമ കോവിഡ് സമയത്ത് ഈ ആഭരണങ്ങൾ നമുക്ക് 3D ആയിട്ട് സൈറ്റിൽ കയറി വെച്ച് നോക്കാനുള്ള ഒരു ഓപ്ഷനൊക്കെ തന്നിട്ടുണ്ട്. പെട്ടെന്ന് അത് ഓർത്തു. അത് AI-യുടെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ്. ഇനി അങ്ങോട്ട് എനിക്ക് തോന്നുന്നു സാമ്പത്തിക മേഖലയിൽ ക്രിപ്റ്റോ കറൻസി ഉൾപ്പെടെയുള്ള സംഗതികൾ ശരിക്കും IT മേഖലയും ഫിനാൻസും അതുപോലെ തന്നെ മെഡിക്കൽ രംഗവും എല്ലാം കൂടെ കമ്പൈൻഡ് ആയിട്ട് ഈ പറഞ്ഞ സിവിൽ എഞ്ചിനീയറിംഗ് മേഖല എല്ലാം കൂടെ ഒരു കുഴഞ്ഞു മറിഞ്ഞ രീതിയിലേക്ക് ഇനി പോകാൻ ബ്ലെൻഡഡ് എന്ന് പറയാം, അതിലേക്ക് പോകാനുള്ള ഒരു ഒരുക്കത്തിൽ കൂടിയാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ നേരത്തെ കമൽജി പറഞ്ഞു നമ്മൾ ഇപ്പോൾ ഈ ബിൽഡിംഗ് കോൺക്രീറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം നാളെ ഒരു ഘട്ടത്തിൽ അതിന് മാറ്റങ്ങൾ വന്നേക്കാം എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഒരു ഇടക്കാലത്ത് തുടർച്ചയായിട്ട് നമ്മുടെ ഒരു കാലാവസ്ഥയ്ക്ക് കൺവീനിയൻസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിക്കാത്ത രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതുകൊണ്ടാണ് നമുക്ക് ഈ ആഗോളതാപനം
ഒക്കെ നിലനിൽക്കുമ്പോൾ നമുക്ക് ചൂടെടുക്കുന്നതും നമുക്ക് മറ്റ് ശീതീകരണ സംവിധാനങ്ങൾ നോക്കേണ്ടി വരുന്നതും ഒക്കെ. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ആക്റ്റീവായിട്ട് വരേണ്ടതുണ്ട്. നമുക്ക് ശരിക്കും നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തെ തന്നെ എഫക്റ്റീവായിട്ട് അതിന് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു സംശയം ഇതാണ്, നിലവിൽ ഇപ്പം ഞങ്ങളും ഒരു വീട് വെക്കാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം നമുക്കും ആഗ്രഹങ്ങളുണ്ട്, നമുക്ക് ഒരു എക്കോ ഫ്രണ്ട്ലി രീതിയിൽ വീട് വെക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ആൾട്ടർനേറ്റീവ്സ് ഇല്ല. അപ്പോൾ അതിൻ്റെ കാരണം റിസോഴ്സുകൾ അവൈലബിൾ അല്ലാത്തതാണോ എന്നതാണ് ഒരു ചോദ്യം. കാരണം നമുക്ക് ബാംബു മിഷൻ പോലെയുള്ള എന്താ പറയുക സെറ്റപ്പുകളുണ്ട്, പക്ഷേ അത് എത്രത്തോളം എഫക്റ്റീവാണ് എന്നുള്ളതൊരു ചോദ്യമാണ്. നമുക്ക് എന്തുകൊണ്ട് ഒരു എക്കോ ഫ്രണ്ട്ലി വീട് കിട്ടണമെങ്കിൽ നമ്മളൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ശരിക്കും ആ ഒരു നിർമ്മാണ മേഖലയിലേക്ക് അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു ആർക്കിടെക്റ്റ് മേഖലയിലേക്ക് ഇറക്കേണ്ടി വരുന്നു. ശരിക്കും അത് കോസ്റ്റ് എഫക്റ്റീവായിട്ടല്ലേ നമുക്ക് കിട്ടേണ്ടത് എന്നുള്ളതൊരു ചോദ്യം. അപ്പോൾ എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഭവന നിർമ്മാണ മേഖലയിലെ ഏറ്റവും പ്രധാന സംഭവം എന്ന് വെച്ചാൽ ഒരു ആൾട്ടർനേറ്റീവ്, അതിനുള്ളൊരു വിശ്വാസ്യത വേണം. ബേസിക്കലി അതാണ്. ആൾട്ടർനേറ്റീവ് ഓൾറെഡി ഉള്ളത് പാരമ്പര്യ രീതിക്കുള്ള മരം കൊണ്ടുള്ള നിർമ്മിതികൾ എന്നുള്ളത്. കല്ലുകൊണ്ട് ഭിത്തികൾ കെട്ടിപ്പോക്കാം, മേൽക്കൂര മരം കൊണ്ടും, അതിന് മുകളിൽ ഓട് ഇടാം. ഈ രീതിയുണ്ട്, ഇല്ലയെന്നല്ല. ഇപ്പം മരം മാറിയിട്ട് ഇത് ഇരുമ്പിൻ്റെ സ്ട്രക്ചേഴ്സ് ഉപയോഗിച്ചിട്ടും ചെയ്യുന്നുണ്ട്. ഒരർത്ഥത്തിൽ മേൽക്കൂര കോൺക്രീറ്റ് ചെയ്യാണ്ട് ഇങ്ങനൊരു മാറ്റത്തോടുകൂടി ഇപ്പം മുന്നോട്ട് പോകുന്നുണ്ട്. അത് താല്പര്യമുള്ളവർക്ക് അത് നോക്കാം. പക്ഷേ അല്ലാത്തൊരു ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് ഒരു പൂർണ്ണമായിട്ട് ഡെവലപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിന് വിശ്വാസയുടെ ഒരു വിഷയം വരും. ദാറ്റ്സ് നോട്ട് ഈസി. ഇതൊരു വലിയ ഇഷ്യൂ ആണ്. അപ്പോൾ അത് ഒന്നാമത് പരിഹരിക്കപ്പെടേണ്ടി വരുന്നു. പിന്നെ ഈ രംഗത്ത് കൂടുതൽ ഡിസൈൻസ് വേണം, ധാരാളം പുതിയ ടെക്നോളജി വേണം. യു നീഡ് റിസർച്ച്. കുറേ റിസർച്ച് കൂടെ നടക്കാനുണ്ട്. അതിനെക്കുറിച്ചുള്ള ഞാനൊരിക്കൽ ആ മേഖലയുള്ളവരുടെ മീറ്റിംഗ് പങ്കെടുത്തുകൊണ്ടാണ് ആ ഒരു ഇഷ്യൂ മനസ്സിലായത്. പിന്നെ ഒരു വീടുണ്ടാക്കുമ്പോൾ പണ്ടത്തെ കോൺസെപ്റ്റ് ഒരു വീട് വെറുതെ ഉണ്ടായാൽ മതി. ഇന്നതല്ല, അലർജിയെ തടുക്കുന്നതായിരിക്കണം. അലർജിക്കാവാൻ പാടില്ല. അപ്പോൾ വായു സഞ്ചാരം കൊണ്ടോ പെയിൻറ്റ് കൊണ്ടോ സിമെൻറ്റിൻ്റെ പൊടി കൊണ്ടോ ഇതുകൂടാതെ അതിൻ്റെ ഉള്ളിൽ വളരാവുന്ന ചെറു പ്രാണികൾ കൊണ്ടോ ഡസ്റ്റ് മൈറ്റ് കൊണ്ടോ എന്തും ആയിക്കോട്ടെ, നിരവധി അലർജികളുള്ള ആൾക്കാരുണ്ട്. നമ്മൾ സെൻസിറ്റീവായിട്ടുള്ള ധാരാളം പേരുണ്ട്. ഈ അലർജീസ് ഉണ്ടാവാൻ പാടില്ല. ഇപ്പം ഏറ്റവും പ്രധാനമായിട്ട് മെഡിക്കൽ സയൻസ് നോക്കുന്നത് എങ്ങനെ അലർജി ഇല്ലാത്ത വീട്. അത് മെഡിക്കൽ സയൻസും ഭവന നിർമ്മാണ വിദ്യയും കൂടെ ചേരുന്ന ഒരു ഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ. ഇതിനുള്ള വാസ്തവത്തിൽ പോളിസി മേക്കിംഗ് നടക്കണേ ഉള്ളൂ. പോളിസി മേക്കിംഗ് തന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റിയിൽ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അലർജി ഒഴിവാക്കാൻ നേരത്തുള്ള ഭവന നിർമ്മാണം എൻഷുർ ചെയ്യുന്നുള്ള ഒരു ചോദ്യം അവിടെ ഇല്ല. അത് നാളെ വന്നേക്കും, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. ഇത്തരം കാര്യങ്ങളിലേക്ക് ഒന്ന് പോളിസി മേക്കേഴ്സിൻ്റെ ശ്രദ്ധ പോകണം. 2 ഡോക്ടേഴ്സ് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കണം. 3 എഞ്ചിനീയേഴ്സ് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കണം. 4 റിസർച്ചേഴ്സ് അതിനകത്ത് കൂടുതൽ പഠനം നടത്തണം. നിലവിൽ കുറവാണ്, ബാല്യദശയിലാണ്. ഇതാണിപ്പോൾ പറയാനുള്ളത്. ഓക്കെ, നമുക്ക് ഒരുപാട് സമയം. സാറ് നേരത്തെ സംസാരിച്ച സമയത്ത് ഒരു പുള്ളിയുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വലിയ ഉയർന്ന ശമ്പളം വാങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരുപാട് പേരുകളും വന്നു. പക്ഷേ ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ രാജ്യത്തിൻ്റെ ഇത്തരം ടെക്നോളജിപരമായ കാര്യങ്ങളിലൊക്കെയുള്ള വലിയൊരു പുരോഗതിക്ക് നമ്മുടെ രാജ്യത്ത് തന്നെയുള്ള കഴിവുള്ള ആളുകൾ പലരും പുറത്തു പോയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരിക്കൽ അബ്ദുൽ കലാം സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ രാജ്യത്തിന് ജനസംഖ്യാനുപാതികമായിട്ട് യുവാക്കളുടെ അടുത്ത് ഈ പേറ്റൻറ്റുകൾക്കുള്ള അപേക്ഷകളൊന്നും വരുന്നില്ല എന്ന്. അപ്പം അത്തരം കാര്യങ്ങൾ എന്തുകൊണ്ടാണ് അത് നമ്മുടെ രാജ്യത്തെ ടെക്നോളജിപരമായ ഒരു മുന്നേറ്റത്തിനെ ചെറിയ രീതിയിലെങ്കിലും ബാധിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷനെ പറ്റി ഒന്ന്. അതിന് ഒരു ദീർഘചരിത്രമുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യക്കാരൻ്റെ ശാസ്ത്രത്തിലുള്ള എന്നുവെച്ചാൽ യഥാർത്ഥ ഇന്ത്യൻ വംശജൻ്റെ നോബൽ പ്രൈസ് പറയുന്നത് സി വി രാമൻ്റെയാണ്. മൗലിക ഗവേഷണമാണ്, അടിസ്ഥാനപരമായിട്ടുള്ള ഗവേഷണം. പിൽക്കാലത്ത് അദ്ദേഹം ചെയ്തതും അങ്ങനെയായിരുന്നു, സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖരൊക്കെ. അപ്പം ഫിസിക്സ് ആവട്ടെ, കെമിസ്ട്രി ആവട്ടെ, ബയോളജി ആവട്ടെ, മൗലികമായ രംഗത്ത് അടിസ്ഥാന ഗവേഷണത്തിലാണ് ഇന്ത്യ കൂടുതൽ ശ്രദ്ധിച്ചത്. ഇന്ത്യൻ സയൻറ്റിസ്റ്റുകളും കൂടുതൽ ശ്രദ്ധിച്ചതും പ്ലസ് ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിങ്ങൾ പോയതും ഈ മേഖലയായിരുന്നു. ഇതിൽ നിന്നൊരു മാറ്റം ആപ്ലിക്കേഷൻ ലെവലിലേക്ക് മിനിമം വന്നുള്ളൂ. അതിൻ്റെ കുറവ് ഇൻഡസ്ട്രിയലൈസേഷൻ്റെ കുറവായിരുന്നു. വ്യവസായവൽക്കരണം ഇന്ത്യയിൽ വേണ്ട രീതിയിൽ വരാത്തതാണ്. ഏറ്റവും കൂടുതൽ ഗവേഷണം ഫലപ്രദമായിട്ട് നടന്നിരിക്കുന്നത്, അതായത് മനുഷ്യന് ഉപകാരമുള്ള സാധനം ഉണ്ടായിരിക്കുന്നത് ഏറ്റവും വലിയ ദോഷത്തിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ യുദ്ധാവശ്യങ്ങൾക്കുള്ള ഗവേഷണങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ, അതായത് ഡിഫൻസ് റിസർച്ചിൽ നിന്നാണ് ഉപകാരമുള്ള എല്ലാം ഉണ്ടായിരിക്കുന്നത്.
നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റ് ഉൾപ്പെടെ. ഇൻ്റർനെറ്റിൻ്റെ ആദ്യ അൽഗോരിതങ്ങൾ എഴുതപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയിൽ ഞാൻ വർക്ക് ചെയ്തതാണ്. UW മാഡിസൺ, യൂണിവേഴ്സിറ്റി ഓഫ് വിസ്കോൺസിൻ മാഡിസൺ. 2 നോബൽ പ്രൈസ് അവർക്ക് കിട്ടിയിട്ടുള്ളൂ ആ യൂണിവേഴ്സിറ്റിക്ക്. അതിലൊന്ന് ഇന്ത്യക്കാരനായിട്ടുള്ള ഖൊറാനയായിരുന്നു. അദ്ദേഹം വർക്ക് ചെയ്തതിൻ്റെ തൊട്ടടുത്ത ബിൽഡിങ്ങിലാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരം യൂണിവേഴ്സിറ്റികളൊക്കെ അന്നത്തെ കാലത്ത് ആദ്യത്തെ ഒരു അൽഗോരിതം ഉണ്ടാക്കിയെങ്കിലും അത് പിന്നീട് ഉപയോഗിക്കപ്പെട്ട ഡിഫൻസ് രംഗത്താണ്. പല പ്രോഡക്റ്റും അങ്ങനെ ഉണ്ടായിരിക്കുന്നത്. അപ്പം ഡിഫൻസിൽ എന്തുകൊണ്ട് സംഭവിച്ചു? യുദ്ധം ചെയ്യാൻ എത്ര ആകാംക്ഷ ഉണ്ടാണോ? ഒരിക്കലുമല്ല. ഏറ്റവും കൂടുതൽ ഗവേഷണത്തിന് ഫണ്ടിങ് ഒഴുകുന്നത് ഡിഫൻസിലാണ്. ഇതൊരു മെയിൻ ഇഷ്യൂ ആണ്. അപ്പോൾ ഗവേഷണത്തിന് ഒരു പ്രത്യേക റീസണോടുകൂടി ഫണ്ടിങ് ഒരു മേഖലയിലേക്ക് ചെന്നാൽ അവിടെ കുറേ സംഭവങ്ങൾ ഉണ്ടാകും. ഇന്ത്യൻ ഡിഫൻസിലും ധാരാളം പേര് ഒത്തിരി പേറ്റൻറ്റുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എനിക്കറിയാവുന്ന ഒരു വ്യക്തി, ഡോക്ടർ വിജയരാഘവൻ തന്നെ 110ഓളം പേറ്റൻറ്റുകൾക്ക് ഉടമയാണ്. ഞാനാകെ വെറും 5 പേറ്റൻ്റ് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന് അത്രയും പേറ്റൻറ്റ്. ഡിഫൻസിൽ നിന്ന് ഒരാളുടെ പ്രത്യേകതയാണ്, അവർക്കൊത്തിരി ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കാര്യക്ഷമമായിട്ടുള്ള ടാർഗറ്റഡ് ഫണ്ടിങ് ഒരു മേഖല വേണം, 1. 2, എല്ലാം ഭാവനകളുടെ സൃഷ്ടിയാണ്. അതായത് ശാസ്ത്രത്തിൽ ഉപയുക്തമാവുന്ന തരത്തിലുള്ള പ്രൊഡക്റ്റുകളുടെ ഭാവനയുള്ളവരുടെ ഭാവനയെ സർക്കാർ തിരിച്ചറിഞ്ഞ് അതിന് ധനസഹായം കൊടുക്കണം. പക്ഷേ ഇതിന് സർക്കാർ ലിമിറ്റേഷൻ ഉണ്ട്. ഇവിടെയാണ് പ്രൈവറ്റും കൂടി വരേണ്ടത്. ഒരു പ്രൊഡക്റ്റ് നല്ലതാണെങ്കിൽ പ്രൈവറ്റിൻ്റെ ഫണ്ടിങ് അവിടെ വേണം. അത് IT മേഖല നന്നായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഫാർമ അല്ലെങ്കിൽ ബയോടെക്നോളജി മേഖല കുറവാണ്. കമ്പനികളുടെ കുറവ്, ആശയങ്ങളുള്ളവയെ അവരുമായിട്ട് സംവദിക്കുന്നതിൻ്റെ കുറവ്. ഒരു മാസ്റ്റേഴ്സ് കഴിഞ്ഞ ഒരാൾ ഓടിപ്പോയി CSR എക്സാമിനേഷൻ എഴുതും, ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ പണ്ടത്തെ രീതിക്കുള്ള റിസർച്ച് ചെയ്യും, വേണമെങ്കിൽ പുറത്തു പോയി കുറച്ചുനാൾ പോസ്റ്റ് ഡോക്ക് ചെയ്യും. പക്ഷേ ആപ്ലിക്കേഷനെ കുറിച്ച് പലരും ചിന്തിക്കാറില്ല. ഇവിടെ വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ആപ്ലിക്കേഷൻ ലെവലിലേക്ക് ഇവരെ കൊണ്ടുവരുന്ന തരത്തിലുള്ള കോൺക്ലേവുകൾ ഗവൺമെൻറ് തന്നെ സംഘടിപ്പിക്കണം. അതൊരു വലിയ ആവശ്യമാണ്. ഇതുപോലത്തെ കോൺക്ലേവുകൾ അവിടെ ഇതിനു വേണ്ടിയിട്ട്, എന്തിനു വേണ്ടി? പക്ക ആപ്ലിക്കേഷൻ. നിങ്ങൾക്ക് എങ്ങനെ ഒരു സംരംഭകനാവാൻ പറ്റും? അവിടെ ഒരു ഇൻസെൻറ്റീവും കൂടെ കൊടുക്കണം. നിങ്ങളൊരു നല്ല പേറ്റൻറ്റ്, പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന പേറ്റൻറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ പേറ്റൻറ്റ് പ്രൊഡക്റ്റ് ആകുമ്പോൾ കണ്ടുപിടിച്ച റിസർച്ചായിട്ടുള്ള നിങ്ങൾക്കും കൂടി അതിൻ്റെ ഓഹരി കിട്ടണം. ഒന്നുകിൽ ഡയറക്റ്റ് സെല്ലിങ്, അല്ലെങ്കിൽ അതിൻ്റെ വരുമാനത്തിൻ്റെ വിഹിതം. അപ്പോൾ അതും കൂടെ ചേർത്തൊരു സ്റ്റാർട്ടപ്പ്. വാസ്തവത്തിൽ ഇതിനെല്ലാം പോളിസി ഉണ്ട് ഈ നാട്ടിൽ. പക്ഷേ ഇത് പ്രോപ്പറായിട്ട് എത്തേണ്ടവരിൽ എത്താത്ത ഒരു ഗ്യാപ്പ് ഇപ്പോൾ കിടപ്പുണ്ട്. അത് പരിഹരിക്കാനും ഗവൺമെൻറ് നോക്കുന്നുണ്ട്. കാരണം പുതിയ രീതിയിലുള്ള ഫണ്ടിങ് ആപ്ലിക്കേഷൻസ് എല്ലാം അതും വെച്ചുകൊണ്ടാണ് വരുന്നത്. അത് കുറച്ചുകൂടി ജനകീയമായാൽ പലതും നടന്നേക്കും. ഇതാണ് സംഭവിക്കേണ്ടത്. ഓക്കെ, നമ്മൾ സമയപരിമിതി കൊണ്ട് കൂടുതൽ ചോദ്യങ്ങൾ എടുക്കാൻ നിർവാഹമില്ല. എന്തായാലും ആദ്യമായിട്ടാണ് എനിക്ക് ഇത്തരത്തിലൊരു വേദി ലഭിക്കുന്നത്. അതിനൊരു പ്രത്യേക നന്ദി സംഘാടകരോട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഞങ്ങൾക്ക് അവസരങ്ങൾ പലപ്പോഴും നിഷേധിക്കപ്പെടാറുള്ള സാഹചര്യമാണുള്ളത്. അപ്പോൾ ഇതൊരു പുതിയ മാതൃകയായി തീരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി. മാത്രമല്ല, വളരെ സപ്പോർട്ടീവായിട്ടുള്ളൊരു ഓഡിയൻസ് ആയിരുന്നു നിങ്ങൾ. ഒരുപാട് ഇൻട്രാക്റ്റീവായിട്ടുള്ള ചോദ്യങ്ങൾ വന്നിരുന്നു. വളരെ ലെങ്തി ആയിട്ടുള്ള സ്പീച്ചുകളും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പലരും വളരെ എന്താ പറയുക, ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നതും അതിനെ പുറത്ത് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതുമൊക്കെ വളരെ സന്തോഷം. വളരെ ചുരുങ്ങിയ വാക്കിൽ ഒരു കൺക്ലൂഷൻ പറയാനായിട്ട് സാറിനെ ക്ഷണിക്കുകയാണ്. അതോടുകൂടി നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത സെഷൻ തുടങ്ങാൻ ടൈമായി. ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. താങ്ക് യു. നമുക്ക് ചുരുങ്ങിയ വാക്കുകൾ പറഞ്ഞ് നിർത്താം. അങ്ങേയറ്റം ഈ ഒരു സെഷനെ സംബന്ധിച്ച് ഞാൻ താങ്ക്ഫുള്ളാണ്. എടുക്കാൻ വന്നതിൽ 2 തരത്തിലാണ്. എന്നെ ഇൻക്ലൂഡ് ചെയ്തത് മാത്രമല്ല, ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് സുകന്യയെ കൊണ്ടുവന്നതും അതിനെ സംഘാടകർ മുൻകൈ എടുത്തതും ഒരു ചെറിയ കാര്യമല്ല. പ്രോബബ്ലി ഹിന്ദു ഓർഗനൈസേഷൻസിൻ്റെ ഒരു വേദിയിൽ, അത് ഇതുപോലത്തെ ഒരു വേദിയിൽ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ്. ആൾ സംസാരിച്ചത് കമ്മ്യൂണിറ്റി സബ്ജക്റ്റ് അല്ല എന്ന് ഓർക്കണം. സോ നമ്മുടെ ആ മുഖ്യധാരയിലേക്ക് ആൾക്കാരെ നമ്മൾ എത്തിച്ചു. അത് ഈ പ്രോഗ്രാമിൻ്റെ ഒരു വലിയ വിജയമാണ്. അതുപോലെ തന്നെ എനിക്കിവിടെ തന്ന അവസരം എന്ന് പറഞ്ഞാൽ, ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക ഭാവി, അതിൽ പരിഹരിക്കേണ്ട ലാക്കുനെ, ഇതിനെ 2നെ സംബന്ധിച്ച ഒരു ചർച്ചയ്ക്കും കൂടിയുള്ള വേദിയാണ് തന്നത്. 2നും ഏറെ നന്ദിയുണ്ട്. നന്ദി, നമസ്കാരം.
ചെക്ക് 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 1 2 ചെക്ക്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. യൂത്ത് കോൺക്ലേവിൻ്റെ ഭാഗമായി നടക്കുന്ന ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന യൂത്ത് കോൺക്ലേവിൻ്റെ ഇന്നത്തെ അവസാനത്തെ സെഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. So for the convenience, I'll be switching to English. So I believe the topic for today is very relevant. We have been discussing different topics from different spheres from the past 2 days. And I believe the topic for today's session is very relevant, and we have a very distinguished guest with us today to discuss the same. So the topic for today's session is Rise of Hindutva Politics as a Global Power, Clues from Early 21st Century. We have the media personality, the author, writer. I don't know how to introduce this person. This person absolutely need no introduction, but I will have to read out some. Ananthapuri ji is a consulting editor and columnist for Swarajya. He has written previously for News Laundry, DNA and the News Minute. Anand ji, a heartily welcome to you, to Trivandrum first of all. So Anand ji, without any delay, I would like to enter directly into the topic. So as an introductory part, we have the youth conclave here as a part of Hindu Mahasammelanam here in Trivandrum. So how do you feel being here on this stage with these audience? How do you feel for an introductory statement? And then we'll switch to the questions. Please check the mic. Okay. First of all, thank you so much, Arjun, and for the organizers for having me this incredible conference. And I think over the ensuing 1 hour we would have a very enriching debate, and I'd like the audience to participate as much as possible. And that this function is happening right in the middle of in Kerala reminds, I am from JNU, so this is like having a Ganesh Chaturthi in the middle of JNU. Feels like home. As I say, there are only 3 places where communists are present, in JNU, in Kerala, and in the media. So for how long, I don't know. But the topic that we have chosen, I think, is very relevant, especially because this phrase that you have added, 21st century. So even though the terminology of Hindutva, I'm sorry, were you going to have a question answer session? Then we can have that, and then we can, yeah. Sorry for the inconvenience. So Anand ji, as a first question of the session, I would like to ask you, how do you think the Hindutva politics have influenced the people of world's largest democracy? Because over the past few years, Hindutva politics has been discussed. When we speak about politics, the opposition or whosoever the leaders are, they are more concerned about speaking politics as an Hindutva politics, and they have different narratives for the same. So how far do you think the Hindutva politics has influenced the people of India? Right, so just to give some background and explain to you how relevant your question is, and it indeed is, let me actually quote from the conclusion of the Supreme Court in its 1995 landmark judgment, where it says Hindutva means the Indian culture and not merely the Hindu religion. And the judgment that was given by the Supreme Court bench was packed with so-called left liberals. In fact, the Chief Justice or the judge, the chief judge who pronounced this judgment was Justice Verma, who was the liberal hero. So this distinction that is deliberately made
by the left and Islamists that Hinduism is good, Hindutva is bad. It is basically to draw a false equivalence between Hinduism and Islam, so that you can project Hinduism is as good as Islam, but Hindutva is as bad as ISIS. So that is how they want to throw bricks at Hindutva without understanding that Twa, the literal meaning of Twa is essence. So Hindutva, even if you don't want to project it as something which is exactly what Hinduism is, way of life, it is the essence of Hinduism. And even if you were to digress a little bit from the so-called dictionary definition of Hindutva, it is at best a reaction to protect Hinduism. So it is a defensive force. It is to counter the attack on Hinduism. It does not, for example, call for the annihilation of non-Hindus, like not just ISIS, but Islam does. So the false equivalence is basically to cushion the reality of Abrahamic religions, and in particular Islam. And if we have to talk about Hindutva right in the middle of a communist stronghold, one has to be really fearless about it, not to be politically correct. And when I'm going to quote a few Islamic verses, I'm quoting them, I'm not criticizing them. The problem comes is that people who are of that particular religion, they are themselves embarrassed at listening, hearing those verses, and the fact that those very verses are imbibed by 2 billion people. They are embarrassed about it. Now, I can't do anything about that. So the fact of the matter is that whenever you have to talk about, let us say, Taliban or what the Taliban are doing, they say, they're like Hindutva, they're like Hindutva forces, they are as bad as Hindutva, without realizing that the Taliban are not at variance from what the book is telling them to. They are exactly following what the book is telling them. So this is a complete false equivalence. And as I say, is it Hindutva that tells that non-Hindus, i.e. Muslims, are the worst of creatures? Is it Hindutva that says that if you do not follow our verses or Vedas, you will be roasted in hell? No. It is an open challenge to anyone who hates Hindutva to tell me 5 things that are there in Hindutva that are not already there in Islam. 5 things. Forget 5, just tell me 2. And if you can't, would those people who hate Hindutva start hating Islam as well? So it's very easy to expose the hypocrisy, because the hypocrisy stems from the acute embarrassment of following something that tells you that these are the people who are to be hated. Non-followers or non-believers are to be hated. Hindutva doesn't say that. So now that we understand the background of what Hindutva is, your question as to how relevant it is in the 21st century, I think it is incredibly relevant. I think it is one of the most relevant things that can happen, because the second thing that people do is, when they lose an argument, is that they say, oh, why are you talking about Hindu Muslim all the time? Well, religion is the great definer of our philosophy. It has been for 1,000 years, maybe more than 1,000 years. Why shouldn't we talk about Hindu Muslim? We should, because we should expose not just the ills of religion, we should expose the religion. Remember, it is religion that is responsible for almost, if not all, the actions that any political party takes. And I am saying it very objectively. You have in Germany, you have in Britain, you have in USA, so many of the steps are taken to prove that you are a good Christian. There are parties that are named on Christian Democrats, whatever that may mean. You have the American president taking oath in the name of God. So religion is all pervasive. To say that you mustn't talk about religion or Islam is to already have lost the argument.
Now, how does that come into relevance into what we are talking? The more you talk of Hindutva, the more you explain what Hindutva is, the more you will understand what Islam is, the more you will understand what other religions are. And I think you have to be very fearless about it, because when you talk about 21st century, I could include 2000 to 2004 in that as well, which was the Vajpayee government. They were very squeamish about these topics. They were very squeamish, if I am to be very honest about it. Right now, the present generation, 20 years have passed, they're not squeamish. They say it's all right to discuss. It is all right to discuss Hindutva. You can call me a Sanghi, so people call me Sanghi all the time. It's fine, call me whatever you want. It doesn't bother me at all. Rahul Roshan, a very good friend of mine, has written a book, The Sanghi Who Never Went to Shakha. I am also one of you can call me, if you call me a Sanghi, I have never visited a Shakha, although I would love to. But the fact of the matter is, these labels don't matter anymore. What matters is what you put on the table. And what you put on the table is explaining what Hindutva is, explaining the terribly false equivalence that people make comparing Hindutva to ISIS or to a bad version of a religion, when it is not that at all. So the more we talk about Hindutva, the more we will realize that it is one of the most important things that you can talk about in today's world. See, and when we look into it, there is a very interesting fact that in the 21st century, they start speaking about Hindutva politics, and they delve into the religion. They switch to Hindu religion as such. They start speaking about Hindutva politics. There's a purposeful agenda that is being driven to demonize the Hindutva politics, that telling the people that Hindutva politics is something that is very dangerous. See, the Hindutva politics has always been in this country. The Congress has, always been in a soft Hindutva line for the past many years. And the thing is, there is a purposeful propaganda. For instance, I'll tell you. See, there was a legislation brought by the Indian government that was of CAA. When the protest for CAA, it is a legislation made by the Indian government to give citizenship for the minority communities in Pakistan. The protest started, and then the whole thing shifted from a constitutional amendment or a right to protect minority brothers who are suffering in another country. The whole narrative shifted to Hindutva politics, shifted to BJP, and then to Jai Sri Ram, then to slogans, and then I know you are from JNU, and then the campuses told. It totally shifted. How do you see this purposeful agenda that is being brought out? Yeah, no, I think this, to be very honest, this remains a recurring problem with the BJP. And I've said this before, that the Congress is a master at deception, whereas the BJP is a disaster at perception. Most of the policies that the BJP has tried to implemented or tried to implement were actually Congress policies. In fact, the farm bills were in the Congress manifesto. So BJP would have thought, obviously nobody will protest. Modi must have thought, I will face no protest because I am fulfilling the Congress manifesto. But of course, you know how hypocritical Congress is, that they started protesting the implementation of things that were there in their manifesto, because they hate Modi, they hate everything that BJP does. But coming back to this, did you know, for example, that the CAA there was a resolution passed by the Congress demanding citizenship for Bangladeshi minorities. Now, who are Bangladeshi minorities? They obviously can't be Muslims, right? They are Hindus, Christians, and Sikhs. So it was the Congress that demanded that they be given citizenship. But when BJP gives it, then there is hue and cry. There is a communist resolution, CPIM resolution, demanding citizenship for Bangladeshi minorities. Demanding it. But when BJP does it, oh, this is a Sangh ideology, this is a Sangh experiment and all that. The fact of the matter is that you have to go beyond exposing the hypocrisy and be resolute
in your decision. This is the problem with them, because they are not, they are, if you're on the side of truth, I don't want to sound like a preacher, but if you're on the side of truth, nothing can deter you. Nothing must deter you. If, for example, Mr. Modi had made up his mind and it was fantastic that the farm laws are great for the farmers, he should not have repealed them. He should not have. But that's a separate matter. We don't have time to go into that. But I want to, again, tell you how facetious the arguments are. You see, if you look around the world, most of the media that is dictated by the left, most of these so-called human rights activists, all these activist journalists, they celebrate the bringing down of statues of Confederacy generals, of Cecil Rhodes, of King Leopold, all those hitherto so-called white gods that have committed terrible crimes. For example, the king of Belgium is directly responsible for the murder of so many millions of people from Congo, terrible atrocities. When his statue is brought down illegally, they just bring it down, they cheer. But when Hindus want to go through the courts to have their Ram temple on something that was illegally brought down and a masjid built on top, then you say this is Hindutva politics. How is this Hindutva politics if you are fighting for to correct and to demand historical justice or to correct historical injustice? How is this Hindutva politics? I am an atheist. In fact, since morning, there's a lot of controversy on Twitter because I went to Sri Padmanabha Swami temple, I tweeted and people are saying, oh, atheist has gone there. Arey bhai, atheist hi jate hain. But, so people are saying, why are you for the Ram temple? And beyond that, why do you want Kashi and Mathura also? Of course I want it. And I'm not saying it as a Hindu. I'm saying it as an Indian. Why should an Indian not fight to correct a historical injustice? So next time a leftist tells that, look, you are playing Hindutva politics by demanding Kashi, by demanding that the mosque be removed and the mandir be made resplendent again in Kashi Vishwanath or in Mathura, which the temple was demolished by. There you don't even need a proof that there was a temple because the temple already exists. You can see parts of the temple in Kashi Vishwanath. It's such a horrendous sight. Why should you not fight legally? But our country has been, in the play of such devious thoughts that I'm sure you know there is something called the 1991 Places of Worship Act, which this parliament, Indian parliament passed, which is that you cannot change the shape or structure of any place of worship in India as it stood on 15th August 1947. And in the Ayodhya judgment, the Supreme Court has ratified it, has said that Places of Worship Act is good, it should stand. So what that means is that if I as an Indian demand that obnoxious Gyan Vyapi mosque that has been put by destroying the Kashi Vishwanath temple should be removed or displaced, technology exists to, even if you don't want to destroy it, even if the courts legally do not sanction you to destroy it, you can certainly displace it. But I cannot fight for it because the Places of Worship Act would have to be abrogated. The Supreme Court judgment would have to be abrogated. Now I am standing for truth. I am standing for what the left also stands for around the world. Why am I wrong and they right? And I don't understand why has it taken 3 years for this government to just sit silent and not abrogate the Places of Worship Act. You can keep on shouting from the rooftops that we want a temple, we want Kashi Vishwanath temple back, but unless you abrogate Places of Worship Act, you're not going to get it. You have the majority. I don't know. Does the BJP government have the majority? I'm not very sure. I don't know how many seats they have in the parliament. Maybe 100 seats, I don't know. So let us wait when they get majority, 300 seats, maybe then they will be able to act. But what I'm trying to say is that we have to stand resolutely on what you believe in, and if that what you believe in is based on truth and justice, nothing should be able to deter you.
And the chronology is really interesting, Anandji. When there was the first UPA government and when the second UPA government came in, at that point of time, if you observe the channel discussions, there was no much references about Hindutva politics. There was no much references because they debate issues on the meritorious basis. If it is about constitution, they debate about constitution. If it is about another scam, they debate about the scam. They do the debate very meritoriously. But what happened was, after the UPA government, after the the second UPA government, when the BJP government came into the power, how do you think the media had a role? The media of the country had a role in the same, in bringing up Hindutva politics into the mainstream and demonizing it. How far do you think the media has a role in this? Because every time you open the 9 p.m. debate, you have a person from the left or the Congress or anyone. They will be having a reference, be it whatsoever the debate is, they will be having a reference on Hindutva. Be it whatsoever the topic is, even if it is a topic of Ukraine and the Russia issue, they have a issue with a prime minister talking with the concerned people to have a consensus. So there is a reference of Hindutva politics in each and every channel discussions. So how far do you think the media persons of the country has a role in demonizing the Hindutva politics? No, that's a terrific question. And if I can hark back to 2009, 2010, when we were all quote unquote kids in terms of understanding and analyzing Indian politics, there used to be this giant called Media Crooks. He's still there, I think, but this useless Twitter banned him 3-4 times, so I think that thing is not there anymore. He was the boss. He was a genius at analyze. He was the first one, a pioneer who analyzes. And I think, I might be wrong, I can't remember exactly, but he said media is the first defense for all these crooks and politicians. And that is so true. Whatever the politicians wanted to do, and you're talking of the UPA time, the first defense would always be the media. And it's going back 10 years, 8-9 years, but I don't know if you remember, there used to be this phrase called Sonia Gandhi upset. And every time something happened, Sonia upset with something, Sonia upset with something. So media had Rahul Gandhi is evolving. Everything, media had this kind of a quanta, set phrases that they would use to defend. Now, when you talk of Hindutva politics, and especially the UPA years and the media, the way, I mean, of course, it would be like condensing 10 years into, 2 minutes, but let me try and do that, because essentially 3 or 4 things happened. One was this talk about you are indulging in Hindutva politics if you are talking of the Ram temple. You are indulging in Hindutva politics if you are against secularism. These are essentially the 2 things that the opposition and Congress demonized anyone who wanted these 2 things, and anyone who would be at variance with their thought process. So let me delve into those. I think I've already talked about Ram temple. Why shouldn't one demand, or shouldn't have one demanded Ram temple? Because it was to correct a historical injustice. Now let me delve on this secularism, because they say, oh, you want Hindu Rashtra. Then they try and say, look, this is against secularism. Ours is a secular country. Well, first of all, ours is not a secular country. Ours is a plural country. Secondly, the word secularism was inserted by Indira Gandhi in our constitution during the emergency of all places. Just look at the irony. So it was not there in our original preamble of our constitution. That was the architect of which was Dr. Ambedkar. Thirdly, how on earth can you call yourself a secular country when you control only Hindu temples, when you tax only Hindu temples, when you have government boards only for Hindu temples and not for mosques or gurdwaras or churches? Is that secularism? When you leech billions and billions of dollars only from Hindu temples, how is that secular? And it is the same UPA government that wanted to bring in the communal violence bill. I don't know whether you remember, 10 years ago, thank God it was shelved.
But the crux of that communal violence bill was that no matter whatever riot happens, the majority would always be responsible for the riot. So even if the riot were to happen in, let's say, the valley in Kashmir, where 99% people are Muslims, because they are categorized as minority in India, you would find 3 or 4 Hindus, and because they would be majority, they would be responsible for the. So these are the kind of things that this country has gone through. So I'm not surprised that people saw through that, and people want to understand that the facade that is going on in the name of religion has to be stopped. There are everything that the Congress is trying to wishy-wash by saying this is religious is actually religion agnostic. I am not religious, but I demand the Ram temple, I demand Kashi, I demand Mathura. I am not religious. And religion has got nothing to do with it. It is justice and truth. See, and when we look deep into that, Anandji, there is a very interesting fact as well. During the time of UP elections, we see Rahul Gandhi and Priyanka Gandhi nowadays going for visiting the temples and worshipping the gods, goddesses, and Congress profiles always post it down the social media during the UP elections. And the interesting fact is, as we mentioned about the Ram temple, the primary issue the media and the Congress in particular in the beginning stages had was if the Ram temple is being made there, it is a communal move by Sangh Parivar government in the beginning stages. But when the verdict came, things were going on the right track. The problem of the media was no other person from the Congress is being invited, no other person from any other political party is being invited, and the Prime Minister of the country is being invited for the ceremony. So it was a problem for them. So my primary question is, when the election comes, they visit the temples, they worship the goddesses, they want the pictures to be clicked. When the ceremony of the Ram temple is happening, they want them to be invited, they want them to be given the priority. So what is their issue? What is the basic issue these people really have regarding this thing? So on one side they say that Hindutva politics is a really bad thing, and they do this seasonal bhakti, we say. So they do this seasonal worshipping for their political benefits. So how do you see that? Now I think even seasonal worshipping would be a problem, because if I'm not mistaken, Miss Smriti Irani is visiting Wayanad. So she is actually chasing Rahul. She is not satisfied with thrashing him in Amethi. Now she's going to beat him in Wayanad, and then maybe she's going to contest from Bangkok, where Rahul Gandhi visits. Then in 2029, maybe she might be contesting from Italy, someplace in Italy where Rahul Gandhi might be contesting. So my humble request to Smriti Irani ji, please stop chasing Rahul Gandhi. No, but you are absolutely right. See, this is what I call when you don't stand for truth, and when you don't have the resolve in your mind, then it is, as you say, you straddle between two stools and you fall. So they're not very clear what they want. They just think that, you have this ready, quote unquote, Hindu vote bank. So let us do appeasement for 5 years and, or 4 years, 11 months, and that 1 month let us go to this Hindu vote bank, and they would be fooled by us, and they would go ahead and do it. The problem is, I keep repeating, the problem is not the Congress. The Congress is gone. It's been 8 years. The problem is that Indians and Hindus have to now demand action from the government which is there right now. That is the issue. Are Hindus demanding? Let us talk about the temple issue, the government control of temple. 1959, Congress government overturned a Supreme Court judgment and took control of temples. That almost 70 years, 1959. Okay? What was stopping BJP government from abrogating that? It's been 8 years. But no, it wants more control of Hindu temples. So the tragedy is not Congress is almost Congress Mukt Bharat, except for 2 states and some universities here or there. The question is, you voted in a government
you have to demand action from that government. Now the CAA, even the notification has not been done for 3 years. Why? The excuse always comes out that there was COVID. Things don't run in series, they run in parallel. Just because COVID happened, did the government stop doing all the hundreds of things that it was doing? So, Congress is history. The point is that you brought in a government, people demand some action. And to be very honest, in Uttar Pradesh, people are getting that action. People demanded law and order. They're getting law and order. In other BJP states, you see a lot of disturbances. In other BJP states, all hell breaks loose if you want to dismantle an illegal loudspeaker. The other day, Yogi Adityanath made an order. The next day, 30,000 illegal loudspeakers were voluntarily brought down. What does that, and from both mosques and temples. It is not an appeasement, or it is not going after religion. Forget about the Western media that talks about Muslim genocide is happening. So you have 800 Shobha Yatras, stones are pelted on a huge majority of them, and then next day you read that Muslim genocide is happening. I mean, you have to really, the mind boggles at what kind of deviousness is going on, but ignore that. People have voted you for something. Fulfill that. Fulfill your promises and then move ahead. See, and I believe that in making the Hindutva politics a continuous discussion for the past many years, I believe there is a series of cherry-picked events. From 2014. 2014 was the turning point in Indian politics, where UPA lost very, very, very pathetically, and then we had a government. So the thing is, from 2014 onwards, they cherry pick events. They repeat the stories of Godhra. Yes. They take up certain events which is happening in the remotest part of India. They take up certain mob lynchings that is happening in the remotest part of UP. UP has been the center point for many of the medias in making this Hindutva politics narrative stay alive in the media. See, they want this things to be made alive through the years. So how far do you think this cherry picking politics of cherry picking, and as you are from JNU, they even use the campuses. See, when there is a protest happening, see, Delhi is being the center point of protest. JNU is being the center point of protest. As you said, liberals are being now confined into JNU media and Kerala. So how do you see this politics of cherry picking? I'll just point out one more incident. See, when there is the issue, when the slogan comes of Jai Sri Ram, and when during the protest for CAA there was slogans of La ilaha illallah, and when the question was asked, they were saying that people should be energized, and for the purpose we need slogans like this. People from Jamia Millia Islamia University said this on media, to ANI, to NDTV. So how do you see this cherry picking politics played by media? And my second question, adding on to the same, how do you see this politics of drawing a thick line between Jai Sri Ram and La ilaha illallah? Yeah, so that's a very interesting question. Two arms to it. Number one, about the cherry picking first. Now, this has been going on since 2014, and it is very apparent that this is based on a fake narrative and complete propaganda. Because if you remember, they will always bring out selectively. They will always talk about the lynchings and attempted lynchings, hate attacks by Hindu mobs on Muslims. But they will never ever talk about the same or more number of lynchings and attempted lynchings and hate attacks by Muslim mobs on Hindus, Dalits and non-Dalits. So I have written on this, so many people have written on it. There are n number of, in fact, I used to have a running thread of documenting all these instances where Muslim mobs had lynched Hindus, but they never made the news. The point is that there is an obvious agenda, and it started from 2014 with the fake church attacks, if you remember. You know, the churches are being attacked by Hindus. Ultimately, it turned out that they were normal robberies, there were, some stones being pelted there was normal arson.
And more number of churches had been attacked during the UPA than they were during the NDA. This came out 3 months after the whole church attack narrative. But during those 3 months, this government proved to be totally ineffective in combating that. For 3 months, every newspaper in India and abroad was saying that Christians are under attack. Even Times of India ran a huge banner saying Christians under attack. Very Christians say, enough, please stop harassing us and all that. Complete bunkum. But for 3 months, the Hindus were pilloried, Indians were humiliated. People said, look, this is horrible what is happening, and all fake news. So this is not going to stop. Even today, it won't stop, because these instances happen with alarming regularity. Every time a Muslim mob lynches or attempts to lynch a Hindu, a Dalit or a non-Dalit, it is ignored. And I've said this before so many times that you remember the name of Akhlaq. You don't remember the name of Bharat Yadav. If I ask in the audience who was Bharat Yadav, hardly 1 or 2 hands would go up. In fact, let me take how many of you know who Bharat Yadav is? Not 1 hand has gone up. How many of you know who Akhlaq was? There we go, majority. So Bharat Yadav was a lassi seller who was called a kafir and lynched by a Muslim mob, right? You have instances of this quote unquote love jihad in Kerala. For decades, Hindus were saying this is happening. The phrase love jihad has been given by the Kerala court. But when the Christians started worrying about it, then the media is kind of, oh man, now we can no longer ignore it. Because the Hindus were talking, we can ignore that. But now the Christians are talking, so there has to be some. Why is this selectivity? And this, now coming back to the first question that you asked, this is what I really would want the audience and everyone else, including me, to understand, that most of the things that the opposition accuses BJP of are not Hindutva issues. Ram Temple, for me, is not a Hindutva issue. Kashi Vishwanath is not a Hindutva issue. CAA is not a Hindutva issue. Name one issue which BJP wants to project as a Hindutva issue. BJP is not a Hindutva political party. It's not. So, it helps them politically to keep quiet when somebody accuses them of being a Hindutva. That is a separate matter, that they are playing politics. But the fact of the matter is that these are issues that every Indian should stand up and fight for, demand for. I mean, the fact that they are calling CAA as anti-Muslim just tells the vacuity of their intellectual thought. They are saying, why don't you include Muslims in there? First of all, the Muslims of this country, the political parties, OAC, AIMM, they don't even consider Ahmadiyyas as Muslims. You ask them, I asked once point blank. He was silent, he was not able to reply. Ahmadiyya, they are Muslims, but the Muslims of India don't consider themselves, so they don't want persecuted Muslims from Pakistan to come to India if they are Ahmadiyyas. Now, most of these countries are either Islamic republics or they have Islam as a state religion. Afghanistan, Pakistan, even Bangladesh. Now, to say that Muslims should also be allowed to come using this act is ridiculous, because millions and millions of Shias are being persecuted in Islamic republics. Should India suddenly become a home for 300 million Shias? What's going on here? You have a country, you have an Islamic republic, you have a religion of Islam, your courts follow that religion. But if within Islam you want to discriminate against this thing, how is India responsible for taking in 300 million Shias? It's absurd. You can't do that. But the moment you explain it, you become Islamophobic. ठीक है, कहते रहो Islamophobic. It doesn't, after a while, it doesn't, labels don't stick if you stand for truth. So, secondly, what people don't understand when they say this is Hindutva propaganda, CAA is as far removed from Hindutva as you can possibly get. It is asking for Christians, it is asking for Buddhists, for Sikhs to be grouped with Hindus who are persecuted, to be brought back, to redress the balance of the thing that was not completed in 1950 during the Liaquat Act. Secondly, the most important thing that many people forget,
from both the right and the left is that this is an amnesty. This is not a blanket acceptance of everyone will be given citizenship. There has to be a cooling off period. 31st December 2014 was that. Whoever came before that would be given citizenship. After that, after notification, that hasn't even been done. So to say that this is a Hindutva ploy, this is complete nonsense, and it must be rejected by all intelligent people. About non-intelligent people, you can't do anything. See, Anandji, the basic problem is these people oppose Hindutva politics. See, for instance, if you take a look, opposing Hindutva politics is not a crime, since what they say is they have the freedom of speech and expression. It's absolutely fine. But when it comes to protest and issues, there is a very thin line which they draw between Hindutva politics, Hindus, and then this this country, Bharat, India. They have a problem. For instance, when the protest starts, suddenly there is a design that comes to the protest. Certain organizations come in, they have a design for the protest. So then first they start with Hindutva politics, then they go on to Hindus, then they go on to nation. They say that this country is not fine at all. They keep on saying that we have this problem, this is the thing. They keep on expressing themselves, and finally in a 9 p.m. debate they say that in this country we don't have a freedom of speech and expression. So how do you see this line? Hindutva politics, they have a design, a very clear design. First they start with starting with Hindutva politics and then to going anti-national. How do you see that line which they draw? Yeah, so first of all, this is the second time you're saying that they come on 9 p.m. debates and they talk, so I also come on 9 p.m. debates, but let me make that distinction. But as I said, I have already proved to you on, I think, 5 issues that were erstwhile thought of as Hindutva issues. They're not Hindutva issues at all. I challenge anyone to tell me what is Hindutva politics. I don't get it. It is not Hindutva politics. So somebody tells you what is Hindutva politics. I honestly don't have if you want Hindu Rashtra, you can say, right, okay, you want Hindutva politics, but has Prime Minister said that we want a Hindu Rashtra? Secondly, what are the parameters of Hindu Rashtra? How are we not sure that we already have a Hindu Rashtra? Given the fact that the Honorable Governor of Kerala has said that if at all secularism has been allowed to prosper in this country is because this is a Hindu majority country, which I truly believe is a fact. You go to the Muslim majority countries around you and you would very quickly experience what secularism is, So the fact of the matter is we might already, without knowing, be living in a Hindu Rashtra. So even that is not Hindutva politics. So what is Hindutva politics? UCC, maybe, okay, now this another bogey is going to come, that this is Hindutva politics, civil code, UCC. How the hell is that Hindutva when the Supreme Court itself has asked for it, when our Constitution of India has a directive principle imploring the states to have it, UCC? Where does Hindutva come in it? This is what Indians want. So the fact of the matter is that, and this is a classic case of Goebbels' propaganda, accuse the other person of what you are guilty of. This is what I'm saying. You indulge in stone pelting, and the next day you say that you are being pelted upon, which is so bizarre, but this is how propaganda works. When we throw it open for audience questioning, I would love to ask you, what according to you is, give me one issue which can be said as Hindutva politics, because I cannot. Shall we throw it open to the audience? How much time we have? Just a final question and then we will throw it to the audience. Since you are from JNU, I cannot avoid this question. See, the students which are from, I study in Hyderabad Central University. So the people, especially the students which come from Kerala, they seriously don't have an idea what Hindutva politics is, especially the liberal students, jo bhi hai, this communist party.
So they don't have a distinction what is what Hindutva politics really is. They say that Hindutva politics is dangerous. How do you think the liberal ideological people have been able to, how do you think they have been able to maintain this ecosystem in the universities of the country? So, first of all, if I may slightly correct you, we must stop labeling them as liberal. They are anything but liberal. They are dictatorial, they are demagogues, they don't believe in democracy, they don't believe in liberalism at all. Okay? The truest liberal would be, if at all you were to go and search, you would probably find a Hindu is a true liberal. So when you address them as liberal, please put quotes on top of the liberal. So they're not liberal at all. And when you're talking about brainwashing in the universities. Now, let me not go there because I think I've criticized this government enough, but all right, I'll criticize it one more time. You see, you have 8 years to change the textbooks. You've done nothing. You have your ministers who said, we are proud not to have even changed one comma in our textbooks. How do you expect the students not to be brainwashed? When the students are reading that Che Guevara, who was a homophobic mass murderer, was great. When the students are wearing t-shirts having Che, when my good friend Rahul Ishwar eulogizes Che Guevara and says Hinduism needs an icon like Che Guevara, when every book that is prescribed in our universities is steeped in ignorance and eulogizing Mao and Pol Pot and Stalin, Aurangzeb, Tipu Sultan, how on earth do you expect students not to be brainwashed? In fact, I would say that the collective audience in this room, it is a miracle that these people and I and you are not brainwashed, having gone through the same books. So I really congratulate you. Despite reading our books, if you have not been brainwashed, I think that is the real miracle. So many things have come out and the left doesn't want that. So you see someone like True Indology, who was a fantastic handle, who was exposing all these charlatans. He's been banned for months, 4th, 5th time. Why? Because he exposed Aurangzeb, because he exposed Tipu Sultan, because he exposed all those fraud historians that call themselves historians, that the left says they are historians. Did you know, for example, I didn't until I read the book by the excellent Sanjeev Sanyal, The Ocean of Churn, that I didn't know this, that Ashoka was already a Buddhist for 4 to 8 years before he undertook the Kalinga war and killed millions. He was already a Buddhist. But what do you see in our textbooks? That he saw these bodies splayed around and he was so humiliated and embarrassed that he turned to Buddhism. These are the things that we've studied about Aurangzeb, about so many other things, Mughals. So when you have books that haven't changed, why shouldn't student, in fact, a good student would be one who is brainwashed. That means he's reading those books very well and he's passing the exams well. So I would encourage students to be brainwashed. That means that they are doing their studies very well. Okay. I was being sarcastic there, please don't. Yes. And we have been talking for around 45 minutes now, and now we will throw the questions to the audience. Those who want to ask questions can put your hands up and the mic will be passed to you. Let me check this mic if this is okay. Okay. I request the coordinators to kindly pass mic to the people who want to ask the question. I request everyone to be precise on the question so that we can have a very good elaborated answer from Anand sir. And I would request any of you, if you've thought of a Hindutva politics issue, please let me know. Ranganathan ji, I'm a great fan of yours. I watched most of your 9 p.m. debates. Thank you. You are great and you show great courage. So I want to talk, I have questions about 2 things. It's not questions, I need some clarity. It's about the hijab judgment of the High Court in Karnataka, and it's about the movie Kashmiri Files. Till the movie, everyone was talking about freedom of speech and expression. So after the release of the movie Kashmiri Files, the narrative was changed and that was being showcased as a propaganda movie. And one more request.
So we are living in a Kerala where you know the minority is not minority anymore. So can you please tell us some verses in the great holy book Quran about the lynching of kafirs? Thank you. Well, let me, I don't want to wrongly quote, because then, as you know, गुस्ताखे रसूल की एक ही सज़ा सर तन से जुदा. But before I do that, in fact, let me. Yeah, so you asked 3 questions. One was your hijab judgment. So, believe it or not, I actually am against the hijab judgment. Although I believe that hijab is a symbol of oppression, I've said this. But the fact of the matter is that the Almighty Allah, and I may sound like Zakir Naik here, so apologies for that, but has meticulously described how a woman should dress. And now when you have that description in yes, right. So my take is that I am against the High Court judgment that has banned hijab, because either you ban all religious symbols, you don't do that. So you allow the Sikh to wear turbans, when clearly in Quran it is written how a woman should dress. It is almost, if not, the burqa has been given, the hijab has definitely been shown, the verses. I can in fact quote you those verses. In fact, let me do that. But they failed to portray that it wasn't a compulsory religious Yeah, practice, so right? that again, how does one say what is essential and what is not essential in religion? Is it up to the judge? According to me, it is up to the believer. If what is written in the Quran, every word of Quran has to be followed, is sacrosanct. That is what makes a true Muslim. And if the words and the verses in the Quran tell you this is how you should wear, this is how you should dress, then according to me that is essential. So I think the High Court has erred, and the Supreme Court is possibly going to overturn that judgment. But I wanted to, the dress code. So here is where I want to tell the believing women to reduce their vision and guard their private parts, and not expose their adornment except that which appears thereof, and to wrap a portion of their head covers over their chests, and not to expose their adornment except to their husbands, their fathers, their husbands' fathers, their sons, their husbands' sons, their brothers, their husbands' sons, their brothers' sons, their sisters' sons, their women, that which their right hands possess, or those male attendants having no physical desire, or children who are not yet aware of the private aspects of women. 24:31. O Prophet, tell your wives and your daughters and the women of the believers to bring down over themselves part of their outer garments. That is more suitable, that they will be known and not be abused, and ever is Allah forgiving and merciful. 33:59. Now these are the 2 verses. Now as a true Muslim, you are bound by Allah's edict to follow them. If a Muslim woman is following them, she is a true Muslim. She believes it is essential to her being a Muslim. So that's why I was against the High Court judgment. Yeah, but The uniform is different. If the school or the university says that this is what you're going to wear to come to our school,
Yeah, that's what that's the point. And there is no discrimination. So you cannot say that the Muslims, while following the Quranic verses, they cannot come in burqa or hijab, but the Sikhs can, wearing their turban. That is discrimination according to me. Yeah, that is discrimination, but that is even before the independence, it was there for Sikhs. So, Yeah, but at the same time, even the institution has got its rights, like an individual. yes, So so but if the institution is discriminatory, is it discriminatory or is it not? So according to me, if you do not overtly show your religious symbol or some adornment, that is still fine. So you can have a some religious symbol. You don't have to overtly show it, and if it is followed across all religions, according to me, that should not be a problem. After all, let me say this: circumcision is a religious edict as well. Now, circumcised students go to universities and schools, don't they? But thank God they don't show it to, so it's fine. I guess we'll switch to the next question. Yeah, what was the next Two question? more, about the Kashmiri No, files. I guess we'll go to the second person, I guess. So because the time is very limited, we have to close the session. Sure, but I We'll hope go- I answered your question. Yeah. We'll go to the second question. I request you to be precise. Has any of you thought of a Hindutva Hello. issue? Please tell me, let me know. What about the security threat posed by wearing fully covered parda? Suppose somebody is walking body fully covered in public road, whether it's can be man or woman, right? I'm sorry. So- did you get that? Can you please repeat the question once? No, there's a security threat posed by wearing a fully covered parda. Can you please hold your mic? in- Yeah. There's a security threat posed by wearing a fully covered parda, right? So we cannot know whether it's a man or woman walking in public road. Did you get the question? I didn't get He was asking that about the hijab issue. Yes. He was telling that when the parda is being wore, Yes. there is a security threat because we Yes. cannot identify the person. Yes. Like when Yes. students So- are coming into the institutions, we Yes. have a problem in identifying the Yes, students. yes. So that was his question, to be precise. No, and I have said this before, security is a legitimate concern. So burqa being banned in schools and universities, one can understand. But hijab is just the covering of the head. It's not, yeah. Yes, to the next question. Yes. Okay. Namaste, Anandji. I'll make it fast. First of all, I appreciate you for identifying yourself or tagging yourself as an atheist because I strongly believe that it is only in Hindutva where we can identify Yes. ourselves as an atheist Yes. because we have Chavaga philosophy. I appreciate you for that. And my question is, last day, the director of Kashmir Files, Vivek Agnihotri sir, he was sitting here. He gave an excellent speech, and after that, a Malayalam channel, Yes, I saw that. yes, she has done an interview. Her name is Madhu. I should say that a journalist should never be such intolerant to a person to whom she is interviewing. Yes. Right. So I wanted to specify her name specifically here. That is one thing. And my question is that why leftists are so much empathetical or sympathetical to Islamists? Okay. What would be the reason or what is a common factor? Yes. Very interesting question. Number one, I saw the interview of my good friend Vivek. It was absolutely hilarious because that lady hasn't even watched the film. Vivek said, "Have you watched the film?" She said, "No, I have not watched the film." She's interviewing. And she's saying, "Why are you digging up things that are 30? I mean, this is bizarre. That means if some injustice has been done, some genocide happened 30 years ago, we should forget about it because it happened 30 years ago, and we might find it bizarre and criminal to think like that. But here, and I may be held in contempt of Supreme Court, but I don't really care. I want to see what an Indian jail looks like. But the Supreme Court has done exactly that. Supreme Court has said that too much time has elapsed. So we will not open the cases of criminal, rape, murder of Kashmiri Hindus because too much time has elapsed.
Can you imagine this is happening in our country? What sort of country are we living in? So that journalist and the Supreme Court, I'm afraid, have the same bent of mind. Make it what you want to make of it. As to your second question, as to why is it that the left leans to, I think it's a lot to be said about both philosophies. And left, in many ways, is a religious cult. And in many ways, it is also like Islam. It has a very prescribed worldview. It has an ummah or a brotherhood. It does not consider nation states. It says leftists of the world unite, like the ummah thing. You have the Internationale, the song. So all those things, it's like a philosophy that is so commanding that everyone must submit to it. And as you know, the meaning of Islam is submission. But you can't stop it. You can't stop it. Why? Because if for 70 years, how does science function? Science functions because you conduct an experiment, you analyze the results, and if the results tell you that this experiment should